കഴിക്കും, വെള്ളം കുടിക്കും. ഓക്കെ, അപ്പം എല്ലാവരും അത് നന്നായി എഴുതി പഠിക്കുക, ഓരോന്നും എഴുതി പഠിക്കുക. അടുത്ത് വരുന്നത് സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളും ആക്കി എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ലിംഗവ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ജീവികളെ തരംതിരിക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ പെണ്ണാട് എന്നതാണ് സ്ത്രീലിംഗം. അപ്പം അത് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് വരയിട്ട് തരും, അവിടെ ഏതാണ് വരുന്നത്, ശരിയായ പദം ഏതാണ് വരുന്നത് എന്ന് എഴുതാനായിട്ട് തരും. അത് നിങ്ങളെല്ലാവരും എഴുതി നന്നായി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും അത് നന്നായിട്ട് പഠിക്കുക. പറഞ്ഞിട്ടുള്ള ഇത്രയും പ്രവർത്തനങ്ങൾ നന്നായിട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് എക്സാം നന്നായി എല്ലാവരും എഴുതും എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. This is second standard maths class. I think your exam will start next week onwards. So today let us start some revision of addition of bigger numbers and subtraction of bigger numbers. Write the columns and add. Write the columns and add. 387 plus 504. Write the columns and add. Question paperൽ ഇതേപോലെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത് കോളംസ് ഡ്രോ ചെയ്തതിന് ശേഷമാണ് ഇത് പ്ലസ് ചെയ്യേണ്ടത്. 387 plus 504 ഇങ്ങനെയാണ് കോളംസ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് കറക്റ്റായിട്ട് ഇങ്ങനെ കോളംസ് ചെയ്തിട്ട് വേണം എക്സാമിന് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതാൻ. അതാണ് മിസ് ഇതിൻ്റെ ഒരു റിവിഷനായിട്ട് മിസ് ഇത് പറഞ്ഞു തരുന്നത്. 7 + 4 ഫിംഗർ എടുത്തിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാം. 11 carry over 1 put in the tens place. ഫസ്റ്റ് മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നതാണ്. ആദ്യം വൺസിൻ്റെ പ്ലേസ് നിന്നാണ് നമ്മൾ എഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസ് ആണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 7 + 4 11 after regrouping 1 put in the ones place and carry over 1 put in the tens place. 8 + 1 9. Next 5 + 3 or 3 + 5 8 891. Next 643 plus ഇതും അതേപോലെ കോളംസ് ആണ്. write the columns and add. Ones, tens, hundreds. 643 plus 281. 3 + 1 4 4 + 8 12. Then 6 plus carry over 1 put in the hundreds place and 6 + 1 7 7 plus 2 9 924. Next 369 plus 250 plus 147. ഇവിടെ നമ്മളത് 3 നമ്പേഴ്സ് വരുന്നുണ്ട്, അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കോളംസ് ഡ്രോ ചെയ്തിട്ട് വേണം ഇതും പ്ലസ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറിപ്പോവില്ല. ചേഞ്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. 9 + 0 9 + 0 9 9 + 7 9 + 7 take 7 fingers after 9 10 11 12 13 14 15 16. After regrouping 16 6 put in the ones place and carry over 1 put in the tens place. 6 + 1 7 7 + 5 7 8 9 10 11 12 12 + 4 12 13 14 15 16. Carry over put 1 put in the hundreds place. Then 3 + 1 4 4 + 2 4 5 6 6 + 1 7 766. In the previous class you had learned all the addition of bigger numbers. The bigger numbers ആണ്, small numbers അല്ല, 3 digit numbers ആണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളെ ഒന്ന് റിവിഷൻ ചെയ്ത് നിങ്ങളെ ആൻസർ റഫ് ബുക്കിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാലേ അഡീഷൻ നമുക്ക് എക്സാമിന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വെറുതെ മാത്സ് എക്സാം ആണ് ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം.
റൈറ്റ് ദ കോളംസ് ആൻഡ് സബ്ട്രാക്ട്. ഇതും അതേപോലെ കോളംസ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. 6 minus 4. After 4, 5, 6, 2. Then 2 plus 1, 1. 7 minus 3. 3 after 3, 4, 5, 6, 7. 4. 412. Next. 562 minus 234. 2 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബോറോ ചെയ്യേണ്ടതാണ്. There are enough ones in there is 2 minus 4. അതായത് 4ൽ നമുക്ക് 2ൽ നിന്ന് നമുക്ക് 4 എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് എന്താ ചെയ്യുക, ടെൻസിൻ്റെ പ്ലേസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യും. ബോറോ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 6 കട്ട് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 5 എന്ന് എഴുതണം. 6 becomes 5 and 2 becomes 12. 2 becomes 12 ഇങ്ങനെ മാറും. അതാണ് നമ്മൾ മൈനസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബോറോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ ടെൻസ് എന്നാണ് ബോറോ ചെയ്യുന്നത്. ബോറോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായി, വൺസിൻ്റെ പ്ലേസിൽ എന്തായി 12 ആയി. ഈ 6 ഉടനെ തന്നെ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, -1 ആണ്. അപ്പം 5. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക 4. ആഫ്റ്റർ 4, 5, 6, 7, 8, 9, 10, 11, 12, 8. Then 5 minus 3. 3, 4, 5, 2. 5 minus 2, 3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മിസ് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് എഴുതാൻ മറന്നു പോകരുത്. അതാണ് വളരെ ഈ ബോറോ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നെക്സ്റ്റ് 700 minus 359. ഇതും അതേപോലെയാണ്. 1s, 10s, 100s. ഇവിടെ നമ്മൾ എന്താണ് 700 minus 359. ഇവിടെ മിസ് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്തും എന്താ വരുന്നത്, വൺസിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെ പ്ലേസിലും 0 ആണ്. അപ്പോൾ 0 ആവുന്ന സമയത്ത് ഇവിടെ ഒന്നും നമ്പർ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0യിൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ 7ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോറോ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതായത് 100s പ്ലേസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോറോ ചെയ്യുന്നത്. 100 പ്ലേസിൽ നിന്ന് ഇവിടുന്ന് ബോറോ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇവിടെ 6 ആയി. നെക്സ്റ്റ് ഇവിടെ എന്താവും 10. അണ്ടർസ്റ്റാൻഡ്? ഈ 10ൽ നിന്നാണ് നമ്മൾ ഇനി വൺസിൻ്റെ പ്ലേസിലേക്ക് എന്ത് വേണ്ടത്, ബോറോ ചെയ്യേണ്ടത്. അപ്പോൾ 10ൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യാണ്. അപ്പോൾ ഉടനെ 10 കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതണം, 9. 0 becomes 10. അണ്ടർസ്റ്റുഡ്? 2 അതായത് വൺസിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെ പ്ലേസിലും 0 വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, നമ്പർ അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് 100s പ്ലേസിലുള്ള നമ്പറിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ബോറോ ചെയ്ത് ടെൻസ് പ്ലേസിലായപ്പോൾ ടെൻസ് പ്ലേസിൽ എന്തായി, 10 ആയി. 10 അതിന് ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, വൺസിൻ്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്യണം. അപ്പോൾ ബോറോ ചെയ്യുന്ന സമയത്ത് ഈ 10 കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്ത് 9 എഴുതി. നെക്സ്റ്റ് ഇവിടെ എന്തായി 10 ആയി. ഈ 10 minus 9, 1. Then 9 minus 5, 5, 6, 7, 8, 9, 4, 6 minus 3, 3, 340. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 0 വരുന്ന സമയത്ത് വളരെ ചെയ്തിട്ട് ശ്രദ്ധിക്കണം, അല്ലാതെ നമ്മൾ എന്തെങ്കിലും നോക്കി ചെയ്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ എഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ബിഗർ നമ്പേഴ്സ് ഉണ്ട്, കൂടുതലുണ്ട്. ഇനി ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് How will you find out a statement sum is addition or subtraction? എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സം നമുക്ക് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? കാരണം മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എഡീഷനും സബ്ട്രാക്ഷനും 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒരുമിച്ചായിരിക്കും തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അത് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ എഡീഷൻ ആണെങ്കിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ടാവുന്ന മിസ് പറഞ്ഞത്, എഡീഷൻ ആണെങ്കിൽ ഇൻ ഓൾ, ടോട്ടൽ, ഓൾ ടുഗദർ. ഇത് 3 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഡീഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് യു സീ ദ വേർഡ്സ് ലൈക്ക് ഓൾ ടുഗദർ, ടോട്ടൽ ആൻഡ് ഇൻ ഓൾ, ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ ഡു ഇറ്റ് എഡീഷൻ. യു ക്യാൻ ഡു ഇറ്റ് എഡീഷൻ. ദെൻ ഇഫ് യു ഫൈൻഡ് ലെസ്, ലെഫ്റ്റ്, മോർ, ഇഫ് യു ഫൈൻഡ് ദീസ് വേർഡ്സ് യു ക്യാൻ ഡു സബ്ട്രാക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ഷൻ ചെയ്യണം. അതായത് ഏതൊക്കെയാണ്, ലെസ്, മോർ, ലെഫ്റ്റ്. ഈ 3 വേർഡ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സബ്ട്രാക്ട് ചെയ്യണം. അത് മറന്നു പോകരുത്, പ്രത്യേകം ചെയ്യേണ്ട. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് സം പലപ്പോഴും ചോദിക്കാറുണ്ട്, പെട്ടെന്ന് നമുക്ക്
സ്റ്റേറ്റ്മെൻറ്റ് സം വരുന്ന സമയത്ത് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ എഡീഷനും ഏതൊക്കെയാണ് മിസ് പറഞ്ഞ ടോട്ടൽ ഓൾ ടുഗദർ അതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എഡീഷൻ ചെയ്യണം. പിന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ മോർ ലെസ് ലെഫ്റ്റ് ഇത് വരികയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ആൻസർ ചെയ്യണം. എല്ലാവരും എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കണം. അതാണ് പ്രധാനം. കാരണം ക്വസ്റ്റ്യൻ ഫില്ലിന് ട്രൂ ഓർ ഫോൾസ് ഒക്കെ ഉണ്ടാവും മിസ്സേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ട്രൂ ഓർ ഫോൾസ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. പിന്നെ അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ വർക്കൗട്ടിൽ ചെയ്ത് നോക്കണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സം എഴുതുമ്പോൾ അതേമാതിരി കോളം ഡ്രോ ചെയ്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എഴുതി നീറ്റിൽ വർക്കിംഗ് കോളത്തിൽ തന്നെ എന്ത് ചെയ്യണം, എഡീഷൻ ആണെങ്കിൽ എഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്തതിൻ്റെ ശേഷം ആൻസർ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് നമ്മൾ എത്രയാണ് എന്താ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്ലവേഴ്സ്, ബുക്സ് ആണെങ്കിൽ ബുക്സ്, അങ്ങനെയുള്ളത് അതിൻ്റെ ആൻസറിൻ്റെ കൂടെ എഴുതണം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓക്കെ ചിൽഡ്രൻ. Good morning children. Today we learned the lesson how a computer works. Lesson 3, revise the lesson. നമ്മൾ എക്സാമിന് വരുന്ന ലെസൺ ആണ് ഹൗ എ കമ്പ്യൂട്ടർ വർക്ക്സ്. അതൊന്ന് റിവൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് അതാണ് വരുന്നത്. അത് തറോ റീഡ് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് എക്സസൈസ് പഠിക്കാം. ലിസൺ. നമ്മളതിൽ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോണ് അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്. കോണ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അത് ആ ഹീറ്റിംഗ് ഇതിൽ നടക്കുന്നതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പൊട്ടിപ്പൊരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കപ്പിൽ വരുന്നതാണ് പോപ്കോൺ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. അതുപോലെയാണ് അവിടെ ഒരു ജ്യൂസ്, മാംഗോ, പാല്, മിൽക്ക്, ഷുഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് പ്രോസസ്സ്. അത് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് മാംഗോ ഷേക്ക് എന്ന് പറയുന്നതാണ് ജ്യൂസ്. അത് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് അതാണ് നമുക്ക് ആ ലെസണിൽ പഠിക്കാനുള്ളത്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ട് റൈറ്റ് ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ കറക്റ്റ് ബോക്സ്. ക്ലീൻ ക്ലോത്ത്സ്, ഡർട്ടി ക്ലോത്ത്സ് ആൻഡ് സോപ്പ് പൗഡർ, വാഷിംഗ് മെഷീൻ. അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താ, ക്ലീൻ ക്ലോത്ത്സ് അഴലിൽ ആറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. സെക്കൻഡ് വൺ സോപ്പ് പൗഡർ, ബക്കറ്റ്, ഡർട്ടി ക്ലോത്ത്സ് ദാറ്റ് ഈസ് ഇൻപുട്ട്. അതാണ് മെഷീനിൽ ഇടേണ്ടത്. മെഷീനിൽ ഇട്ടിട്ട് അതിങ്ങനെ കറങ്ങി തിരിയുന്ന ആ പ്രക്രിയക്ക് നമ്മൾ എന്ത് പറയും, പ്രോസസ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താ, പ്രോസസ്. ഇനി IPO സൈക്കിൾ സ്റ്റാൻഡ്സ് ഫോർ, IPO സൈക്കിൾ എന്താ, IPO സൈക്കിൾ സ്റ്റാൻഡ്സ് ഫോർ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. അത് പഠിക്കണേ. ലൈക്ക് അതർ മെഷീൻസ് എ കമ്പ്യൂട്ടർ ഓൾസോ ഫോളോ ദ IPO സൈക്കിൾ. കമ്പ്യൂട്ടറും അതുപോലെ ഒരു IPO സൈക്കിൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഈ മറ്റുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ. ഇൻപുട്ട് ഈസ് ദ ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് യു ഗിവ് ടു എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ദ സെന്റൻസ്. ഇൻപുട്ട് ഈസ് ദ ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് യു ഗിവ് ടു എ കമ്പ്യൂട്ടർ. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. യു ക്യാൻ യൂസ് എ കീബോർഡ് ഓർ മൗസ് ടു ഇൻപുട്ട് ഡാറ്റ. നമ്മൾ എന്താണ് ഇൻപുട്ട് ഡാറ്റ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത്, കീബോർഡ് അല്ലെങ്കിൽ മൗസ്. നെക്സ്റ്റ് പ്രോസസ്. പ്രോസസ് ഈസ് വാട്ട് എ കമ്പ്യൂട്ടർ ഡസ് ടു ദ ഡാറ്റ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് പ്രോസസ്. എ CPU പ്രോസസ് ദ ഡാറ്റ. ആരാണ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നത്, CPU. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ റിസൾട്ട് യു ഗെറ്റ് ആഫ്റ്റർ പ്രോസസിങ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. പ്രോസസിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട്. അണ്ടർലൈൻ ദ സെന്റൻസ്. The result you get after processing is called output. Next sentence, underline. The monitor shows the output. ആരാണ് ഔട്ട്പുട്ട് ഷോ ചെയ്യുന്നത്, മോണിറ്റർ. ആരാണ്, മോണിറ്റർ. MONITOR, monitor. Study the spelling. The output that you see on a monitor is called a soft copy. The output when printed on a paper is called a hard copy. മോണിറ്ററിൽ കാണുന്ന ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി എന്നും പ്രിന്ററിൽ പേപ്പർ ആയിട്ട് പുറത്തേക്ക് വരുന്നതിനെ ഹാർഡ് കോപ്പി എന്ന് പറയുന്നു. Let us understand the working of a computer by example. Geeta wants to add 12 and 32 on her computer using calculator. നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറും നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഇൻപുട്ട് എന്താണ്, 12 + 32. അതിന്റെ പ്രോസസ്സിനാണ് എന്ത് നടക്കുന്നത്, അത് ആഡ് ചെയ്യുന്നത്. ഡാറ്റ ആൻഡ് ദ പ്ലസ് ആൻഡ് ഈക്വൽസ്, അതിന്റെ ആ ഇൻസ്ട്രക്ഷൻ. പിന്നെ അതിന് കിട്ടുന്ന കറക്റ്റ് ആൻസർ ദ കമ്പ്യൂട്ടർ ഗീവ്സ് 44 ആസ് ഔട്ട്പുട്ട്. അത് അതിന്റെ ആൻസർ ആണ് ഔട്ട്പുട്ട്. നെക്സ്റ്റ്, ടിക്ക് ദ കറക്റ്റ് ആൻസർ. പേജ് നമ്പർ 27 കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് നോക്കി പഠിച്ചു വെക്കണം.
In an IPO cycle, the I stands for I എന്താ സ്റ്റാൻഡ് ചെയ്യുന്ന input. I and PUT input. The data and instructions we give to a machine is input. Data instruction കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന മെഷീൻ കൊടുക്കുന്ന എന്താണ് input. Which of the following is used to input data in a computer? CPU ആണോ കീബോർഡ് ആണോ ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ട് കീബോർഡ്. Which of the following shows the output? Mouse ആണോ മോണിറ്റർ ആണോ ഔട്ട്പുട്ട് കാണിക്കുന്നത് മോണിറ്റർ. Next, filling the blanks. Dash is the data and instructions that you give to a computer. Input ആണ് data instruction കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. A dash is used to input data. Keyboard ആണോ മോണിറ്റർ ആണോ കൊടുക്കുക input data keyboard. A dash process the data. Mouse ആണോ CPU ആണോ പ്രോസസ് ചെയ്യുന്നത് CPU. The output on the monitor is called soft copy. ഔട്ട്പുട്ട് മോണിറ്ററിൽ കാണുന്ന ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി എന്നും പ്രിന്റർ പേപ്പറിൽ വരുന്നതിനെ ഹാർഡ് കോപ്പി എന്നും വിളിക്കും. ശ്രദ്ധിക്കണം അത് കേട്ടോ. റൈറ്റ് T for true, F for false. സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാം. Instructions can be numbers, words and pictures. False. Process is what a computer does to the data. True. The CPU shows the output. False. The output when printed on paper is called hard copy. True. Answer, question answer. What does IPO stands for? Endana input, process, output. Name two things that we give as input to the computer. ഏതൊക്കെയാ കീബോർഡ് mouse. പിന്നെ അഡീഷൻ ആണ് അത് ചെയ്യാം. പിന്നെ ഫില്ലിംഗ് ദ മിസ്സിംഗ് വേർഡ്സ് ചൂസ് ഫ്രം ദ ബോക്സ്. വീറ്റ്, ഹീറ്റിംഗ്, ഡേർട്ടി വാട്ടർ. ഇൻപുട്ട് എന്താ പ്രോസസ് എന്താ ഔട്ട്പുട്ട് എന്താ നോക്കൂ. നമ്പർ 1 കോൾഡ് വാട്ടർ ഡാഷ് ഹോട്ട് വാട്ടർ. കോൾഡ് വാട്ടറിന്റെ പ്രോസസ് എന്താ ഹീറ്റിംഗ്. തണുത്ത വെള്ളം ചൂടാക്കുന്നു അതാണ് പ്രോസസ്. പുറത്തേക്ക് വരുന്നത് ഹോട്ട് വാട്ടർ. സെക്കൻഡ് 1 ഡാഷ് ഗ്രൈൻഡിങ് ഫ്ലോർ. ഡാഷ് എന്താണ് വീറ്റ്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ഗ്രൈൻഡിങ് അത് പൊടിക്കുന്നതാണ് പ്രോസസ്. പുറത്ത് വരുന്ന അതിന്റെ ഫ്ലോർ അതിന്റെ പൊടി. തേർഡ് 1 ഡേർട്ടി വാട്ടർ ഫിൽറ്ററിങ് ക്ലീൻ വാട്ടർ. ചീത്ത വെള്ളമാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുക അത് ക്ലീൻ വാട്ടർ ആയിട്ട് പുറത്തേക്ക് വരുന്നു അതാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. പിന്നെ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് I for input, P for process, O for output. അത് ഏതൊക്കെ നോക്കാം. ഗോതമ്പ് പൊടിയുടെ മാവ് എന്താണ് പ്രോസസ് അത് കുഴയ്ക്കുകയാണ്. ജഗ്ഗും പൊടിയും വെള്ളവും ഉണ്ട് അതെന്താണ് ഇൻപുട്ട്. ചപ്പാത്തി മാവായിട്ട് പുറത്ത് വരുന്നതാണ് ഔട്ട്പുട്ട്. താഴെയുള്ളത് ഒരു ടോയ് ആണ് അത് രൂപം പ്രാപിച്ച് പുറത്തു വന്നു അപ്പൊ ഔട്ട്പുട്ട്. അത് മേക്ക് ചെയ്യുന്നത് പ്രോസസ്സ്. അതിന് വേണ്ടുന്ന തിങ്സ് എടുക്കുന്നത് ഇൻപുട്ട്. നെക്സ്റ്റ് 1 ഗ്യാസിൽ എന്തോ റൈസ് വെന്തും കൊണ്ടിരിക്കുക ഒരു പ്രക്രിയ നടക്കുക ദാറ്റ് ഈസ് പ്രോസസ്. അരിയും അളക്കുന്ന പാത്രവും അതെന്താണ് ഇൻപുട്ട്. ചോറായിട്ട് നമ്മളൊരു ബൗളിലേക്ക് വിളമ്പി കഴിഞ്ഞു അതെന്താണ് ഔട്ട്പുട്ട്. അപ്പൊ അത് ആ പാഠം നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് റീഡ് ചെയ്യുക. കീബോർഡ് ഇൻപുട്ട്, CPU, സോഫ്റ്റ് കോപ്പി, മോണിറ്റർ, ഔട്ട്പുട്ട് അതിൻ്റെയൊക്കെ ഡാറ്റ ഇൻസ്ട്രക്ഷൻ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക സ്പെല്ലിംഗ് എഴുതി പഠിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.
Good morning, children. Today, this is second. ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഒരു റിവിഷൻ വർക്ക്ഷീറ്റ് പോലെ മലയാളം ചെയ്യുകയാണ്. മലയാളത്തിൻ്റെ എക്സാം അടുക്കാറായി, നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ മിഡ് ടേം ടെസ്റ്റ് അടുക്കാറായി. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ എക്സാമിനുള്ള പോർഷൻസിനെ ഒന്ന് വീണ്ടും അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ എക്സാമിനായിട്ട് 4, 5, 6 ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. ഏതെല്ലാമാണവ? കടലോരത്തെ കാഴ്ചകൾ, അണ്ണാറക്കണ്ണൻ, അന്ധന്മാർ കണ്ട ആന. ഈ 3 ചാപ്റ്ററുകളാണ് എക്സാമിനായിട്ട് വരുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നതെല്ലാം മിസ് ഇന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ പദം പരിചയപ്പെടാം എന്ന പ്രവർത്തനം വരുന്നുണ്ട് ഈ 3 ചാപ്റ്ററുകളിലും. എല്ലാവരും എല്ലാ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും പഠിക്കണം. ഓക്കെ, ആകെ ഒരു 10-12 എണ്ണേ വരുന്നുള്ളൂ. അവ എല്ലാവരും തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനു പുറമെ ഒരു 10 ചോദ്യോത്തരങ്ങൾ 3 ചാപ്റ്ററുകളിലായിട്ട് വരുന്നുണ്ട്. 10 ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് 3 ചാപ്റ്ററുകളിലായിട്ട്. അവയും നിർബന്ധമായും നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. ഏതെങ്കിലും 3-ഓ 4-ഓ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചോദിക്കുക. ആകെ 10 എണ്ണേ വരുന്നുള്ളൂ. അതിൽ ഒരു 4 ചോദ്യോത്തരങ്ങൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായി എഴുതി പഠിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, കടലോരത്തെ കാഴ്ചകൾ എന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ അർത്ഥത്തിനും ചോദ്യോത്തരങ്ങൾക്കും ശേഷം വരുന്നത് ചേർത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. ചേർത്തെഴുതുക എന്ന പ്രവർത്തനത്തിൽ എന്താണ്? ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കുക എന്ന പ്രവർത്തനമാണ് ആദ്യമായി വരുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സൂര്യൻ, ആകാശം, തോണി, തിരമാല, കടൽക്കാക്ക. ഇവ ഓരോന്നും അവയ്ക്ക് യോജിച്ചവയിലേക്ക് ചേർത്ത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. സൂര്യൻ എങ്ങനെയാണ്? ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീണു എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്. അതിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ആകാശം എന്താണ്? ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. തോണി എന്താണ്? തിരമാലകളിൽ ആടി ഉലയുന്നു തോണി. പിന്നെ എന്താണ്? പിന്നെ തിരമാല എന്താണ്? തീരത്തേക്ക് ഓടി വരുന്ന തിരമാലയാണ്. കടൽക്കാക്കകളാണെങ്കിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് കുട്ടികൾക്ക് വരച്ച് യോജിപ്പിക്കുക എന്ന പ്രവർത്തനമായിട്ടായിരിക്കും വരിക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അവൻ, അവർ, അത് എന്നീ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക. നിങ്ങളുടെ പാഠഭാഗത്തു നിന്നും എടുത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും അത് അവർ, അവൻ, അത് എന്ന പദങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് എഴുതി പഠിക്കുക. പാഠഭാഗത്ത് തന്നെയുള്ള സെൻറ്റൻസുകൾ ഇങ്ങോട്ട് ചേർത്ത് എഴുതിയാൽ മതി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി, അല്ലേ? അവൻ എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. ഇനിയോ നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി. അപ്പോൾ അവർ എന്ന് ചേർത്തുകൊണ്ട് പാഠഭാഗത്ത് നിന്ന് നമുക്കൊരു സെൻറ്റൻസ് കിട്ടി. ഇനി ഞെട്ടറ്റ് വീഴും പോലെ അതു കടലിൽ വീണ്. അത് എന്നതിന് എന്താണ്? നമുക്ക് സെൻറ്റൻസ് ആക്കി ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു എന്ന് എഴുതാം. തുടർന്ന് വരുന്നത് വാക്യം നിർമ്മിക്കാം. കടൽ, അല്ലേ? കടൽ എന്നും പരുന്ത്, തോണി, മീൻ, തിരമാല എന്ന് 4 പദങ്ങൾ വേറെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വാക്യങ്ങൾ നിർമ്മിക്കണം. ഇവിടെ നോക്കൂ, പരുന്ത് വട്ടമിട്ട് പറന്നു. ഇനിയോ കടത്തുകാരൻ തോണി തുഴഞ്ഞു. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. കാറ്റടിച്ചപ്പോൾ തിരമാല ഉയർന്നു പൊങ്ങി. അപ്പം തിരമാല എന്നും മീൻ എന്നും തോണി എന്നും പരുന്ത് എന്നും എല്ലാം ചേർത്തുകൊണ്ട് നിങ്ങൾ പാഠഭാഗത്തു നിന്നും അല്ലെങ്കിൽ അല്ലാതെയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യോത്തരങ്ങളും അർത്ഥങ്ങളും നന്നായി പഠിക്കുക. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് അത്യാവശ്യം പഠിക്കണം എന്നുള്ള ചേരുംപടി ചേർത്തെഴുതുകയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. തുടർന്ന് വരുന്നത് അണ്ണാറക്കണ്ണൻ എന്ന പാഠഭാഗമാണ്. അതിലും ഞാൻ ആദ്യമേ പറഞ്ഞു അർത്ഥം ആരും കളയരുത്. അർത്ഥം ഒരു 4 മാർക്കിനെങ്കിലും എന്തായാലും ചോദിക്കും. അതുകൊണ്ട് ആകെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു 12 അർത്ഥങ്ങളെ വരുന്നുള്ളൂ. എല്ലാവരും അർത്ഥങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ചോദ്യോത്തരങ്ങളും ഇതിൽ 3 ചോദ്യോത്തരങ്ങളാണ് വരുന്നത്. എല്ലാവരും നന്നായി ആ 3 ചോദ്യോത്തരങ്ങളും പഠിക്കാം. അടുത്തത് വരുന്നത് ചേരുംപടി വരച്ചു ചേർക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കാം. ഏതെല്ലാമാണ് തന്നിരിക്കുന്നത്? മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു. ഇവിടെ നോക്കൂ എല്ലാവരും. മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു. തന്നാലാവത് ചെയ്യുന്നോർക്ക് ചിറകെട്ടാൻ കഴിവത് ചെയ്തു. കൊമ്പിൽ ചാടി ചാടി നടന്നാൽ. ഇത്രയാണ് വരുന്നത്. ഇതിന് യോജിച്ചത് നിങ്ങൾ എന്താക്കണം? വരച്ച് യോജിപ്പിക്കണം.
ഓക്കെ, ആദ്യത്തെ നോക്കൂ. മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു. ഇതിനേതാണ് ഇവിടെ യോജിച്ചത് എന്ന് നോക്കുക. വർണ്ണം ചൊരിയും വര നേടി എന്നതാണോ, അമ്പട വീഴുകയില്ലെന്നോ എന്നാണോ, മാങ്കനി ഒന്നു പറിച്ചു തരില്ലേ എന്നതാണോ, നന്മകളെന്നും വന്നിടും? ഏതാണ് ഇതിന് യോജിച്ചത്? ഏതാണ്? മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു അല്ലേ, മാങ്കനി ഒന്നു പറിച്ചു തരില്ലേ, മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്നും ഇങ്ങോട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് നോക്കൂ. തന്നാലാവത് ചെയ്യുന്നോർക്ക്, നമ്മൾ എന്താണ് പദ്യത്തിൽ പഠിച്ചത്? തന്നാലാവത് ചെയ്യുന്നോർക്ക് നന്മകളെന്നും വന്നിടും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഇനി ചിറകെട്ടാൻ കഴിവത് ചെയ്തത് കൊണ്ട് എന്താണ്? അണ്ണാറക്കണ്ണൻ എന്ത് കിട്ടി? വർണ്ണം ചൊരിയും വര നേടി. അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഇനി അടുത്ത നോക്കൂ. കൊമ്പിൽ ചാടി ചാടി നടന്നാൽ അമ്പട വീഴുകയില്ലെന്നോ. അപ്പം ഇതുപോലെ വരയിട്ടുകൊണ്ട് ഈ ചേരുംപടി ചേർക്കുക എന്ന പ്രവർത്തനം എല്ലാവരും ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇത് നന്നായി പഠിക്കണം കേട്ടോ. അടുത്ത് വരുന്നത് വരികൾ കണ്ടെത്തി എഴുതുക എന്ന പ്രവർത്തനമാണ്. അതൊന്നും എക്സാമിന് ചോദിക്കുകയില്ല, അപ്പോൾ അത് നമുക്ക് വിട്ടുകളയാം. അടുത്തത് നോക്കൂ. കണ്ടെത്തി എഴുതുക. അണ്ണാറക്കണ്ണൻ മാവിൽ കയറി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തെല്ലാം കാര്യങ്ങളാണ് അണ്ണാറക്കണ്ണൻ ചെയ്യാറ്? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? കൊമ്പിൽ ചാടി ചാടി നടക്കുന്നു, പാല് കുലുക്കുന്നു, പിന്നെന്താ ചിലു ചിലു എന്ന് താളം കൊട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് അണ്ണാറക്കണ്ണൻ ചെയ്യുന്നത്. എല്ലാവരും പഠിക്കുക. അടുത്ത നോക്കൂ. പൂരിപ്പിക്കുക. പൂരിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ അവിടെ തന്നിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. മാഞ്ചോട്ടിൽ, അപ്പം മാവിൻ്റെ ചുവട്ടിൽ അല്ലേ, മാവിൻ്റെ ചോട്ടിൽ. അടുത്തത് മാങ്കൊമ്പ്, മാവിൻ്റെ കൊമ്പ് അല്ലേ, എൻ്റെ എന്ന് ചേർത്തിട്ടാണ് എഴുതേണ്ടത്. മാങ്കനി എന്താണ്? മാവിൻ്റെ കനി. മാഞ്ചോട്ടിൽ, മാവിൻ്റെ ചോട്ടിൽ. മാങ്കൊമ്പ്, മാവിൻ്റെ കൊമ്പ്. മാങ്കനി, മാവിൻ്റെ കനി. അപ്പം എല്ലാവരും ഇത് ചേർത്ത് എന്ന പദം ചേർത്തുകൊണ്ട് എന്താണ് പൂരിപ്പിക്കുക. ഇതോടുകൂടി നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഇതിൽ ചേരുംപടി ചേർക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കുക, കൂടെ ചോദ്യോത്തരങ്ങളും പഠിക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് അന്ധന്മാർ കണ്ട ആന എന്നതാണ്. 6ാമത്തെ പാഠഭാഗം അവസാനത്തെ നമ്മുടെ പോർഷൻ അല്ലേ, അതാണ് അന്ധന്മാർ കണ്ട ആന. ഇതിലും നിങ്ങൾ അർത്ഥങ്ങൾ നന്നായി പഠിക്കുക, ചോദ്യോത്തരങ്ങളും നന്നായി പഠിക്കുക. അതിനുശേഷം വരുന്നത് വരച്ച് ചേർക്കുക എന്ന പ്രവർത്തനമാണ്. ചേരുപടി പോലെ തന്നെ വരച്ച് ചേർക്കുക എന്നൊരു പ്രവർത്തനം വരുന്നുണ്ട്. മുത്തച്ഛൻ, ഒന്നാമൻ, ആനന്ദ്, നാലാമൻ. അപ്പം ഇവ ഓരോന്നും അവയുടെ ശരിയായ ഉത്തരങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കേണ്ടതാണ്. മുത്തച്ഛൻ എന്താണ് പറയുന്നത്? ആന ചൂല് പോലെ ഉള്ള ജീവിയാണ് എന്നാണോ പറയുന്നത്? അന്ധന്മാർ ആനയെ കണ്ട കഥ പറയാം എന്നാണോ മുത്തച്ഛൻ പറയുന്നത്? ആന പാറ പോലെയാണ് എന്നതാണോ പറയുന്നത്? ചെവി തൊട്ടയാൾക്ക് ആന മുറം പോലെ എന്നാണോ മുത്തച്ഛൻ പറയുന്നത്? ഇതിലേതാണ് പറയുന്നത് മുത്തച്ഛൻ പറയുന്നു അന്ധന്മാർ ആനയെ കണ്ട കഥ പറയാം എന്നതാണ്. അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അടുത്ത് വരുന്നത് ഒന്നാമൻ എന്ത് പറയുന്നു? ആന ചൂല് പോലെയുള്ള ജീവിയാണ് എന്നാണ് ഒന്നാമൻ പറയുന്നത്. അപ്പം ഒന്നാമത്തെ ആ സെൻറ്റൻസിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. അടുത്തത് ആനന്ദ് എന്ത് പറയുന്നു? ചെവി തൊട്ടയാൾക്ക് ആന മുറം പോലെയാണ് തോന്നിയത് എന്ന് പറയുന്നു. നാലാമൻ പറയുന്നു ആന പാറ പോലെയാണ് എന്ന് പറയുന്നു. അപ്പം ഇത് നിങ്ങൾ ശരിയായ ഉത്തരങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത് വരുന്നത് തുമ്പിക്കൈ അല്ലേ, തുമ്പിക്കൈ കൊണ്ട് നിരീക്ഷിച്ചെഴുതുക. തുമ്പിക്കൈ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന പ്രവർത്തനമാണ് വരുന്നത്. ഇവിടെ നോക്കൂ. ആന തുമ്പിക്കൈ കൊണ്ട് ചെയ്യുന്നത് എന്തെല്ലാം അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ആന തുമ്പിക്കൈ കൊണ്ട് ചെയ്യുന്നത്? തടി പിടിക്കും. ആന തുമ്പിക്കൈ കൊണ്ട് തടി പിടിക്കും, ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും. ആന തുമ്പിക്കൈ കൊണ്ട് തടി പിടിക്കും, ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും. ഓക്കെ, അപ്പം എല്ലാവരും അത് നന്നായി എഴുതി പഠിക്കുക, ഓരോന്നും എഴുതി പഠിക്കുക. അടുത്ത് വരുന്നത് സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളും ആക്കി എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ. ലിംഗവ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ജീവികളെ തരംതിരിക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ പിടിയാന, കൊമ്പനാന അല്ലേ. പിടിയാന എന്നത് സ്ത്രീലിംഗവും കൊമ്പനാന എന്താണ് പുല്ലിംഗവുമാണ്. അപ്പോൾ അതുപോലെ എഴുതി പഠിക്കുക. പിടക്കോഴി സ്ത്രീലിംഗമാണ്, പൂവൻ കോഴി പുല്ലിംഗമാണ്. ഇനിയോ മുട്ടനാട് എന്നത് പുല്ലിംഗമാണ്, അതിന് എന്താണ് പെണ്ണാട് എന്നതാണ് സ്ത്രീലിംഗം. അപ്പം അത് നിങ്ങൾ
ചിലപ്പം നിങ്ങൾക്ക് എന്താണ് വരയിട്ട് തരും, അവിടെ ഏതാണ് വരുന്നത്, ശരിയായ പദം ഏതാണ് വരുന്നത് എന്ന് എഴുതാനായിട്ട് തരും. അത് നിങ്ങളെല്ലാവരും എഴുതി നന്നായി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും അത് നന്നായിട്ട് പഠിക്കുക. അടുത്തതായി വരുന്നത് ആനയെക്കുറിച്ചുള്ള ശൈലികളാണ്. അതൊന്നും ചോദിക്കുകയില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഇത്രയും പഠിക്കുക, നന്നായി പഠിക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത്രയും പ്രവർത്തനങ്ങൾ, മിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും പ്രവർത്തനങ്ങൾ നന്നായിട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് എക്സാം നന്നായി എല്ലാവരും എഴുതും എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. This is second standard maths class. I think your exam will start next week onwards. So today let us start some revision of addition of bigger numbers and subtraction of bigger numbers. Write the columns and add. Write the columns and add. 387 plus 504. റൈറ്റ് ദ കോളംസ് ആൻഡ് ആഡ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് കോളംസ് ഡ്രോ ചെയ്തതിന് ശേഷമാണ് ഇത് പ്ലസ് ചെയ്യേണ്ടത്. 387 പ്ലസ് 504 ഇങ്ങനെയാണ് കോളംസ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് കറക്റ്റായിട്ട് ഇങ്ങനെ കോളംസ് ചെയ്തിട്ട് വേണം എക്സാമിന് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതാൻ. അതാണ് മിസ് ഇതിൻ്റെ ഒരു റിവിഷനായിട്ട് മിസ് ഇത് പറഞ്ഞു തരുന്നത്. 7 + 4 7 + 4 ഫിംഗർ എടുത്തിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാം. 11 carry over 1 put in the tens place. ഫസ്റ്റ് മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നതാണ്. ആദ്യം വൺസിൻ്റെ പ്ലേസ് നിന്നാണ് നമ്മൾ എഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസ് ആണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 7 + 4 11 after regrouping 1 put in the ones place and carry over 1 put in the tens place. 8 + 1 9. Next 5 + 3 or 3 + 5 8 891. Next 643 plus ഇതും അതേപോലെ കോളംസ് ആണ്. write the columns and add. Ones, tens, hundreds. 643 plus 281. 3 + 1 4 4 + 8 12. Then 6 plus carry over 1 put in the hundreds place and 6 + 1 7 7 plus 2 9 924. Next 369 plus 250 plus 147. ഇവിടെ നമ്മളത് 3 നമ്പേഴ്സ് വരുന്നുണ്ട്, അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കോളംസ് ഡ്രോ ചെയ്തിട്ട് വേണം ഇതും പ്ലസ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറിപ്പോവില്ല. ചേഞ്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. 9 + 0 9 + 0 9 9 + 7 9 + 7 take 7 fingers after 9 10 11 12 13 14 15 16. After regrouping 16 6 put in the ones place and carry over 1 put in the tens place. 6 + 1 7 7 + 5 7 8 9 10 11 12 12 + 4 12 13 14 15 16. Carry over put 1 put in the hundreds place. Then 3 + 1 4 4 + 2 4 5 6 6 + 1 7 766. In the previous class you had learned all the addition of bigger numbers. The bigger numbers ആണ്, small numbers അല്ല, 3 digit numbers ആണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളെ ഒന്ന് റിവിഷൻ ചെയ്ത് നിങ്ങളെ ആൻസർ റഫ് ബുക്കിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാലേ അഡീഷൻ നമുക്ക് എക്സാമിന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വെറുതെ മാത്സ് എക്സാം ആണ് ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. റൈറ്റ് ദ കോളംസ് ആൻഡ് സബ്ട്രാക്ട്. ഇതും അതേപോലെ കോളംസ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. 6 - 4 after 4 5 6 2. Then 2 + 1 1 7 - 3
3 after 3 4 5 6 7 4 412. Next 562 minus 234. 2 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബോറോ ചെയ്യേണ്ടതാണ്. There are enough ones in there is 2 minus 4. അതായത് 4ൽ നമുക്ക് 2ൽ നിന്ന് നമുക്ക് 4 എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എന്താ ചെയ്യുക? ടെൻസിന്റെ പ്ലേസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യും. ബോറോ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 6 കട്ട് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 5 എന്ന് എഴുതണം. 6 becomes 5 and 2 becomes 12. 2 becomes 12. ഇങ്ങനെ മാറും. അതാണ് നമ്മൾ മൈനസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബോറോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമ്മൾ ടെൻസ് എന്നാണ് ബോറോ ചെയ്യുന്നത്. ബോറോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായി? വൺസിൻ്റെ പ്ലേസിൽ എന്തായി? 12 ആയി. ഈ 6 ഉടനെ തന്നെ എന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? -1 ആണ്. അപ്പം 5. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 4. ആഫ്റ്റർ 4 5 6 7 8 9 10 11 12 8. Then 5 minus 3 3 4 5 2. 5 minus 2 3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മിസ് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് എഴുതാൻ മറന്നു പോകരുത്. അതാണ് വളരെ ഈ ബോറോ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ്. നെക്സ്റ്റ് 700 മൈനസ് 359. ഇതും അതേപോലെയാണ്. വൺസ് ടെൻസ് ഹൺഡ്രഡ്സ്. ഇവിടെ നമ്മൾ എന്താണ്? 700 മൈനസ് 359. ഇവിടെ മിസ് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്തും എന്താ വരുന്നത്? വൺസിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെ പ്ലേസിലും 0 ആണ്. അപ്പോൾ 0 ആവുന്ന സമയത്ത് ഇവിടെ ഒന്നും നമ്പർ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0യിൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ 7ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബോറോ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതായത് 100 പ്ലേസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ബോറോ ചെയ്യുന്നത്. 100 പ്ലേസിൽ നിന്ന് ഇവിടുന്ന് ബോറോ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇവിടെ 6 ആയി. നെക്സ്റ്റ് ഇവിടെ എന്താവും? 10. അണ്ടർസ്റ്റാൻഡ്? ഈ 10ൽ നിന്നാണ് നമ്മൾ ഇനി വൺസിന്റെ പ്ലേസിലേക്ക് എന്ത് വേണ്ടത്? ബോറോ ചെയ്യേണ്ടത്. അപ്പോൾ 10ൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യാണ്. അപ്പോൾ ഉടനെ 10 കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതണം? 9. 0 ബിക്കംസ് 10. അണ്ടർസ്റ്റുഡ്? 2 അതായത് വൺസിന്റെ പ്ലേസിലും ടെൻസിന്റെ പ്ലേസിലും 0 വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്? നമ്പർ അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്? 100 പ്ലേസിലുള്ള നമ്പറിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ബോറോ ചെയ്ത് ടെൻസ് പ്ലേസിലായപ്പോൾ ടെൻസ് പ്ലേസിൽ എന്തായി? 10 ആയി. അതിന് ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക? വൺസിന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്യണം. അപ്പോൾ ബോറോ ചെയ്യുന്ന സമയത്ത് ഈ 10 കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത്? 9 എഴുതി. നെക്സ്റ്റ് ഇവിടെ എന്തായി? 10 ആയി. ഈ 10 മൈനസ് 9 1. Then 9 minus 5 5 6 7 8 9 4 6 6 minus 3 3 340. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 0 വരുന്ന സമയത്ത് വളരെ ചെയ്തിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും നോക്കി ചെയ്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ എഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ബിഗർ നമ്പേഴ്സ് ഉണ്ട്, കൂടുതലുണ്ട്. ഇനി ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? How will you find out a statement sum is addition or subtraction? എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് സം നമുക്ക് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? കാരണം മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എഡീഷനും സബ്ട്രാക്ഷനും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒരുമിച്ചായിരിക്കും തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അത് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ എഡീഷൻ ആണെങ്കിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ടാവുന്ന മിസ് പറഞ്ഞത്? എഡീഷൻ ആണെങ്കിൽ ഇൻ ഓൾ, ടോട്ടൽ, ഓൾ ടുഗദർ. ഇത് മൂന്നും വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഡീഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് യു സീ ദ വേർഡ്സ് ലൈക്ക് ഓൾ ടുഗദർ, ടോട്ടൽ ആൻഡ് ഇൻ ഓൾ, ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ക്യാൻ ഡു ഇറ്റ് എഡീഷൻ. യു ക്യാൻ ഡു ഇറ്റ് എഡീഷൻ. ദെൻ ഇഫ് യു ഫൈൻഡ് ലെസ്, ലെഫ്റ്റ്, മോർ, ഇഫ് യു ഫൈൻഡ് ദീസ് വേർഡ്സ് യു ക്യാൻ ഡു സബ്ട്രാക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ചെയ്യണം. അതായത് ഏതൊക്കെയാണ്? ലെസ്, മോർ, ലെഫ്റ്റ്. ഈ 3 വേർഡ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സബ്ട്രാക്ട് ചെയ്യണം. അത് മറന്നു പോകരുത്. പ്രത്യേകം ചെയ്യേണ്ട അതാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പെട്ടെന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് എഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ എഡീഷനും ഏതൊക്കെയാണ്? ടോട്ടൽ, ഓൾ ടുഗദർ, അതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എഡീഷൻ ചെയ്യണം. പിന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ മോർ, ലെസ്, ലെഫ്റ്റ്, ഇത് വരികയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം.
അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ആൻസർ ചെയ്യണം. എല്ലാവരും എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കണം. അതാണ് പ്രധാനം. കാരണം ക്വസ്റ്റ്യൻ ഫില്ലിന് ട്രൂ ഓർ ഫോൾസ് ഒക്കെ ഉണ്ടാവും മിസ്സേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ട്രൂ ഓർ ഫോൾസ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. പിന്നെ അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ വർക്കൗട്ടിൽ ചെയ്ത് നോക്കണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സം എഴുതുമ്പോൾ അതേമാതിരി കോളം ഡ്രോ ചെയ്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എഴുതി നീറ്റിൽ വർക്കിംഗ് കോളത്തിൽ തന്നെ എന്ത് ചെയ്യണം, അഡീഷൻ ആണെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്തതിൻ്റെ ശേഷം ആൻസർ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് നമ്മൾ എത്രയാണ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്ലവേഴ്സ്, ബുക്സ് ആണെങ്കിൽ ബുക്സ്, അങ്ങനെയുള്ളത് അതിൻ്റെ ആൻസറിൻ്റെ കൂടെ എഴുതണം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓക്കെ ചിൽഡ്രൻ. Good morning children. Today we learned the lesson how a computer works. Lesson 3, revise the lesson. നമ്മൾ എക്സാമിന് വരുന്ന ലെസൺ ആണ് ഹൗ എ കമ്പ്യൂട്ടർ വർക്ക്സ്. അതൊന്ന് റിവൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് അതാണ് വരുന്നത്. അത് തറോ റീഡ് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് എക്സസൈസ് പഠിക്കാം. ലിസൺ. നമ്മളതിൽ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്. കോണ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അത് ആ ഹീറ്റിംഗ് ഇതിൽ നടക്കുന്നതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പൊട്ടിപ്പൊരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കപ്പിൽ വരുന്നതാണ് പോപ്കോൺ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. അതുപോലെയാണ് അവിടെ ഒരു ജ്യൂസ്, മാംഗോ, പാല്, മിൽക്ക്, ഷുഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് പ്രോസസ്സ്. അത് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് മാംഗോ ഷേക്ക് എന്ന് പറയുന്നതാണ് ജ്യൂസ്. അത് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, അതാണ് നമുക്ക് ആ ലെസണിൽ പഠിക്കാനുള്ളത്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ട് റൈറ്റ് ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ കറക്റ്റ് ബോക്സ്. ക്ലീൻ ക്ലോത്ത്സ്, ഡർട്ടി ക്ലോത്ത്സ് ആൻഡ് സോപ്പ് പൗഡർ, വാഷിംഗ് മെഷീൻ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്താ, ക്ലീൻ ക്ലോത്ത്സ് അഴലിൽ ആറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. സെക്കൻഡ് വൺ സോപ്പ് പൗഡർ, ബക്കറ്റ്, ഡർട്ടി ക്ലോത്ത്സ്, ദാറ്റ് ഈസ് ഇൻപുട്ട്. അതാണ് മെഷീനിൽ ഇടേണ്ടത്. മെഷീനിൽ ഇട്ടിട്ട് അതിങ്ങനെ കറങ്ങി തിരിയുന്ന ആ പ്രക്രിയക്ക് നമ്മൾ എന്ത് പറയും, പ്രോസസ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താ, പ്രോസസ്. ഇനി IPO സൈക്കിൾ സ്റ്റാൻഡ്സ് ഫോർ, IPO സൈക്കിൾ എന്താ, IPO സൈക്കിൾ സ്റ്റാൻഡ്സ് ഫോർ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. അത് പഠിക്കണേ. ലൈക്ക് അതർ മെഷീൻസ് എ കമ്പ്യൂട്ടർ ഓൾസോ ഫോളോ ദ IPO സൈക്കിൾ. കമ്പ്യൂട്ടറും അതുപോലെ ഒരു IPO സൈക്കിൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഈ മറ്റുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ. Input is the data and the instructions you give to a computer. Underline the sentence. Input is the data and the instructions you give to a computer. Input എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. You can use a keyboard or mouse to input data. നമ്മൾ എന്താണ് ഇൻപുട്ട് ഡാറ്റ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത്, കീബോർഡ് അല്ലെങ്കിൽ മൗസ്. നെക്സ്റ്റ് പ്രോസസ്. പ്രോസസ് ഈസ് വാട്ട് എ കമ്പ്യൂട്ടർ ഡസ് ടു ദ ഡാറ്റ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് പ്രോസസ്. എ CPU പ്രോസസ് ദ ഡാറ്റ. ആരാണ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നത്, CPU. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ റിസൾട്ട് യു ഗെറ്റ് ആഫ്റ്റർ പ്രോസസിങ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. പ്രോസസിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട്. അണ്ടർലൈൻ ദ സെന്റൻസ്. The result you get after processing is called output. Next sentence, underline. The monitor shows the output. ആരാണ് ഔട്ട്പുട്ട് ഷോ ചെയ്യുന്നത്, മോണിറ്റർ. ആരാണ് മോണിറ്റർ, MONITOR, monitor. Study the spelling. The output that you see on a monitor is called a soft copy. The output when printed on a paper is called a hard copy. മോണിറ്ററിൽ കാണുന്ന ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി എന്നും പ്രിന്ററിൽ പേപ്പർ ആയിട്ട് പുറത്തേക്ക് വരുന്നതിനെ ഹാർഡ് കോപ്പി എന്ന് പറയുന്നു. Let us understand the working of a computer by example. Geeta wants to add 12 and 32 on her computer using calculator. നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറും നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഇൻപുട്ട് എന്താണ്, 12 + 32. അതിൻ്റെ പ്രോസസ്സിനാണ് എന്ത് നടക്കുന്നത്, അത് ആഡ് ചെയ്യുന്നത്. ഡാറ്റ ആൻഡ് ദ പ്ലസ് ആൻഡ് ഈക്വൽസ്, അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ. പിന്നെ അതിന് കിട്ടുന്ന കറക്റ്റ് ആൻസർ ദ കമ്പ്യൂട്ടർ ഗീവ്സ് 44 ആസ് ഔട്ട്പുട്ട്. അത് അതിൻ്റെ ആൻസർ ആണ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. പേജ് നമ്പർ 27 കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് നോക്കി പഠിച്ചു വെക്കണം. In an IPO cycle, the I stands for, I എന്താ സ്റ്റാൻഡ് ചെയ്യുന്ന, input. I and PUT, input. The data and instructions we give to a machine is input. Data instruction കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന മെഷീൻ കൊടുക്കുന്ന എന്താണ്, input. Which of the following is used to input data in a computer?
CPU ആണോ കീബോർഡ് ആണോ ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ട്? കീബോർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ ഔട്ട്പുട്ട്? മൗസ് ആണോ മോണിറ്റർ ആണോ ഔട്ട്പുട്ട് കാണിക്കുന്നത്? മോണിറ്റർ. നെക്സ്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഡാഷ് is the data and instructions that you give to a computer. Input ആണ് ഡാറ്റ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. A dash is used to input data. കീബോർഡ് ആണോ മോണിറ്റർ ആണോ കൊടുക്കുക ഇൻപുട്ട് ഡാറ്റ? കീബോർഡ്. A dash process the data. മൗസ് ആണോ CPU ആണോ പ്രോസസ് ചെയ്യുന്നത്? CPU. The output on the monitor is called സോഫ്റ്റ് കോപ്പി. ഔട്ട്പുട്ട് മോണിറ്ററിൽ കാണുന്ന ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി എന്നും പ്രിന്റർ പേപ്പറിൽ വരുന്നതിനെ ഹാർഡ് കോപ്പി എന്നും വിളിക്കും. ശ്രദ്ധിക്കണം അത് കേട്ടോ. റൈറ്റ് T for true, F for false. സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി നമ്പേഴ്സ്, വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ്. false. Process is what a computer does to the data. True. The CPU shows the output. False. The output when printed on paper is called hard copy. True. Answer, question answer. What does IPO stands for? എന്താണ്? Input, process, output. Name two things that we give as input to the computer. ഏതൊക്കെയാ? കീബോർഡ്, മൗസ്. പിന്നെ അഡീഷൻ ആണ് അത് ചെയ്യാം. പിന്നെ ഫില്ലിംഗ് ദ മിസ്സിംഗ് വേർഡ്സ് ചൂസ് ഫ്രം ദ ബോക്സ്. വീറ്റ്, ഹീറ്റിംഗ്, ഡേർട്ടി വാട്ടർ. ഇൻപുട്ട് എന്താ? പ്രോസസ് എന്താ? ഔട്ട്പുട്ട് എന്താ? നോക്കൂ. നമ്പർ 1 കോൾഡ് വാട്ടർ ഡാഷ് ഹോട്ട് വാട്ടർ. കോൾഡ് വാട്ടറിന്റെ പ്രോസസ് എന്താ? ഹീറ്റിംഗ്. തണുത്ത വെള്ളം ചൂടാക്കുന്നു, അതാണ് പ്രോസസ്. പുറത്തേക്ക് വരുന്നത് ഹോട്ട് വാട്ടർ. സെക്കൻഡ് 1 ഡാഷ് ഗ്രൈൻഡിങ് ഫ്ലോർ. ഡാഷ് എന്താണ്? വീറ്റ്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ഗ്രൈൻഡിങ് അത് പൊടിക്കുന്നതാണ് പ്രോസസ്. പുറത്ത് വരുന്നത് അതിന്റെ ഫ്ലോർ, അതിന്റെ പൊടി. തേർഡ് 1 ഡേർട്ടി വാട്ടർ ഫിൽറ്ററിങ് ക്ലീൻ വാട്ടർ. ചീത്ത വെള്ളമാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുക, അത് ക്ലീൻ വാട്ടർ ആയിട്ട് പുറത്തേക്ക് വരുന്നു, അതാണ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. പിന്നെ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് I for input, P for process, O for output. അത് ഏതൊക്കെ നോക്കാം. ഗോതമ്പ് പൊടിയുടെ മാവ് എന്താണ്? പ്രോസസ്, അത് കുഴയ്ക്കുകയാണ്. ജഗ്ഗും പൊടിയും വെള്ളവും ഉണ്ട്, അതെന്താണ്? ഇൻപുട്ട്. ചപ്പാത്തി മാവായിട്ട് പുറത്ത് വരുന്നതാണ് ഔട്ട്പുട്ട്. താഴെയുള്ളത് ഒരു ടോയ് ആണ്, അത് രൂപം പ്രാപിച്ച് പുറത്തു വന്നു, അപ്പൊ ഔട്ട്പുട്ട്. അത് മേക്ക് ചെയ്യുന്നത് പ്രോസസ്സ്, അതിന് വേണ്ടുന്ന തിങ്സ് എടുക്കുന്നത് ഇൻപുട്ട്. നെക്സ്റ്റ് 1 ഗ്യാസിൽ എന്തോ റൈസ് വെന്തും കൊണ്ടിരിക്കുക, ഒരു പ്രക്രിയ നടക്കുക, ദാറ്റ് ഈസ് പ്രോസസ്. അരിയും അളക്കുന്ന പാത്രവും, അതെന്താണ്? ഇൻപുട്ട്. ചോറായിട്ട് നമ്മളൊരു ബൗളിലേക്ക് വിളമ്പി കഴിഞ്ഞു, അതെന്താണ്? ഔട്ട്പുട്ട്. അപ്പൊ അത് ആ പാഠം നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് റീഡ് ചെയ്യുക. കീബോർഡ് ഇൻപുട്ട്, CPU സോഫ്റ്റ് കോപ്പി, മോണിറ്റർ, ഔട്ട്പുട്ട്, അതിൻ്റെയൊക്കെ ഡാറ്റ, ഇൻസ്ട്രക്ഷൻ, അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക? സ്പെല്ലിംഗ് എഴുതി പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Hi children, welcome to EVS class. Today I am giving revision of monthly test. First fill in the blanks. Fill in the blanks. എല്ലാ ലെസണിലും fill in the blanks ഉണ്ട് കേട്ടോ. I live with my family. I live with my family. Mummy and Papa sit guest in the living room. Mummy and Papa sit guest in the living room. We should eat healthy food. We should eat healthy food. Swimming is good exercise. Swimming is good exercise. We enter our house through the door. We enter our house through the door. I keep my house clean. I keep my house clean. We should use a clean towel to wipe ourselves. Our body needs 8 hours of sleep. Our body needs 8 hours of sleep. We must bath every day with soap and water. A family with 4 members
is a small family. I live with my family. Mummy and Papa sit guest in the living room. We should eat healthy food. Swimming is good exercise. We enter our house through the door. I keep my house clean. We should use a clean towel to wipe ourselves. Our body needs 8 hours of sleep. We must bath every day with soap and water. A family with 4 members is a small family. Next, we have these things in our house. Complete their names. ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇവിടെ ഇങ്ങനെ ഡാഷ് ഇട്ട് തരും, നിങ്ങളത് എഴുതണം. ഇറ്റ് കീപ്സ് എ സ്കൂൾ. നമ്മൾ കൂളാക്കി വെക്കുന്നത് ഏതാ? ഫാൻ. ഇറ്റ് കീപ്സ് എ സ്കൂൾ. ഫാൻ. വി സ്ലീപ്പ് ഓൺ ഇറ്റ്. നമ്മൾ ഉറങ്ങുന്നത് എന്ത് മുള്ള? ബെഡ്. BED. ബെഡ്. വി സിറ്റ് ഓൺ ഇറ്റ്. ചെയർ. It keeps a school fan. We sleep on it, bed. We sit on it, chair. Next, take page number 131. In which room will you find these things? ഇങ്ങനെ സാധനങ്ങൾ തന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പേര് എഴുതുക. ബെഡ്, പില്ലോ തന്നാൽ നിങ്ങൾ എവിടെ എഴുതുക? ഏതിലെ അവിടുന്ന് കാണുക? ബെഡ്റൂം. വെസൽ, ഗ്യാസ് സ്റ്റൗ, കിച്ചൺ. ബക്കറ്റ്, മഗ്, ബാത്റൂം. ടീപ്പോയ്, സോഫ, സിറ്റിംഗ് റൂം ഓർ ലിവിംഗ് റൂം. അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. നെക്സ്റ്റ് പേജ് 132. റീഡ് ദ സെൻറ്റൻസ്. കറക്റ്റ് കളർ ഫോർ ദി കറക്റ്റ് വൺസ് ആൻഡ് കളർ ഫോർ ദി ഇൻകറക്റ്റ് വൺസ്. അപ്പം സെൻറ്റൻസ് ശരിയാണെങ്കിൽ കറക്റ്റ് എന്ന് എഴുതണം, തെറ്റാണെങ്കിൽ ഇൻകറക്റ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. മൈ ബാത്റൂം ഹാസ് എ ബിഗ് ബെഡ്. സെൻറ്റൻസ് കറക്റ്റ് ആണോ? മൈ ബാത്റൂം ഹാസ് എ ബിഗ് ബെഡ്. ഇറ്റ് ഈസ് എ റോങ്. അപ്പം ഇൻകറക്റ്റ് എന്ന് അവിടെ എഴുതണം. പപ്പ കുക്സ് എമ്മി ഉപ്പുമാവ് ഇൻ ദ കിച്ചൺ. അച്ഛൻ എവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയ? കിച്ചൺ. അത് കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് എന്ന് എഴുതാം. മമ്മീസ് ഫ്രണ്ട്സ് സിറ്റ് ഇൻ ദ ലിവിങ് റൂം. മമ്മീൻ്റെ ഫ്രണ്ട്സ് ലിവിങ് റൂമിൽ ഇരിക്കുന്നു. ആ സെൻറ്റൻസ് കറക്റ്റാണ്. അപ്പം കറക്റ്റ് എന്ന് എഴുതാം. ദർ ആർ നോ ഡോസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീടിന് എന്തില്ല? ഡോസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം സെൻറ്റൻസ് എന്താണ്? തെറ്റാണ്. അപ്പോൾ അത് ഇൻകറക്റ്റ് എന്ന് എഴുതാം. അപ്പം സെൻറ്റൻസ് ശരിയാണ് കറക്റ്റ് എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ ഇൻകറക്റ്റ് എന്ന് എഴുതാം. നെക്സ്റ്റ് ടേക്ക് പേജ് നമ്പർ 127. Circle the correct words. I live with my family, friends. ആരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്ന? ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ? ഫാമിലി. ഇപ്പോൾ സർക്കിൾ ചെയ്താ ഫാമിലി. എ ഫാമിലി വിത്ത് 4 members is a small family, large family. Say small family. We should share work at home. We should share work at home. We don't like to spend time with our family. We like to spend time with our family. Take page number 121. Before and after eating, before and after eating, we wash our hands. We do this twice a day. ഏതാ 2 പ്രാവശ്യം ചെയ്യേണ്ടത്? Brush our teeth. This is a good exercise. Play outdoor games. Our body get rest when we sleep. Then answer the following questions. First one, when should we brush our teeth? We should brush our teeth in the morning and at night.
Why must we exercise every day? Exercise makes us healthy and strong. What do we do when we get tired? Tired ആയാൽ നമ്മൾ എന്താ ചെയ്യുക? We rest when we get tired. Next, my family. I love my family. How many members are there in your family? എത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ? അത് നിങ്ങൾ there are dash അല്ലേ? ആ ഡാഷിൽ നിങ്ങൾ മെമ്പേഴ്സിൻ്റെ പേര് എഴുതിയിട്ട് എഴുതണം. How do you help your parents? I help my parents to keep the house clean. Next, chapter 6. What does your house protect you from? My house protect me from the sun, the wind, the rain and wild animals. Why is roof important? The roof covers the top of the house. Where do we sleep? We sleep in the bedroom. ഇതെല്ലാം നിങ്ങൾ ഒന്നും കൂടി നല്ലോണം പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ നോക്കി പഠിക്കണം. Okay, thank you children. Hi children, welcome to Malayalam class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമിനുള്ള ലെസൺസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, all of you listen here. ഇവിടെ കുറച്ച് വാക്കുകളാണ് മിസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. നോക്കുക, ഫസ്റ്റ് വൺ കൂട്. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. കൂട്. ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ് കൂട് എന്ന വാക്ക് വരുന്നത്? കൂട്. ഓക്കെ. സെക്കൻഡ് വൺ കൊക്ക്. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. കൊക്ക്. തേർഡ് വൺ ചിറക്. തേർഡ് വൺ ചിറക്. ഫോർത്ത് വൺ എന്താ വായിക്കാം? ചില്ല. ഓക്കെ, ചില്ല. ഫിഫ്ത്ത് വൺ വൃക്ഷം. ഓക്കെ, വൃക്ഷം. ഫിഫ്ത്ത് വൺ വൃക്ഷം. സിക്സ്ത് വൺ പക്ഷി. പക്ഷി. സെവൻത് വൺ ക്ഷമ. ക്ഷമ. ഓക്കെ. എയ്ത്ത് വൺ ഭക്ഷണം. ഭക്ഷണം. നയൻത് വൺ സിംഹം. സിംഹം. ടെൻത്ത് വൺ ദാഹം. ദാഹം. 11th one ദേഹം. ഓക്കെ, ദേഹം. 12th one മോഹം. മോഹം. ഓക്കെ, മിസ് ഒരിക്കൽ കൂടി റീഡ് ചെയ്തരാം. നിങ്ങൾ ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കൂട്, കൊക്ക്. റീഡ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? ചിറക്, ചില്ല, വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. ഓക്കെ, നെക്സ്റ്റ് വൺ സിംഹം. റീഡ് ചെയ്യണേ എല്ലാവരും. ദാഹം, ദേഹം, മോഹം. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് നമുക്ക് മാതൃക പോലെ എഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഏതാ ഇവിടെ മാതൃക പോലെ എഴുതുക എന്നുള്ള മാതൃക കൊടുത്തിരിക്കുന്നത് അമ്മ. നിങ്ങൾക്കറിയാം ഇവിടെ എഴുതിയിരിക്കുന്നത് അമ്മേ അല്ലെ, നിങ്ങൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ഫസ്റ്റ് വൺ പൂവ്. എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? പൂവേ അല്ലെ. സെക്കൻഡ് വൺ കുഞ്ഞ്. എങ്ങനെയാ എഴുതുക? കുഞ്ഞേ. തേർഡ് വൺ മുത്ത്. മുത്തേ. ഇവിടെ വരുന്ന ചിഹ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിഹ്നങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ പൂവ്, പൂവേ, റീഡ് ചെയ്യണേ, കുഞ്ഞ്, കുഞ്ഞേ, മുത്ത്, മുത്തേ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പൂക്കളുടെ പേരെഴുതുക. ഏതൊക്കെയായിരുന്നു പൂക്കൾ? നമ്മൾ പഠിച്ച പൂക്കൾ ഏതൊക്കെയായിരുന്നു? ചെമ്പരത്തി, കോളാമ്പി, ആമ്പൽ, നീലക്കുറിഞ്ഞി. ഓക്കെ, ഒന്നുകൂടി വായിച്ചേ. ചെമ്പരത്തി, കോളാമ്പി, ആമ്പൽ, നീലക്കുറിഞ്ഞി. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലും ഉള്ളത് തന്നെയാണ്. നിങ്ങൾ റഫ് നോട്ടിൽ വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. നമുക്ക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം ഏതായെന്നുള്ളത് അല്ലേ? നിങ്ങൾക്കറിയില്ലേ? 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ 5 ടൈംസ് എഴുതി പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ. താങ്ക് യു. നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് കവിതയോ കഥയോ ഒന്നുമല്ല. നമുക്കെന്താണ്, മിഡ് ടേം എക്സാം വരികയാണ് അല്ലേ? സെക്കൻഡ് മിഡ് ടേം എക്സാം വരികയാണ്. അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലേ? അപ്പോൾ എന്താണ്, എല്ലാ പാഠഭാഗങ്ങളും പഠിക്കണോ? വേണ്ട. നമുക്ക് 3 പാഠഭാഗങ്ങളാണ് ഈ മിഡ് ടേം എക്സാമിന് 3rd സ്റ്റാൻഡേർഡിലെ മലയാളത്തിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ പാഠമാണ്? പെൻസിൽ, പൂക്കാലം, നേതാജി എന്നീ 3 പാഠങ്ങളാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവരും പഠിച്ചു വെച്ചതുമല്ലേ? ബാക്കിയുള്ള ആദ്യം മുൻപുള്ള പാഠങ്ങൾ 3 പാഠങ്ങൾ നമ്മൾ ഫസ്റ്റ് ടേമിന് ഇട്ട് കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ നമുക്ക് മിഡ് ടേമിന് 3 ലെസൺസ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു ഒന്നും കൂടെ പറയാം. പെൻസിൽ, പിന്നെയോ പൂക്കാലം, പിന്നെ നേതാജി അല്ലേ? ഈ 3 പാഠഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്? എല്ലാവരും ഫോണിലൊക്കെ വെറുതെ ഒന്ന് പ്രസ് ചെയ്തു അല്ലേ? അപ്പോൾ ഉത്തരവൊക്കെ വന്നു, എല്ലാവർക്കും നല്ല അപ്പം തന്നെ മാർക്കൊക്കെ അറിഞ്ഞു. പക്ഷെ എന്താണ്, ഈ പരീക്ഷ നമ്മൾ അങ്ങനെയാണോ എഴുതാൻ പോകുന്നത്? അല്ല. നിങ്ങളെന്താണ്, സ്കൂളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇട്ട് തരും. അത് നോക്കി പേപ്പറിൽ നല്ലവണ്ണം എഴുതുക. നമ്പർ ഇട്ടിട്ട്, കറക്റ്റായിട്ട് നമ്പർ ഇട്ടിട്ട് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ എഴുതുക. അപ്പോൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം? നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ല. പിന്നെയോ അർത്ഥവും പര്യായപദങ്ങളും വിപരീത പദവും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്കത് ചെറിയൊരു വിവരണം അല്ലേ? ആ ഒരു മിഡ് ടേം എക്സാമിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു വിവരണം നോക്കാം. എല്ലാവരും ഈ 3 പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, അർത്ഥം വരും, എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണ്, അത് ടീച്ചർ ഇപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മാത്രമല്ല കേട്ടോ വരിക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഒരു സൂചന മാത്രമാണ് എക്സാം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള. ഇതല്ല ചോദ്യത്തിന്, ഈ ചോദ്യങ്ങളല്ല നിങ്ങൾക്ക് വരിക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ടീച്ചർ ഇപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബ്ലാക്ക് ബോർഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. ആദ്യം തന്നെ നമുക്ക് എന്ത് വരുമെന്ന് നോക്കുക പാഠവുമായി ബന്ധപ്പെട്ടിട്ട്. ആദ്യം റിവിഷൻ നിങ്ങൾ കണ്ട ഫസ്റ്റ് ഭാഗം പകരപദമാണ്. പകരപദം കണം, ഗന്ധം,
അടിമ. അതിൽ നമ്മൾ ധാരാളം പകരപദങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? 3 പാഠത്തിലും കൂടി നേതാജി, പൂക്കാലം, പിന്നെ മറ്റേ പാഠമൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ എന്താണ് ധാരാളം പകരപദങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ 3 എണ്ണമല്ല വരിക, അതിൽ വരാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടാത്ത ചോദ്യമാണ് ടീച്ചർ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഈ ചോദ്യം തന്നെ തന്നാൽ നിങ്ങൾ അത് തന്നെ പഠിക്കൂലേ? അതുകൊണ്ട് ഇതേ എന്താണ് ഈ ഒരു മോഡലിലാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പൊ ആദ്യം തന്നെ പകരപദം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പകരപദത്തിന് ഉത്തരം എഴുതണം, അർത്ഥം എഴുതണം. ഇതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ നിങ്ങൾ എഴുതണം. അതിനെന്ത് വേണം? നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് റഫ് നോട്ടിൽ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഫസ്റ്റ് ഭാഗം വരിക പകരപദം എഴുതാനാണ്. പിന്നെ എന്താണ്? കണ്ടോ, 4ഓ 5ഓ പകരപദങ്ങൾ നിങ്ങൾക്ക് വരും. ഇതല്ല, ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ വരും. കണം, ഗന്ധം, അടിമ, പൂശുക എന്നാണ് ടീച്ചർ ഇപ്പൊ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ പദങ്ങളായിരിക്കാം തരിക കേട്ടോ. അപ്പൊ എന്താണ്, അപ്പൊ എല്ലാ പദങ്ങളും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. അടുത്തത് ചേർത്തെഴുതുക അല്ലെ? ധാരാളം ചേർത്തെഴുതാനുള്ള പദങ്ങളുണ്ട് അല്ലെ? അതിൽ 2ഓ 3ഓ ചേർത്തെഴുതാനുള്ള പദങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് കണ്ണാന്തളി പ്ലസ് പൂക്കൾ, നീല പ്ലസ് കുറിഞ്ഞി. ഇതുപോലെയുള്ള വേറെ പദങ്ങൾ വരും കേട്ടോ, മറക്കരുത്. ഇതല്ല പഠിക്കേണ്ടത്, ഇതുപോലെയുള്ള വേറെ പദങ്ങളാണ്. ഇതൊരു മോഡൽ മാത്രമാണ്. അടുത്തത് എതിർപദം, മെലിഞ്ഞ, പിന്നെ മുമ്പേ. ഇത് അതുപോലെ തന്നെയുള്ള എതിർപദമാണ് അടുത്ത വരുന്നത് അല്ലെ? ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് വരിക. പകരപദം, ചേർത്തെഴുതുക, എതിർപദം, മെലിഞ്ഞ, മുമ്പേ. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കുക. നേതാജി എന്ന പാഠത്തിൽ കുറെ ചേരുംപടി ചേർക്കാനില്ലേ? അത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. അതിൽ നിന്നും 2ഓ 3ഓ ചേരുംപടി ചേർക്കാനുള്ള പദങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് 1945 ആഗസ്റ്റ് 18 ആസാദ് ഹിന്ദുസ്ഥാൻ. ഇവിടെ എന്താണ്? രൂപീകരിച്ച സംഘടന, മരണം. അപ്പൊ നേരെ എഴുതുക, ഇത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതുക, വരച്ചു വെക്കേണ്ട ആരും. 1945 ഓഗസ്റ്റ് 18 എന്ന് എഴുതിയതിനു ശേഷം ഇതിൽ ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം? എന്താണ്? മരണമാണ് അല്ലെ? നേതാജിയുടെ മരണം സംഭവിച്ച വർഷമോ മാസവുമാണ് അത് അല്ലെ? അപ്പൊ അതിന് നേരെ മരണം എന്ന് എഴുതുക. പിന്നെ ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് എഴുതുക? രൂപീകരിച്ച സംഘടന. ശരിയായ ഉത്തരം അതിനോട് ചേർത്തി എഴുതുകയാണ് വേണ്ടത്, വരച്ചു വെക്കരുത്. വരച്ചു വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല, നിങ്ങൾ അങ്ങനെ വരച്ചു വെച്ചാൽ. അപ്പൊ ശരിയായ ഉത്തരം ചേരുംപടി ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. അടുത്ത മാതൃക പോലെ എഴുതുക അല്ലെ? ആ പാഠഭാഗത്തില് മാതൃക പോലെ എഴുതാൻ തന്നിട്ടുണ്ട് അല്ലെ? അതെന്താണ്? അച്ഛനമ്മമാർ. എങ്ങനെയാണ് മാതൃക പോലെ നമ്മൾ അതിൽ എഴുതിയത്? അച്ഛനും അമ്മയും. അതുപോലെയുള്ള വാക്കുകളാണ് കൈകാലുകൾ, വധൂവരന്മാർ അല്ലെ? കൈയും കാലും, വധൂവരന്മാർ, വധുവും വരനും. ഇത് മാത്രമല്ല അല്ലെ? കുറെ പദങ്ങൾ നമുക്ക് അതിൽ കുറെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വരാത്തതാണെന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടാത്ത ഭാഗങ്ങളാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മോഡൽ തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയുള്ള ബാക്കി മാതൃക പോലെ ചേർക്കാനുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്നത് ഇത്രയും വന്നതിന് ശേഷം ചേരുംപടി ചേർക്കുക, മാതൃക പോലെ എഴുതുക. അതിനുശേഷം വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങളാണ് അത് അല്ലെ? കൂടുതലൊന്നും നിങ്ങൾ എഴുതണ്ട, അതിന്റെ ഉത്തരം മാത്രം എഴുതുക. ചേർത്തൊന്നും എഴുതണ്ട, ക്വസ്റ്റ്യൻ ചേർത്തൊന്നും എഴുതണ്ട. ടീച്ചർ ക്വസ്റ്റ്യൻ ചേർത്തൊക്കെ എഴുതി തന്നിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ ആ ഒരൊറ്റ വാക്ക് മാത്രം എഴുതിയാൽ മതി. 1 മാർക്കിന്റെ ആണ്. ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്ന വൃക്ഷം ഏത്? ഏത് വൃക്ഷമാണ്? ഏഴിലം പാലയാണ് അല്ലെ ഉത്തരം. അപ്പൊ നിങ്ങൾ ഏഴിലം പാല എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ എന്താണ്? അതുപോലെയുള്ള ധാരാളം 1 വേർഡുകൾ നമ്മളെ ആ 3 പാഠഭാഗത്തിലും വരുന്നുണ്ട് അല്ലെ? എന്താണ്? നേതാജി എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ് അല്ലെ? ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ. അത്രയും മാത്രം എഴുതുക. അതുപോലെയുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ എന്താണ്? ഉത്തരം എഴുതുക അല്ലെ? 1ഓ 2ഓ വാക്കിൽ, ഒറ്റവാക്കല്ല ഇനി എഴുതാനുള്ളത്. അത് മാർക്ക് 2 മാർക്കിൻ്റെതായിരിക്കും. 1ഓ 2ഓ വാക്കിൽ ഉത്തരം എഴുതാനുണ്ടാവും. എന്താണ്? നേതാജി ധീരതയോടെ അറിയിച്ചത് എന്ത്? അതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് അല്ലെ? ആ 3 പാഠഭാഗത്തിലും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കാൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ആ ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത 2ഓ 3ഓ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് ഇതുപോലെ എഴുതുക. അപ്പോൾ മലയാളം എക്സാം, നമ്മുടെ മോഡൽ എക്സാം ഏതൊരു രീതിയിലാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ടീച്ചർ ഇപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക കേട്ടോ. പിന്നെ വെറും 1 വേർഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല, ഈ ഒരു രീതിയിൽ ഈ മാതൃകാ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറക്കരുത്, നേതാജി, പൂക്കാലം, പിന്നെ ഏതാണ്? പെൻസിൽ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം.
പദം എന്തായിരുന്നു പെൻസിൽ എന്ന പാഠഭാഗത്തിൽ പദം പരിചയപ്പെടാന്നുള്ള ധാരാളം പദങ്ങളുണ്ട് അല്ലേ? അതാണ് നമുക്ക് അർത്ഥത്തിൽ വന്നിരിക്കുന്നത് അല്ലേ? പകരപദം എഴുതുക എന്നുള്ളതിൽ ആ പദം പരിചയപ്പെടാന്നുള്ള പാഠഭാഗം വന്നിട്ടാണ് വന്നിരിക്കുന്നത്. അത് നേതാജിയുടെ പാഠത്തിലുമുണ്ട്, പെൻസിലിന്റെ പാഠത്തിലുമുണ്ട്, പൂക്കാലം എന്നുള്ള പാഠത്തിലുമുണ്ട്. പിന്നെയുള്ളത് ഉത്തരം കണ്ടെത്താനാണ്. അത് ധാരാളം ഉത്തരങ്ങളുണ്ട് അല്ലേ? പെൻസിൽ എന്ന പാഠഭാഗത്തിൽ 8 ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. അത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനും അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, 1-2 വാക്കിൽ ഉത്തരം എഴുതാനുമുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് പഠിക്കണം. പിന്നെയുള്ളത് എതിർപദങ്ങൾ കണ്ടെത്തുക. എതിർപദങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ഇതിൽ തന്നിരിക്കുന്നത് അല്ലേ? ഒരു വാചകം പൂർത്തിയാക്കാനാണ് തന്നിരിക്കുന്നത്. വിട്ടുപോയ വാചകം ഈ എതിർപദങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിവരയിട്ട പദങ്ങളുടെ എതിർപദങ്ങൾ കണ്ടെത്തി ചുവടെ കൊടുത്ത വാക്യങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾ വാക്യങ്ങളൊന്നും എഴുതണ്ട, ആ പദങ്ങൾക്ക് നേരെ അതിന്റെ എതിർപദം മാത്രം എഴുതിയാൽ മതി അല്ലേ? ടീച്ചർ എഴുതിയില്ലേ? മെലിഞ്ഞ, മുമ്പേ. മെലിഞ്ഞാന്ന് വെച്ചാൽ തടിച്ചാന്ന് ഉത്തരം എഴുതുക. മുമ്പേ എന്ന് പറഞ്ഞാല് ശേഷം എഴുതുക അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെയും മാതൃക പോലെ എഴുതുക. ടീച്ചർ കഴിഞ്ഞ ബോർഡിൽ നോക്കി പറഞ്ഞില്ലേ? അച്ഛനമ്മമാർ, എന്താണ് അച്ഛനും അമ്മയും. അതുപോലെ എന്താണ് കൈകാലുകൾ, കൈയും കാലും. വധുവരന്മാർ, വധുവും വരനും. സഹോദരി സഹോദരന്മാർ, സഹോദരിയും സഹോദരനും. മാതാപിതാക്കൾ, മാതാവും പിതാവും അല്ലെ? പിന്നെ ധാരാളം നിങ്ങൾക്ക് കാണാം അല്ലെ? 5-6 പദങ്ങൾ അതുപോലെയുണ്ട്. ഇതിൽ ഞാൻ 2 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ശരിയായ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വേറെ ആയിരിക്കും വരിക. അത് അതുപോലെ തന്നെ മുഴുവൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. പിന്നെയുള്ളത് പൂക്കാലം എന്നുള്ള കവിതയിൽ പദം പരിചയപ്പെടാൻ അതിലുമുണ്ട് ധാരാളം പദങ്ങളിലെ. അത് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും 1 വേർഡ് ക്വസ്റ്റ്യനും അല്ലാത്തതൊക്കെ അതിൽ നിന്നും വരും. പിന്നെ ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുക പച്ച പ്ലസ് പുല്ല്, പച്ചപ്പുല്ല്. നീല പ്ലസ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. കണ്ണാന്തളി പ്ലസ് പൂക്കൾ, കണ്ണാന്തളി പൂക്കൾ. പാറി പ്ലസ് പറന്നു, പാറിപ്പറന്നു. അങ്ങനെ കുറച്ച് പദങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും പദങ്ങൾ നിങ്ങൾക്ക് വരും. മാതൃകയാണ് ബോർഡിൽ തന്നിരിക്കുന്നത്. പിന്നെ നേതാജി എന്ന പാഠഭാഗത്തിൽ കാര്യമായിട്ടുള്ളത് പദം പരിചയപ്പെടാൻ അതിലുമുണ്ട്. ആ പദങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഉത്തരം കണ്ടെത്തുക. പിന്നെയുള്ളത് ചേരുംപടി ചേർക്കാനാണ്. അത് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെയുള്ള പിന്നെയും ധാരാളം പദങ്ങൾ ചേരുംപടി ചേർക്കാനുണ്ട് അല്ലേ? അത് എല്ലാം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാൻ എഴുതിയുള്ളൂ. ഈ ഞാൻ തന്നിരിക്കുന്ന മാത്രം നിങ്ങൾ പഠിക്കരുത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, തന്നിരിക്കുന്നത് പഠിക്കാനല്ല ഈ ബോർഡിൽ തന്നത്. നിങ്ങൾക്കൊരു മാതൃക മാത്രമാണ്. എങ്ങനെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതിനുള്ള ഒരു മാതൃക മാത്രമാണ് ടീച്ചർ ബോർഡിൽ എഴുതിയത്. ബാക്കിയൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്ദി. Welcome 4th standard children. I finished with the lessons, isn't it? First term lessons I finished. The last lesson I have taken is the tiger gets a fright. So 5 parts were there for that lesson, and I have sent the exercise also. Now this I am taking as a revision for you all children, as a revision. Now you all children will be thinking what type of exam. Last time you all had objective type of questions. Now this time we are not going to give like that kind of questions. We are going to ask short question answers also. Understand? So I'll tell you what all questions will be asked for the exam. Now first thing, there are meanings. Now both the lessons are having meanings, isn't it? Both some apples. So 2 lessons you are having. Some apples please, and the tiger gets a fright. 2 lessons for the exam. I hope all have read the lesson. Now because there is no class, there is no reading test. So children, read at home. Did you hear? Read at home. If you are not able to pronounce anything, send Shobha Miss personally that Shobha Miss, how will we pronounce for this word? I'll help you. Did you hear? So there are meanings. The apple pie. Few important meanings I'll tell you. Exchange. That is one important meaning. Giving one thing and receiving another in return. Then quarreling, that is arguing angrily. Then, so these are the important ones I am reading, so you all listen carefully. Then for the next lesson, so there I have read 2 meanings. Then here, prowling the forest, that is moving quietly in the forest, only looking for prey. Then padded, walked silently. Then haunches, upper portion of legs and hips. Then persimmon also. Persimmon, what is persimmon? Orange colored fruit.
only that much. Then here, this side, street, that is ran very fast. So these are the important words, meanings, that from this I'll ask 1 or 2 words for the examination. So you all study well. Then next is what I'm going to explain to you all is here is the one box here that what she exchanged it for and whom she exchanged it for. So what, for, and whom. So 3 there are. So feathers. For what did she exchange? For 2 loaves of bread. To whom did she exchange? Those the cup, from the couple. So this box you all have to study well. So from here 1 or 2 I will be asking from this. Then correct answers and all you all know, isn't it? 1 word answers and all. Here there are 1 word answers. The old woman did not have apples. All that you all will be reading. From that 2 or 3 I will be asking. What were the man and the woman in the farmhouse quarreling about? How to stuff her pillow. Then what did the old woman wish to eat for dinner? Apple pie. So all these are 1 word. Then which are the important thing I am going to ask? They fill in with a more suitable option. Here also, this also you all go through well, children. Then this I am not going to ask. Black and white, that I am not going to ask. Then this sometimes I will ask. TH, adding TH and forming a word. Then next we will come to grammar. Grammar, that is pronouns and articles. So you all should know pronouns and articles. Now pronouns used in place of noun, he, she, you, we, I, us and all that. So that you all should know well. Now in that grammar page that they are explaining about pronouns and articles. Now we will come to the next here. Complete the following. Complete the following. This is very important, children. The tiger was wandering in the forest, dash dash. He was looking for food. The tiger wandered into the village, and I'll give you dash dash. As he found no prey in the forest, the tiger was surprised when grandmother mentioned his name. So all this dash I'll put. Then true or false I'm not asking. Then we'll come to this fill in the blanks. Fill in the blanks you all should know properly. Fill in the blanks to complete the summary of the story. So this fill in the blanks you all read properly so that you can answer well for the examination. And here also 1 word answers are coming. This also you have to study well. Then here answer with reference to the context. So I better leave before this dreadful thing catches me. Who thought these words? What is a dreadful thing that is referred to? Why was it thought to be dreadful? That's very important, you all study that. Then match the following also. So here you saw match the following. Then think and answer, that's also very easy. They have given you a choice that you all study, children. And then this are all not important, children. Then we'll come to this grammar part. A, use of articles a and the. So and then we'll come to this page here. So page 52. 52 to 55 is very important. So all this you all go through this. All this. So use of pronouns, then use of articles. So a and all this you have to go through, children. And one thing you all have to understand, in these 2 lessons there are no question answers. So all these exercise you all thorough properly. All this I will ask a or an. Then so 8 tentacles, that also you all go through and keep. 1 or 2 sentences I may ask from this also. Then this is the last one. So rewrite these sentences by adding the, where you have to use the and rewrite the sentence. That's what. This I am not going to ask, children. The last on page 56 I am not asked. Up to page 55 you all revise properly. Okay, children, all the best. All the best. Answer well. Thank you, children. നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കവിതയോ കഥയോ ഒന്നുമല്ല, പിന്നെ എന്താണ്, നമുക്ക് മിഡ് ടേം എക്സാം വരികയാണ് അല്ലേ, അതിൻ്റെ ഒരു റിവിഷനാണ്
അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എക്സാം ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ, പരീക്ഷ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നിങ്ങൾ കഴിഞ്ഞ എക്സാം എങ്ങനെയായിരുന്നു എഴുതിയത്? ഫോണിലായിരുന്നു അല്ലേ, ഗൂഗിൾ ഫോം വഴിയായിരുന്നു നിങ്ങൾ എക്സാം എഴുതിയത്. പക്ഷേ എന്താണ് ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമ്മൾ ആദ്യം എഴുതിയതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും പരീക്ഷാ പേപ്പറിൽ തന്നെ എഴുതുക, നോട്ട്ബുക്കിലൊന്നുമല്ല, പേപ്പറിൽ എഴുതുക. ആ ഒരു നമ്മൾ സ്കൂളിൽ നിന്ന് എങ്ങനെയാണോ എക്സാം എഴുതിയിരുന്നത് ആ ഒരു മോഡലിൽ തന്നെയാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരും. എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് ഒറ്റ വാക്കിലുള്ള അല്ലേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നത്. പക്ഷേ ഈ എക്സാമിന് അങ്ങനെയല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും പിന്നെ എല്ലാം വരും, ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ ഭാഗങ്ങളും വരും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് വരിക ഒന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഒന്ന് നോക്കാം അല്ലേ. എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവില്ലേ എങ്ങനെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ എല്ലാവരും മറന്നു കാണും അല്ലേ. നമുക്ക് എന്താണ് നമുക്കൊന്നുകൂടി അതൊക്കെ ഒന്ന് ഓർമ്മിക്കാം അല്ലേ. ഏതൊക്കെ പാഠമായിരുന്നു നമുക്ക് മിഡ് ടേമിന് ഉണ്ടായിരുന്നത്? എല്ലാവർക്കും പോർഷൻസ് കിട്ടിയില്ലേ? ഏതൊക്കെ പാഠമായിരുന്നു വന്നിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ എക്സാമിന് 3 പാഠങ്ങൾ കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് നമുക്ക് 4ാമത്തെ പാഠമായ കർണൻ, പിന്നെയോ പാണ്ഡൻ നായ, പിന്നെ പരിശുദ്ധിയുടെ നിലാവിൽ എന്നീ 3 പാഠങ്ങളാണ് നമുക്ക് ഈ മിഡ് ടേമിനുള്ളത് അല്ലേ. അപ്പോൾ ആ 3 പാഠങ്ങൾ എല്ലാവരും നോട്ട്സൊക്കെ കംപ്ലീറ്റ് അല്ലേ? എല്ലാവരും ടെക്സ്റ്റും നോട്ട്സും ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് അത് നമുക്ക് നന്നായിട്ട് ഇനി പഠിക്കുക മാത്രം ചെയ്താൽ മതി അല്ലേ. നമുക്ക് നമ്മുടെ പരീക്ഷ നമുക്ക് വളരെ അടുത്തെത്തിയില്ലേ. ഇനി ആകെ ഒരു ശനിയും ഞായറും കൊണ്ട് നിങ്ങൾ പണ്ട് പഠിച്ചതായിരിക്കും, നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചതല്ലേ. അതൊന്നുകൂടി ഒന്ന് എഴുതിയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി ഞങ്ങൾ ടീച്ചർമാർക്ക് നിങ്ങളുടെ പേപ്പർ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതിയതെന്ന് അല്ലേ. അപ്പോൾ എന്താണ് ടീച്ചർ ഈ 3 പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു റിവിഷൻ, ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആ ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യനൊന്നും അല്ലട്ടോ വരിക, അത് ഒരു മോഡൽ മാത്രമാണ്, ഒരു മാതൃക മാത്രമാണ്. ആ മാതൃക ചോദ്യങ്ങൾ പോലെയുള്ള ഒരു ചോദ്യമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുക. അപ്പോൾ അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആരും അന്താളിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എന്താണ് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ടീച്ചർ തന്നിരിക്കുന്ന ആ ചോദ്യങ്ങൾ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ എന്താണ് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന്. നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് ബ്ലാക്ക് ബോർഡിലേക്ക് നോക്കിക്കോ. ടീച്ചർ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരിക പകരപദം എഴുതാനാണ് അല്ലേ. പകരപദങ്ങൾ, ധാരാളം പകരപദങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 3 പാഠത്തിലുമായിട്ട് ധാരാളം പകരപദങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അതിൽ 4ഓ 5ഓ പകരപദങ്ങളായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ വരിക. ഇപ്പൊ ടീച്ചർ ഒരു മാതൃക മാത്രമാണ് തന്നത്. 1 വേള, 2 അധ, 3 അഭയം അല്ലേ. ഇത്രയും 3 മാത്രം ടീച്ചർ ഒരു എക്സാമ്പിൾ തന്നതാണ്. ഇതല്ല പഠിക്കേണ്ടത്, ഇതും പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പകരപദങ്ങൾ വേറെയും ഉണ്ട് അല്ലേ. ആ പരിശുദ്ധിയുടെ നിലാവിൽ എന്നുള്ള പാഠത്തിൽ ധാരാളം പകരപദങ്ങളുണ്ട്. പാണ്ഡൻ നായ, പിന്നെ ഏതായിരുന്നു കർണൻ എന്നീ പാഠത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുമുണ്ട്. അതും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പകരപദം എന്നുള്ള ഭാഗത്ത് അതിനുള്ള അർത്ഥം എഴുതുക, ഈ തന്നിരിക്കുന്ന പദങ്ങൾക്കുള്ള അർത്ഥം എഴുതുക. പിന്നെ എന്താണ് രണ്ടാമത്തത് വരുന്നത്? പര്യായ പദങ്ങൾ എഴുതാനാണ് അല്ലേ. പരിശുദ്ധിയുടെ നിലാവിലും പാണ്ഡൻ നായിലും ഒക്കെ കർണൻ എന്ന പാഠത്തിലും ഒക്കെ നിങ്ങൾക്ക് പര്യായ പദങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. കർണൻ എന്ന പാഠത്തിലുണ്ടോ എന്ന് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് ആ 3 പാഠത്തിലുമായിട്ട് പര്യായ പദങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? വീട്, ശരീരം, ഇതല്ല വരിക, വേറെയാണ് വരിക. പ്രത്യേകിച്ച് പറയുകയാണ്, ഇനി ഇത് തന്നെ പഠിച്ചു വെക്കരുത് കേട്ടോ ആരും. ഇതല്ല വരിക, ഇത് മാത്രം വരാനല്ല നിങ്ങൾക്ക് എഴുതി തരുന്നത്, ഒരു മാതൃക മാത്രമാണ് കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ പര്യായ പദങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്നത് എതിർപദങ്ങളാണ് അല്ലെ. ഇഷ്ടം, അനുഗ്രഹം. ടീച്ചർ ഇപ്പൊ ഇതേ തന്നിട്ടുള്ളൂ, ഇതല്ല വരിക. ഇനി എന്താണ്? പദങ്ങൾ പിരിച്ചെഴുതാനാണ് അല്ലെ. അതിൽ ധാരാളം പദങ്ങൾ പിരിച്ചെഴുതാൻ തന്നിട്ടുണ്ട്. എന്താണ്? പൂട്ടി, പിന്നെ, പണ്ടിവനൊരു അല്ലെ. പൂട്ടി പ്ലസ് പിന്നെ, പദങ്ങൾ പിരിച്ചെഴുതുമ്പോൾ പ്ലസ് ചേർത്ത് എഴുതാനാണ് പഠിപ്പിച്ചത് അല്ലെ. അപ്പൊ തന്നെ പൂട്ടി പ്ലസ് പിന്നെ എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഇരട്ടിക്കില്ല അല്ലെ. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിൽ നന്നായിട്ട് എഴുതിയിട്ടുമുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് ഒറ്റവാക്ക് എഴുതാനാണ് അല്ലെ. ഒറ്റപ്പദം എഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ഒറ്റപ്പദം എഴുതാൻ ധാരാളമുണ്ട്. സൂര്യൻ എന്ന ദേവൻ, സൂര്യദേവൻ. സ്വർണത്തിന്റെ നിറം, സ്വർണ്ണ നിറം. അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? കവചകുണ്ടലങ്ങൾ, കവചവും കുണ്ടലവും, കവചകുണ്ട. ആ 3 പാഠത്തിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ചോദ്യങ്ങൾ ടീച്ചർ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം, ഏതൊക്കെ ചോദ്യങ്ങളാണ് 3 പാഠത്തിലും വരുന്നത് എന്ന്.
കർണൻ എന്ന പാഠത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിൽ വരുന്നത് ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഒരു ഭാഗമുണ്ട് അല്ലേ, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവാം. കർണന്റെ മാതാപിതാക്കൾ ആരെല്ലാം, പിന്നെയോ എന്തുകൊണ്ടാണ് കർണനെ ആർക്കും വധിക്കാനാവാത്തത്, ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രൻ കർണനോട് ആവശ്യപ്പെട്ടത് എന്ത്, വസുഷേണൻ കർണൻ എന്ന പേരിൽ ത്രിലോക പ്രസിദ്ധനായത് എങ്ങനെ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കണ്ടില്ലേ. അതായിരിക്കും ഒന്നോ രണ്ടോ വാക്കിൽ എഴുതാൻ വരിക. പിന്നെയും ഉണ്ട്, വേറെയും പാഠത്തിലുണ്ട് അല്ലേ. പിന്നെ പാണ്ഡൻ നായ പണ്ട് എന്താണ് ചെയ്തത്, വെള്ളൂ വാവ എന്ന് വിളിച്ചാൽ നായ എങ്ങനെയാണ് വരുന്നത്, അത് പാണ്ഡൻ നായ എന്ന പാഠത്തിൽ 2 ചോദ്യമേ ഉള്ളൂ. പിന്നെ പരിശുദ്ധിയുടെ നിലാവിൽ, അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 3 ചോദ്യങ്ങളാണ് അല്ലേ. റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്, വൃദ്ധയാചകരുടെ മുഖത്ത് നിലാവിന്റെ ശോഭ പരന്നത് എപ്പോൾ, പിന്നെ ഏതാണ് താജുവിന്റെ വാപ്പ യാചകർക്ക് എന്താണ് നൽകിയത്. ആ ചോദ്യങ്ങളിൽ നിന്നും 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ വരും. അപ്പോൾ ഈ 3 പാഠഭാഗത്തിലെയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആ 3-4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം എന്നുള്ള ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിന്റെ അവസാനം ടീച്ചർ എഴുതി തന്നിട്ടുമുണ്ട്, നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുമുണ്ട് അല്ലെ. ആരും ടെക്സ്റ്റ് ബുക്കിലല്ല, നോട്ടിലും എഴുതിയിട്ടുണ്ട്. പല്ലിന്റെ ഏറ്റവും ഉള്ളിൽ അടങ്ങിയത് എന്ത്, പിന്നെ എന്തായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഏത്, പിന്നെ ഏറ്റവും ദൈർഘ്യമുള്ള ഇതിഹാസം ഏത്, പിന്നെ കർണന്റെ മാതാപിതാക്കൾ ആരെല്ലാം, അവിടെയൊക്കെ 1 വേർഡ് വരുന്നുണ്ട് അല്ലേ. 1 വേർഡ് ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ട്. ആ ഉത്തരം ഒക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് വെള്ളൂ വാവ എന്ന് വിളിച്ചാൽ നായ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ ഒറ്റ വാക്കാണ് അല്ലേ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഒറ്റ വാക്കിൽ എഴുതേണ്ടത്. പിന്നെ 1-2 വാക്കിൽ നിങ്ങൾ ആ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം, വാചകത്തിൽ തന്നെ എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരീക്ഷയുടെ മാതൃക എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. എല്ലാവരും എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ പിന്നെ എക്സാം എഴുതി അതേ മാതൃക തന്നെയാണ്. പക്ഷെ നമുക്കൊരു നീണ്ട ഇടവേള വന്നതുകൊണ്ട് എല്ലാവരും മറന്നു കാണും അല്ലേ. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാം അങ്ങനെയും കൂടി എഴുതിയോണ്ട് എല്ലാവർക്കും എന്താണ് കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് അല്ലേ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് എക്സാം വരിക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ 3 പാഠഭാഗവും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ടീച്ചറിൻ്റെ ഓൾ ദ ബെസ്റ്റ്. നന്ദി. നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നില്ല. പിന്നെ എന്താണ്, നമുക്കിന്നൊരു റിവിഷനാണ് അല്ലേ. നമുക്ക് മിഡ് ടേം എക്സാം വരികയാണ്, അതിൻ്റെ ഒരു റിവിഷൻ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഏതൊക്കെ പാഠമാണ് മിഡ് ടേം എക്സാമിന് വരുന്നത്, നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലാണ് അല്ലേ. എല്ലാവർക്കും അറിയാമായിരിക്കും. ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, ഏതൊക്കെ ലെസൺസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പോർഷൻസ് കിട്ടിയില്ലേ. ഏതൊക്കെ ലെസണാണ്, ഒരു ചെടി നടുമ്പോൾ പാഠം 4, ഒരു ചെടി നടുമ്പോൾ പാഠം 5, മലയാളം പാഠം 6, രാവുണ്ണി. എല്ലാവരും പാഠഭാഗത്തിൻ്റെ നോട്ട്സൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതല്ലേ, എല്ലാവരും എഴുതി കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിന് വരുന്നത് അല്ലേ. കഴിഞ്ഞ എക്സാം പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല. എന്താണ്, ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു മാതൃക ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ആദ്യം തന്നെ പകരപദം എഴുതാനാണ് അല്ലേ. 3 പാഠത്തിലുമായിട്ട് ധാരാളം പകരപദങ്ങളുണ്ട്. അതിൽ സെലക്ട് ചെയ്ത ഏതെങ്കിലും കുറച്ച് പകരപദങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഇത് ഒരു മോഡൽ മാത്രമാണ്, മാതൃക മാത്രമാണ്. ഈ ചോദ്യങ്ങളല്ല വരിക, ഇതുപോലെയുള്ള മറ്റു ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ പകരപദങ്ങളും പഠിച്ചിരിക്കണം അല്ലേ. എല്ലാവരും പഠിച്ചതായിരിക്കാം, അതിലേതെങ്കിലും ആയിരിക്കാം വരിക അല്ലേ. പകരപദം സഹജം, ഗുരു, അപരൻ. അതുപോലെ അടുത്ത ഭാഗം വരുന്നത് പര്യായ പദങ്ങൾ എഴുതാനാണ് അല്ലേ. ഭൂമി, സ്വർഗം, അതുപോലെയുള്ള വീട്, നാഗം അല്ലെ. ധാരാളം പര്യായ പദങ്ങൾ പഠിക്കാനുണ്ട്. ഏതെങ്കിലും പര്യായ പദങ്ങളായിരിക്കാം വരിക. എല്ലാ പര്യായ പദങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്തത് എതിർപദം എഴുതാനാണ് അല്ലെ. വിശ്വാസം, കയറി, വിശ്വാസം, കയറി, ഇതുപോലെയുള്ള വേറെ എതിർപദങ്ങൾ വരും. ഇതെന്താണ്, ഒരു മാതൃകയാണ്. അടുത്തെന്താണ്, പദങ്ങൾ പിരിച്ചെഴുതുക അല്ലെ. എല്ലാ പാഠത്തിലും പദങ്ങൾ പിരിച്ചെഴുതാനുണ്ട്. ആ പിരിച്ചെഴുതാനുള്ള ഇത് ജാള്യതയായി പറഞ്ഞിരിക്കാൻ, ഇതുപോലെ 2-3 പദങ്ങൾ പിരിച്ചെഴുതാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. പിന്നെ വിഗ്രഹിക്കുക,
കായലല രചനാരീതി വിഗ്രഹിക്കുക. നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ടുണ്ട് അല്ലേ, നോട്ട്സ് തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതൊന്നും ആരും തെറ്റിക്കരുത്, എല്ലാവരും നന്നായിട്ട് തന്നെ ശരിയായ ഉത്തരം തന്നെ എഴുതണം. അതിനാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പ്രയോഗിക്കുക, മുന്നറിയിപ്പ് പരീക്ഷിക്കുക. ടീച്ചർ എന്നും പറയുന്ന പോലെ വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാം അല്ലെ. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ടീച്ചർ തന്നിരിക്കുന്ന ആ വാക്യത്തിൽ പ്രയോഗിക്കാൻ ഒരു തന്നിട്ടുണ്ട് അല്ലെ നോട്ട്ബുക്കിൽ, അത് തന്നെ എഴുതണമെന്നില്ല. ഇതുമായി ഈ ഒരു ഇത് വരുന്ന ഏത് വാക്യവും നിങ്ങൾക്ക് തയ്യാറാക്കാം. പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതുണ്ട് അല്ലേ. അടുത്ത ചോദ്യം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ആ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്നതിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം എന്നുള്ള എല്ലാ പാഠഭാഗത്തിലും ഉണ്ട് അല്ലേ, ഓർത്തിരിക്കാം. അതിൽ ഒറ്റവാക്കിലുള്ള ഉത്തരമാണുള്ളത്. അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതെന്തായാലും വരും, അത് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളിൽ തന്നെ ഒറ്റവാക്ക് ഉണ്ടാവുക അല്ലെ, അതും പഠിക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരാം. പിന്നെ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതുക. ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്, അതിലെന്താണ് ഒറ്റവാക്കല്ല ഇനി എഴുതാനുള്ളത്, ഒന്നോ രണ്ടോ വാക്കിലെ രണ്ടോ മൂന്നോ വാക്കിലൊക്കെ എഴുതാനുണ്ടാവാം. അതാണ് അടുത്ത ഭാഗത്തിൽ എഴുതേണ്ടത്. ഇതാണ് ചോദ്യപേപ്പറിന്റെ മാതൃക. ഇനി എല്ലാവരും ഈ ഒരു മാതൃകയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നത്. അപ്പൊ എന്താണ്, എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് വൺ വേർഡ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആരും പഠിക്കാതിരിക്കരുത്. മലയാളമാണ്, എല്ലാവരും എഴുതി തന്നെ പഠിക്കുക. ഞങ്ങൾ തന്നെ നിങ്ങളെ പേപ്പർ നോക്കും കേട്ടോ. നിങ്ങൾ അവിടുന്ന് എന്താണ് ഫോണിൽ കൂടി ഒന്നും ടിക്കറ്റ് അല്ല, ഞങ്ങൾ തന്നെ നോക്കുന്ന പേപ്പറാണ്. അക്ഷരത്തെറ്റൊന്നും വരരുത്, നന്നായിട്ട് എഴുതി പഠിക്കുക തന്നെ ചെയ്യണം. ഈ ഒരു 3 പാഠം എന്താണ്, ഒരു ചെടി നടുമ്പോൾ, പിന്നെ മലയാളം, രാവുണ്ണി അല്ലെ. ഒരു ചെടി നടുമ്പോൾ എന്നുള്ളതിൽ ധാരാളം പഠന പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. പദപരിചയം പഠിക്കാനുണ്ട്, സമാനാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ പര്യായ പദങ്ങൾ അതുണ്ട്. പിന്നെ ഏതാണ്, നാനാർത്ഥം എഴുതുക, വിപരീത പദങ്ങൾ എഴുതുക, വിഗ്രഹിക്കുക, വാക്യത്തിൽ പ്രയോഗിക്കുക, പദം പിരിച്ചെഴുതുക, പിന്നെ ഉത്തരം കണ്ടെത്തി എഴുതുക, അതും എഴുതുക. പിന്നെ എന്താണ്, ഓർത്തിരിക്കാം, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ്. പിന്നെ മലയാളം എന്നുള്ള പാഠഭാഗം 5-ലെ മലയാളം എന്നുള്ളതിലും ധാരാളം എന്താണ് പഠന പ്രവർത്തനങ്ങളുണ്ട്. പദപരിചയം, പര്യായ പദങ്ങൾ, പദങ്ങൾ വേർതിരിച്ചെഴുതുക, ഉത്തരം കണ്ടെത്തുക, വിഗ്രഹിക്കുക. പിന്നെ പാഠം 6 രാവുണ്ണി അല്ലെ. രാവുണ്ണി എന്ന പാഠഭാഗത്തിൽ പദപരിചയമുണ്ട്, സമാനാർത്ഥം, വിപരീത പദം, വിഗ്രഹിക്കുക, പദം പിരിച്ചെഴുതുക, വാക്യത്തിൽ പ്രയോഗിക്കുക, ഉത്തരം കണ്ടെത്തുക, ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ്, 3 പാഠഭാഗത്തിലും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ അല്ലേ. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല വരിക, ഇതൊരു മാതൃകാ ചോദ്യങ്ങൾ മാത്രമാണ്. ഇതുപോലെ ഒരു മാതൃകയിലായിരിക്കാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ഈ 3 പാഠത്തിലെയുമുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും എഴുതി പഠിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം നന്നായിട്ട് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ശനിയും ഞായറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. എല്ലാവരും നല്ല മാർക്കോട് കൂടി വിജയിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്ദി. Welcome 3rd standard students. This is your revision class. All of you look at the board. So first one is choose the correct answer. So in that I write only 2 questions here. So I give 5 marks for that. You look at the questions. Lions and tigers have. You have to select one answer from this and write here. Okay. Next one. This bird has a strong and chisel-shaped beak. So here peacock, woodpecker and parakeet. So you have to select the correct answer from this and write here. Okay. So next section is filling the blanks. So for filling the blanks, 5 marks. Okay, 5 marks for filling the blanks. So first only I write 2 questions here. Okay, eagle, vulture and owls are called the birds of dash. So birds of dash, here you have to write the correct answer, birds of dash. Okay. Next one, 4th question. Animals that gives us milk should be fed on dash. Okay, animals that gives us milk should be fed on dash. So you have to write the correct answer here. Okay, next one, match the column. Match the column, you get 4 marks. Okay, so here one side butterfly, cat and dogs, cow and talons, and next side chewing the cud
eagle suck nectar from flowers, lap milk with their tongue. Okay. So you have to select the correct answer from this and write here. Write up. Don't draw lines and all. Okay. Instead of that, you have to select the correct answer and write straight. Okay. Next one, write true or false. Okay. 3 marks for that. So first question is, squirrels and rabbits have gnawing teeth. Okay. Birds use their beak only to eat their food. You have to read these sentence okay carefully. Okay, ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. മെയിൻലി ട്രൂ ഓർ ഫോൾസിലാണ് അങ്ങനെ വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിച്ചിട്ട് മാത്രം നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ മിസ് ഒന്ന് പറഞ്ഞുതരാം. ബേർഡ്സ് യൂസ് ദെയർ ബീക്ക് ഓൺലി ടു ഈറ്റ് ദെയർ ഫുഡ്. അപ്പോൾ അതിലിവിടെ ഒരു ഓൺലി വന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബേർഡ്സ് യൂസ് ദെയർ ബീക്ക് ടു ഈറ്റ് ദെയർ ഫുഡ് ആണെങ്കിൽ ട്രൂ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ബേർഡ്സ് യൂസ് ദെയർ ബീക്ക് ഓൺലി ടു ഈറ്റ് ദെയർ ഫുഡ് ആണ് വരുന്നതെങ്കിൽ അത് ഫോൾസ് ആണ്. കാരണം ബേർഡ്സ് ഫുഡ് കഴിക്കാൻ മാത്രമല്ല ബീക്സ് യൂസ് ചെയ്യുന്നത്, അതിന് പല യൂസസും ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ക്ലൈംബിംഗ് ബേർഡ്സ് ക്ലൈംബ് ചെയ്യാനൊക്കെ അതിൻ്റെ ബീക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പാരക്കീറ്റൊക്കെ. അപ്പോൾ അത് ക്ലൈംബിംഗ് ബേർഡ്സിൻ്റെ ഇതിൽ വരുമ്പം ബീക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വീവിങ് ബേർഡ്സ് ബീക്ക് യൂസ് ചെയ്തിട്ടാണ്, അപ്പം അത് പഠിക്കാൻ പോകുന്നുള്ളൂ, അതിൽ ബീക്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ പല യൂസസും ഉണ്ട് ബേർഡ്സിൻ്റെ ബീക്കിനെ കൊണ്ട്. അപ്പോൾ ഇതിൽ ഓൺലി ടു ഈറ്റ് ദെയർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, answer these questions. So 6 marks for that. So how does an earthworm have its food? Okay. So next one, how do the legs of wading bird help them? So like this, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസിലുള്ള 2 ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. നെക്സ്റ്റ് വൺ, തിങ്ക് ആൻഡ് ആൻസർ. Why is a pet dog usually healthier than a stray dog? Okay. So 2 marks for that. So all of you once more look at this. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരിക, ശ്രദ്ധിക്കുക. ഇതിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് അല്ല വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതേ ഫോമാറ്റ് ആണ് വരുന്നതെങ്കിലും നെയിം ദ ഫോളോയിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ചെറിയൊരു മോഡൽ മിസ് ഇതിന് തന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ഇതേപോലെ നോട്ടിൽ റിവിഷൻ എഴുതിയിട്ട് ഇതിൻ്റെ എന്ത് എഴുതുക, കറക്റ്റ് ആൻസേഴ്സ് നോട്ടിലേക്ക് എഴുതുക. ക്ലിയർ? ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫുഡ് ആൻഡ് ഫീഡിങ് ഹാബിറ്റ്സ് ഓഫ് ആനിമൽ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് വൺ ഇസ് പെറ്റ് ഡോഗ്സും സ്ട്രേ ഡോഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ വൈ പെറ്റ് ഡോഗ് ഇസ് ഹെൽത്തിയർ ദാൻ എ സ്ട്രേ ഡോഗ്. അപ്പോൾ മിസ് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി വായിക്കാം. പിന്നെ ആനിമൽ എന്തിനാണ് ഫുഡ് ആവശ്യം അല്ലേ, എനർജിക്ക് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി, അപ്പം ഹെൽത്തി ആയിരിക്കാൻ. പിന്നെ ഫുഡ് ചെയിനെ കുറിച്ച് പറഞ്ഞു, പ്ലാന്റ്സ്, ദെൻ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്, ദെൻ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഏതാ കാറ്റഗറി നമ്മൾ പഠിച്ചു അല്ലേ, ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ഓംനിവോസ് അല്ലേ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഏതൊക്കെയാണ് വിത്ത് എക്സാമ്പിൾ യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫുഡ് ഫോർ ഡൊമസ്റ്റിക് ആനിമൽ. അപ്പോൾ ഡൊമസ്റ്റിക് ആനിമലിൽ എനർജി ഗിവിങ് ഫുഡും മിൽക്ക് പ്രൊഡ്യൂസിങ് ഫുഡ്, യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ഓഫ് ദം. ഓക്കെ, ഇപ്പോൾ എനർജി ഗിവിങ് ഫുഡിൽ നമുക്കറിയാം എന്തൊക്കെ ഫുഡാണ് എനർജി ഗിവിങ്, ഏതൊക്കെ ആനിമൽസാണ് എനർജി അല്ലേ. ഇപ്പം ഓക്സൺ, ഹോസസ്, ക്യാമൽ, ഇതൊക്കെ എന്താണ് ലോഡ് ക്യാരി ചെയ്യുന്നതാണ്. സോ ദേ നീഡ് എനർജി ഗിവിങ് ഫുഡ്. അപ്പം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൗ, ഗോട്ടൊക്കെ എന്താണ്, അവർക്കൊക്കെ എന്താണ് വേണ്ടത്, ഓയിൽ സീഡ് കേക്കും ഗ്രാസും ആണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഫുഡാണ്. അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ഓഫ്. നെക്സ്റ്റ്, എങ്ങനെയാണ് ഫീഡിങ് ആനിമൽസ് ഫീഡ് ചെയ്യുക അല്ലേ. അപ്പം ചിലത് സോളോ ചെയ്യാണ് ഫുള്ള്, അപ്പോൾ അവർക്ക് ടീത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് വായിക്കാം നന്നായിട്ട്. അതൊക്കെ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ ആനിമൽ ദാറ്റ് ടിയർ ആൻഡ് ച്യൂ ഫ്ലാഷ്, ആനിമൽ ദാറ്റ് നോ, ആനിമൽ ദാറ്റ് ഈറ്റ് ഗ്രാസ്
and chew the cud. Okay, you have to study in detail. Okay, so chewing the cud എന്നുള്ള ആ ഭാഗം നന്നായിട്ട് വായിക്കാം. It's important. So animal that lap milk or water. പിന്നെ നിങ്ങൾ ചെക്ക് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഓക്കെ, അത് നന്നായിട്ട് 3 or 4 ടൈംസ് ചെക്ക് പോയിന്റിലുള്ള ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ, മോസ്കിറ്റോ, ലീച്ചസ് ഒക്കെ അതിനെ കുറിച്ചിട്ടാണ്. അതെങ്ങനെയാണ് അവരെങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്. മറ്റേ ബട്ടർഫ്ലൈ സക്ക് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ് എന്ന് എങ്ങനെ നെക്ടർ ഇതാവുന്നു അത് ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. മോസ്കിറ്റോ, ലീച്ചസ് ഒക്കെ ബ്ലഡ് സക്ക് ചെയ്യാണ് ഫോർ അതർ ആനിമൽസ്. അപ്പോൾ എന്താണ് അവരുടെ ഫുഡ് എന്താണെന്ന് പഠിച്ചാൽ മതി. സോ സിന ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ബാക്കിലുള്ള ടിക്ക് ദ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിലുള്ള ഓരോ എക്സസൈസും നന്നായി ചെയ്യുക. മിസ്സ് ഇതൊക്കെ സെൻഡ് ചെയ്തുകൊണ്ട് കുറേ ഈ പോർഷൻസ് മിസ്സ് ഇന്ന് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ടേമിലുള്ള ബേർഡ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. അതിൽ നിങ്ങൾക്ക് എക്സാം വരെ ഉള്ളത് പോർഷൻസ് വെയ്ഡിങ് ബേർഡ്സ് വരെയാണ്. എക്സാം പോർഷൻ. അതും അതിൻ്റെ താഴെയുള്ള ചെക്ക് പോയിന്റും. അപ്പോൾ ചെക്ക് പോയിന്റിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായി എഴുതി പഠിക്കണം. പിന്നെ മിസ്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിലുള്ള ആ എഴുത്ത പോർഷൻസ് വരെ ഉള്ളതിൻ്റെ ഇത് ഇന്ന് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അതും നിങ്ങൾ എഴുതി പഠിക്കാം കേട്ടോ. ഓക്കെ, അതിൽ തന്നെ മെയിനായിട്ട് നിങ്ങൾ എല്ലാം ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീക്സിൽ സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹുക്ഡ് ബീക്ക്, ഷോർട്ട്, ഹാർഡ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്, ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 or 2 എക്സാമ്പിൾ പഠിക്കാം. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നതിലും ഫസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. സ്ട്രോങ് ആൻഡ് കേർഡ് ബീക്ക്. അപ്പോൾ നമുക്കറിയാം പാരക്കീറ്റ്. അപ്പോൾ പാരക്കീറ്റ് എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ സുഖമായിരിക്കും അല്ലേ. സ്ട്രോങ് ആൻഡ് ചിസൽ ഷേപ്ഡ് ബീക്ക് നമുക്കറിയാം. വുഡ് പെക്കർ എന്ന് പഠിച്ചു വെച്ചാൽ നമുക്കറിയാം അതെങ്ങനെയാണ് ട്രീൻ്റെ ബാർക്ക് ടാപ്പ് ചെയ്യാണ്, അതിൻ്റെ അകത്ത് നിന്ന് ഇൻസെക്റ്റ് എടുക്കുകയാണ് എന്നൊക്കെ നമുക്ക് എന്തായാലും ഐഡിയ വരും. അതുപോലെ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക് അതൊക്കെ ഡക്കിൻ്റെ ആണെന്ന് നമുക്ക് വേഗം കിട്ടും. ഓക്കെ, പഠിച്ചാൽ ആ ഡക്കുമായിട്ട് കണക്ട് ചെയ്ത് ഡക്ക് ഒരു എക്സാമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേഗം കിട്ടും. ഇനി നെക്സ്റ്റ് ഫീറ്റ് ആൻഡ് ക്ലോസ് ആണ്. ബേർഡ്സ് യൂസ് ദെയർ ക്ലോസ് ടു ക്യാച്ച് ആൻഡ് ഈറ്റ് ഫുഡ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഫീറ്റും ക്ലോസും യൂസ് ചെയ്യുന്നത് പഠിക്കാം. ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ ടാലൻസ് ആണ്. സ്ട്രോങ്, ഷാർപ്പ്, കേർഡ് ആണ് അവരെ ക്ലോസ്. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയെന്നൊക്കെ ജസ്റ്റ് വായിക്കുക, നന്നായിട്ട് വായിക്കുക. പേർച്ചിങ് ബേർഡ്സ്, സ്ക്രാച്ചിങ് ബേർഡ്, ക്ലൈംബിങ് ബേർഡ്സ്, സ്വിമ്മിങ് ബേർഡ്സ് ആൻഡ് വെയ്ഡിങ് ബേർഡ്സ്, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അതുകൂടാതെ അവരെ ടോസ് എങ്ങനെയാണ് അവരുടെ ടോസ് എന്ന് നന്നായിട്ട് പഠിക്കണം. 3 toes in front and 1 at back ആണ് പേർച്ചിങ് ബേർഡ്. സ്ക്രാച്ചിങ് ബേർഡിൻ്റെ കേസിലും 3 toes in front ഉം 1 at back ആണ്. ക്ലൈംബിംഗ് ബേർഡ്സിന് 2 toes പോയിൻറ്റിങ് അപ്വേർഡും 2 toes പോയിൻറ്റിങ് ഡൗൺവേർഡ്സ് ആണ്. മറ്റേ സ്വിമ്മിംഗ് ബേർഡ്സിൽ വരുന്നത് 3 toes in front ഉം 1 at back ആണ്. അതെന്തുമാണ്? കണക്റ്റഡ് ആണ് അല്ലേ. കണക്റ്റഡ് ബൈ സ്കിൻ, ദാറ്റ് ഇസ് കോൾഡ് വെബ്. അത് നന്നായി പഠിക്കണം. വെയ്ഡിങ് ബേർഡ്സിൽ ലോങ് ലെഗ്സ് വിത്ത് സ്പ്രെഡ് ഔട്ട് ടോസ് ആണ്. അപ്പം അത് നമ്മൾ ചാപ്റ്ററൊക്കെ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ എൻ്റെ ബാക്കിലുള്ള എക്സസൈസൊക്കെ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, എഴുതി തന്നെ അത് പഠിക്കുക. അപ്പം നിങ്ങളെ മെമ്മറിയിൽ നല്ലോണം നിൽക്കും. അപ്പം ഇതിൽ മിസ്സ് ഇതേപോലെയാണ് മോഡൽ കൊടുക്കുക. വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വേറെ ടെക്സ്റ്റിന്ന് വേണമെങ്കിൽ ചേർക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നും വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ, എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. വെറും നോട്ട്ബുക്ക് മാത്രം വായിച്ചിട്ട് നിങ്ങൾ എക്സാം ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. അതുകൂടാതെ നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ആൻസർ ഷീറ്റിലാണ് നിങ്ങൾ എഴുതുന്നത്. ആൻസർ ഷീറ്റ് മേടിച്ച് അതിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഇത് ബൈ ഹാർട്ട് പഠിച്ചത് തന്ന മിസ്സും ടീച്ചേഴ്സും എല്ലാവരും തന്നത് ബൈ ഹാർട്ട് പഠിച്ച് അത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തൂല, ഒരു കാര്യമില്ല. അത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ അതിലും നല്ലത് എന്താ, നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിക്കുക. ടെക്സ്റ്റ് ഒരു 5 പ്രാവശ്യം വായിച്ച് കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ ആൻസർ വായിച്ച് പഠിക്കുക, എന്നിട്ട് എഴുതി പഠിക്കാം. എഴുതി പഠിച്ചാലേ നിങ്ങൾക്ക് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, താങ്ക് യു. Welcome 4th standard students. This is your revision class. So all of you look at the board. So first one is choose the correct answer.
So you will get 5 marks for that. Okay. So I only write 2 questions here. All of you go through these questions. Which of the following is larva of a butterfly? So you have to select correct answer from this. Okay. So next question is they take care of their grandchildren too. So options are monkey, human beings and elephant. You have to choose the correct answer from these options. So like this you get 5 questions. Okay. Next section is fill in the blanks. Okay. Larva of housefly looks dash from the parent. Okay. You have to choose the write the correct one here. So next one is dash have sharp biting and strong grinding teeth. Dash have sharp biting and strong grinding teeth. So filling the blanks 5 marks ആണ് തരുന്നത്. Next one is match the column. അപ്പോൾ അതിൽ സൈഡിൽ നോക്കുക നിങ്ങൾ സ്നെയിൽ ഉണ്ട്, പോളാർ ബിയർ ഉണ്ട്, കാറ്റർപില്ലർ ഉണ്ട്, ബേർഡ് ഉണ്ട്. നെക്സ്റ്റ് സൈഡിൽ ബട്ടർഫ്ലൈ റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്, കോൾഡ് ഏരിയാസ്, അക്വാട്ടിക് ആനിമൽസ്. സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ യു ഹാവ് ടു സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ഹിയർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് നേരെ തന്നെ എഴുതുക, ലൈൻ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ അതിന് 3 മാർക്സ് ആണ്. അപ്പം ഇതിൻ്റെ മാർക്ക് ചിലപ്പോൾ വേരി ചെയ്യാം, ചിലപ്പോൾ നെയിം ദ ഫോളോയിങ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഓൾ ദ ആനിമൽ റീപ്രൊഡ്യൂസ് ഇൻ ദ സെയിം വേ. സോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാം. ട്രൂ ആണെങ്കിൽ ടി എഴുതാം, ഫോൾസ് ആണെങ്കിൽ എഫ് എഴുതാം. ദ ബേബി ഇൻസെക്ട് കം ഔട്ട് ഓഫ് എഗ് ഈസ് കോൾഡ് നിഫ്. ഓക്കെ. ഇതൊക്കെ ഒരു മോഡലാണ്. അപ്പോൾ ഇതുപോലെ ഏകദേശം ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ 1 word. 1 wordൽ നിങ്ങൾക്ക് എഴുതാനാണ്. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരാം. ഹൗ ഡു ബേർഡ്സ് റീപ്രൊഡ്യൂസ്. അപ്പോൾ നിങ്ങൾ ഒറ്റ വേർഡ് എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ ആൻസർ ദീസ് ക്വസ്റ്റ്യൻ ഇൻ 2 or 3 സെൻറ്റൻസ്. അപ്പോൾ അത് കുറച്ച് നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ നോട്ടിലൊക്കെ തന്ന അതുപോലെ തന്നെ എഴുതണം. വൈ ഡു മോസ്റ്റ് ഹെർബിവോർസ് ഹാവ് ലോങ് ആൻഡ് സ്ട്രോങ് ലെഗ്സ്. അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് തിങ്ക് ആൻഡ് ആൻസർ for 2 marks. A frog can live on land but its baby cannot. അത് തിങ്ക് ആൻഡ് ആൻസർ അല്ല, നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റിൽ നോട്ടിൽ തന്ന ആൻസേഴ്സ് അതുപോലെ തന്നെ എഴുതുക. ക്ലിയർ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ നീറ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് അതുപോലെ ആൻസർ കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ. ഇനി എല്ലാവരും ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 145 അതാണ് നമ്മുടെ 3rd ചാപ്റ്ററാണ്. 3rd ഉം 4th ആണ് ചാപ്റ്റർ നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ അതിൽ 3rd ചാപ്റ്ററിൽ നമുക്കറിയാം മാമൽസിനെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിന് ഫീച്ചേഴ്സ് അല്ലേ, മാമൽസിന് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ. അപ്പം അവർ മോസ്റ്റ് ഡെവലപ്ഡ് ആണ് ബാക്കിയുള്ളതിൽ നിന്നും. അതിലുള്ള ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരു മാമൽ നമുക്കറിയാം, അത് ബാറ്റാണ്. പിന്നെ അവർക്ക് എന്താണ് ഹെയറി ബോഡീസ് ആയിരിക്കും. അങ്ങനെ അവർ സെൻസ് ഓർഗൻസ് ഹൈലി ഡെവലപ്ഡ് ആണ് അവർ. ഇപ്പോൾ മോസ്റ്റ് ഡെവലപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. ഇനി കെയർ ഓഫ് ദ യങ്, അതാണ് ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് മാമൽസ് അവരുടെ ബേബീസിനെ കെയർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എങ്ങനെ ഷീ ഫീഡ് ദ ബേബീസ്, ക്ലീൻ ദം ആൻഡ് കീപ് ദം വാം. അത് പോയിന്റ് ആയിട്ട് മിസ് എഴുതി തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഷീ പ്രൊട്ടക്ട് ദം ഫ്രം എനിമീസ്. സോ മദർ ടീച്ചേഴ്സ് ദം ടു ഫൈൻഡ് ഫുഡ് ആൻഡ് ലിവ് ഓൺ ദെയർ ഓൺ. അത് നല്ലോണം എഴുതി പഠിക്കാം. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സം ആനിമൽ ലേ എഗ്സ്. അപ്പോൾ നമ്മൾ പിന്നെ പഠിച്ചത് ബേർഡ്സും പിന്നെ ഫിഷസിന് അതിൻ്റെ എഗ് ലേയിങ് ആനിമൽസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എഗ്ഗിൻ്റെ സ്ട്രക്ചറാണ്. എഗ്ഗിൻ്റെ സ്ട്രക്ചർ എഗ് ഷെല്ലുണ്ട്, യോക്ക് ഉണ്ട്, ആൽബുമൻ ഉണ്ട് അല്ലേ. അപ്പോൾ യോക്ക് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്, എഗ് ഷെല്ലുണ്ട്, ആൽബുമൻ ഉണ്ട്. അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിക്കാം. പിന്നെ അതിലൊരു ചെക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് 3 or 4 ടൈംസ് എഴുതി പഠിക്കുക. ഡാഷ് ആർ ദ മോസ്റ്റ് ഡെവലപ്ഡ് എമംഗ് ഓൾ ആനിമൽ. അപ്പോൾ നമുക്കറിയാം മാമൽസ് ആണ് മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. പിന്നെ എഗ് ഓഫ് ബേർഡ് കണ്ടെയ്നിങ് ഗ്രോയിങ് ബേബി ഈസ് കോൾഡ്, നമുക്കറിയാം അത് എംബ്രിയോ ആണ്. ദ യെല്ലോ പാർട്ട് ഇൻ എഗ് ഈസ് നോൺ ആസ് യോക്ക്. അപ്പോൾ ആ 3 നന്നായി എഴുതി പഠിക്കുക. പിന്നെ നിങ്ങൾ ചെക്ക് പോയിന്റ് അതിൻ്റെ ബാക്കിലുള്ള എല്ലാ എക്സസൈസും ആണ് മെയിനായിട്ട് ആദ്യം നോക്കേണ്ടത്. അതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എഴുതി പഠിക്കാൻ പോകാം. ഓക്കെ. അതർ എഗ് ലേയിങ് ആനിമൽസ്, അതിൽ നമുക്കറിയാം ഫിഷ്, പിന്നെ നമ്മളറിയാം ഇൻസെക്ട്സ്.
അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രോഗിൻ്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക, എഗ്, ടാഡ്പോൾ, യങ് ഫ്രോഗ്. അപ്പം നെക്സ്റ്റ് വണ് കോക്രോച്ചിൻ്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്താണ് എഗ്, നിംഫ്, അഡൽട്ട്. അതിൽ തന്നെ നിംഫ് നമ്മൾ പഠിച്ചു അല്ലേ. നിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേബി ഇൻസെക്ട് വിച്ച് കം ഔട്ട് ഓഫ് ദ എഗ് ഇസ് കോൾഡ് നിംഫ്. അതെന്താണ്, സിമിലർ ടു ദ പാരൻ്റ് ആണ്, പാരൻറ്റിനെ റിസംബിൾ ചെയ്യും, സിമിലർ ആണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയാം, നിംഫ് എന്ന് പറയാം. സോ അത് ആഫ്റ്റർ മൗൾട്ടിങ് എന്ന് പറഞ്ഞ ഒരു വേർഡ് നിങ്ങൾ പഠിക്കണം. മെനി ടൈംസ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു അഡൽട്ട്, അഡൽട്ടിലേക്ക് ആവാൻ മൗൾട്ട് ചെയ്യണം, ആ മൗൾട്ടിങ് പഠിക്കാം. പിന്നെ നമ്മൾ ലാർവ സ്റ്റേജസ് പറഞ്ഞു, ബട്ടർഫ്ലൈൻ്റെയും അതുപോലെ ഹൗസ് ഫ്ലൈൻ്റെ കേസിൽ ലാർവ സ്റ്റേജ്, ബട്ടർഫ്ലൈൻ്റെ എന്താണ് കാറ്റർപില്ലറാണ്, ഹൗസ് ഫ്ലൈൻ്റെ മാഗോട്ടാണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഇതിലെ ബാക്കിലുള്ള എക്സസൈസ് മിസ് ഇട്ട് തരും, അത് നന്നായിട്ട് എഴുതി പഠിക്കാം കേട്ടോ. ഷോർട്ട് ആൻസർ നിങ്ങൾക്ക് ഉള്ളത് ഒരു 1 വേർഡിൽ നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ ആനിമൽസ് ലിവിങ് ആൻഡ് സർവൈവിങ് ആണ്. അതിൽ നമ്മൾ പഠിച്ചത് ടെറസ്ട്രിയൽ ആനിമലും അക്വാറിക് ആനിമൽ, ദെൻ ആംഫിബിയൻ, ഏരിയൽ ആനിമൽസ് ആൻഡ് ആർബോറിയൽ ആനിമൽസ്. അതാണ് ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പഠിച്ചത്. അതിലുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ടെറസ്ട്രിയൽ ആനിമൽസ് നമുക്കറിയാം, കുറേ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഒന്ന് ഡിയർ പഠിച്ചു, സ്നേക്ക് പഠിച്ചു, പോളാർ ബിയറും ക്യാമലും പഠിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ്, എന്താണ് ഡിഫറൻസ് അതും പഠിച്ചു നമ്മൾ. അപ്പോൾ അത് ഒന്നുകൂടി നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് അതിലുള്ള എക്സാമ്പിൾ വെച്ച് പഠിക്കാം കേട്ടോ. പോളാർ ബിയറിൻ്റെ ഫറും മറ്റേ ക്യാമലിൻ്റെ എന്തുകൊണ്ട് ഡെസേർട്ടിലുള്ള ആ തിക്ക് സ്കിന്നും ലെസ് ഹെയറി ആണ്, അതൊക്കെ പഠിക്കാം. അതുപോലെ അക്വാറിക് ആനിമൽസിൽ ഏതൊക്കെയാണ്, ഫിഷ് ഉണ്ട്, ക്രാബ് ഉണ്ട്. അപ്പോൾ അവരെ ബ്രീതിങ് ഓർഗൻസ് പഠിച്ചു വെക്കുക. ഫിഷിന് ഗിൽസ് ആണ്, ക്രാബിനും ഗിൽസ് ആണ്, ടേർട്ടിലിന് 4 limbs ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമ്പിൾ അടക്കം. ആംഫിബിയൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക, ഫ്രോഗ്, ടോഡ്, സലമാൻഡർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏരിയൽ ആനിമൽസിൻ്റെ ബോഡീൻ്റെ കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ഏരിയൽ ആനിമൽസ് നമുക്കറിയാം ഫ്ലൈ ചെയ്യുന്നതാണ്, ഇൻസെക്റ്റും ബേർഡ്സും വരും. അതിന് ബോഡീൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബോൺസിൻ്റെ വെയിറ്റ് കുറവാണ് അല്ലേ, ലൈറ്റ് വെയ്റ്റഡ് ബോൺസ് ഒക്കെയാണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ആ കാര്യങ്ങൾ. ആർബോറിയൽ ആനിമൽസ് ഓൾവേസ് ട്രീൻ്റെ മുകളിൽ, ഏത് നേരം മരത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാ, മങ്കി, ട്രീ ലിസാർഡ്, ആ പോയിന്റ്സ് പഠിക്കാം. അതിൻ്റെ താഴെ ചെക്ക് പോയിന്റ് നിങ്ങൾ എഴുതി പഠിക്കാം. പിന്നെ ഹെർബിവോസ്, നമ്മൾ 3rd സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് പഠിച്ച കാര്യങ്ങളാണ്. ഹെർബിവോസ്, കാർണിവോസ്, ഓംനിവോസ് ആൻഡ് പാരസൈറ്റ്. അതിൽ പാരസൈറ്റ് ആയിരിക്കും കുറച്ച് നിങ്ങൾക്ക് ഒന്ന് ന്യൂ ആയിട്ടുള്ളത്. ആ പാരസൈറ്റ് നിങ്ങൾ ഒന്നുകൂടി പഠിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ ഫെമിലിയർ ആണ്. ഓംനിവോസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പാരസൈറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കാം. മോസ്കിറ്റോ, ലീച്ചസ്, വോമൊക്കെ അത് വേറൊരാളെ ബോഡിയിൽ അല്ലേ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നതാണ്. ആശ്രയിക്കുന്നവരെ എന്ത് പറയാം, ഹോസ്റ്റ് അല്ലേ. അപ്പോൾ ആരുടെ ബോഡിയിലാണോ ഈ പാരസൈറ്റ് ഉള്ളത് അതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അത് ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ് അഡാപ്റ്റേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആണ്. അത് മൂവ് വെരി ഫാസ്റ്റ്, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. മൂവ് വെരി ഫാസ്റ്റ്, ഹൗസ് ഫ്ലൈ, ഫിഷ് ഫ്രോഗ്, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് എസ്കേപ്പ് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടു ബിഗ് ടു ബി ഈറ്റൺ, അതിൻ്റെ എക്സാമ്പിൾ വെയിൽസ്, എലിഫൻറ്റ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, മറ്റേത് ക്യാമഫ്ലേജ്, മിക്സ് വിത്ത് ദിയർ സറൗണ്ടിങ്സ്, സീബ്ര, ടൈഗർ, ലെപ്പേർഡ്. ഓക്കെ, നെക്സ്റ്റ് പോളാർ റീജിയനിലുള്ള ആർട്ടിക് ഫോഴ്സസിൻ്റെ ഫർ കോട്ട്. ഓക്കെ, ഫർ കോട്ടൊക്കെ എന്താണെന്ന് പഠിക്കുക. സമ്മറിൽ ബ്രൗൺ ആണ്, വിൻ്ററിൽ വൈറ്റ് ഫർകോഡാണ്. ഓക്കെ, പിന്നെ ലീഫ് ഇൻസെക്റ്റും സ്റ്റിക്ക് ഇൻസെക്റ്റും എന്താണ് അവരെ ചുറ്റുപാടുമായിട്ട് അല്ലേ. ലീഫ് ഇൻസെക്റ്റ് ലീഫിനെ പോലെയും സ്റ്റിക്ക് ഇൻസെക്റ്റ് സ്റ്റിക്കിനെ പോലെ ഉള്ളത് കൊണ്ട് അവരെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉള്ള പോർഷൻസ് നിങ്ങൾക്കറിയാം വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ വീഡിയോസിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ആ വീഡിയോസ് കണ്ട് പഠിക്കാം, ചെക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നല്ലോണം ടെക്സ്റ്റ് വായിക്കുക, നന്നായിട്ട് എക്സാം എഴുതാം. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. Welcome 6th standard children. This is your revision video. What all so far 2 lessons are there for the exam, isn't it? In all. So I've written social. Social means history, geography, political life. In all the 3 subjects you all are having 2 lessons. Total 6 lessons are there. So on the board I have given the model of the question paper. So you also history question paper, total marks 25. So name the following, that I'll be asking 5 marks. Sometimes I may ask 10, name the following, each half mark each. Then fill in the blanks, then match the following, answer in 1 or 2 sentences, that is 1 word answer, then
short answers. This is the model of your history question paper, total 25 marks. Then your geography and political life question paper, that is both geography and political life is sharing 25 marks. It is name the following, that is 5 name the following, half mark each. Then fill in the blanks also 5, half mark each. Then answer the question, 2 or 3 short answers I will be asking. Then diagram is very important in geography. I'll tell you, I'll be explaining what diagram will come. Then political life, fill in the blanks, that is 4 marks, that is 8 fill in the blanks, half mark each. Then answer the question, 2 or 3 short answers I will be asking. This is the model of your geography and political life, total 25. Now I am going to discuss about your subject. First I will be discussing the history. History you all are having 2 lessons for the exam, isn't it? That is lesson 3. Lesson 3 in the earliest cities, that is lesson 3 in history. Now what all, which is the oldest city, that is Harappa. Now the other sites archaeologists have found, that is Kalibangan, Lothal, Mohenjo-daro. These are the other sites like Harappa. Then how they build the houses and all. The one side is lower and broader, the other side is higher and narrow. Citadel. Now you should know what is citadel. Then the great bath, that is very important in Mohenjo-daro, the great bath. Then next houses, drains and streets, how the drains are made from the house straight connected to the drains in the street. Then about the scribes, I have explained about scribes, isn't it? What are scribes? They are the writers. In this time that archaeologists have found writers. Then craftsperson. Now sometimes if I give a question like scribes, don't look, you all read the lesson and find out what are scribes. Then what all metals they have used to make ornaments. Then what all grains they have used as food. Then the cotton, where cotton was grown in Merga, isn't it, cotton? Then what is faience? That is a metal. Then raw material. Then about the town, that is in Gujarat, there are city of Dholavira and Sabarmati, that is there and all. They have found the site, archaeologists have found the site, that now you all have to read. Then this pyramid, mummies, what are mummies? Then the next lesson, history, that is what books and burials tell us. So the Vedas, the 4 Vedas. Then what all Vedas consist? Hymns, dialogues between Vishwamitra and the 2 rivers. Then about horses, about the 2 type of people. One is Brahmanas, that offer prayers and all to God, and Rajas. In that Raja, they don't have palaces and all, isn't it? Cities, palaces or armies. Then megaliths to mark this burial place, stone boulders. So all that. Then Inamgon, burial site in Inamgon. Then the social difference. By looking at the body, they will understand the social difference, isn't it? If the person is rich, you can see more objects along with the body, all that. That is what. Then you all have to, but I see children on page 45, this I didn't give you all, so don't study this page 45. Page 44, fill in the blanks, match the following and all, you all study. So that is what 2 lessons in history. Then you all are having political life. Political life also you all are having 2 lessons. That is, one is key elements of a democratic government, and the other one is what is government. That is the 3rd lesson, what is government. Level of government. Level I told you, that is local level, state level, national level, all the 3 levels. Then what did I explain to you all about the laws and the government? That is, the government, they'll make law, all the people has to follow that law.
types of government, monarchy and democracy. That also I explained to you all. Then Gandhiji. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്തൊരു കോളം ഉണ്ട്, വുമൺ. അന്നത്തെ കാലം സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ലായിരുന്നു. അപ്പം 1920 റിവോൾട്ട്, ദാറ്റ് ഈസ് ഇൻ ദ UK, ആൻഡ് ലേറ്റർ 1928 അല്ല ആ റിവോൾട്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഗാന്ധിജി ഹാസ് റിട്ടൺ ഇൻ ദ യങ് ഇന്ത്യ 1931. ഗാന്ധിജി എന്താണ് എഴുതിയത്? ഐ കനോട്ട് പോസിബിളി ബെയർ ദ ഐഡിയ, അതായത് സ്വത്തുള്ളവർക്ക് മാത്രമേ വോട്ടുള്ളൂ, സ്വത്തില്ലാത്തവർക്ക് വോട്ടില്ല, ഓൾ ദാറ്റ്. And this you all learned, children. This I gave you one exercise and the question answers, that is in political life. Then key elements. What are the main key elements of a democratic government that I told you? That is, one is participation. ഏതൊക്കെ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, അത് പിന്നെ നീഡ് ടു റിസോൾവ്, എങ്ങനെയാണ് ഗവൺമെൻറ് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത്. That and all you all read, children, read the lesson. And equality and justice, that is the third key element. Then your geography. Geography I told you, lesson 3 and 4. That is 3 motions of the earth. That is rotation, revolution, orbital plane, circle of illumination. That is day and night, where tirina a circle. Then this diagram is very important. This I am going to ask, that is revolution of the earth and seasons. Then you have to learn about leap year, elliptical orbit. Then summer solstice and winter solstice and equinox. All that you all have to learn, children, these exercise and all. Then the last page. Then next one is map. The different type of map: physical map, political map and thematic map. Then components of map: distance, cardinal points, intermediate points, symbols, what are conventional symbols, sketch, plan. Kata adokke ഈ exercise also I given you, learn that exercise. So diagram I told you, the diagram you all learn, children. Okay children, thank you, all the best. Welcome 7th standard children. This is your revision video. So I have given on the board the model of the question paper. Here you can see the history question paper, that is total 25 marks. So name the following, then fill in the blanks, match the following, answer in 1 or 2 sentences, write short answers. This is your model of the history question paper, total 25 marks. Then here you can see geography and political life question paper, both the subject is sharing 25 marks. So in geography, first geography, name the following, then fill in the blanks. 5 name the following I will be asked, half mark each. Same way, fill in the blanks also 5, half mark each. Then answer the questions and diagram. Diagram is very important. One diagram I will be giving you all, so you all learn that. Then political life. Political life, fill in the blanks, that is 4 marks, and answer the question 6 marks. So total 25 marks. This is the model of your question paper. Now I will be discussing those important points in the lesson. So in history you all are having 2 chapters, isn't it? The Delhi Sultans and the Mughal Empire. Now the Delhi Sultans, important points. What all points likely to come for the examination? That is, Delhi became the first became the capital of a kingdom. അതായത് തോമര രാജ്പുട്ടാണ് അത് കിങ്ഡമിൻ്റെ ക്യാപിറ്റലാക്കിയത്. പിന്നെ അന്നത്തെ കാലം ഉപയോഗിച്ച കോയിൻസ്, ദറ്റ് ഇസ് ദഹ്ലി വാൾ കോയിൻസ്. പിന്നീട് ഡൽഹി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡൽഹി ഇൻ ടു എ ക്യാപിറ്റൽ ഓഫ് വാസ്റ്റ് ഏരിയ ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. അത് ആരെ ഇടയിലായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ്. പിന്നെ ഇവിടെ കുറച്ച് ഡൽഹി സുൽത്താനേറ്റിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്, ഡിനസ്റ്റീൻ്റെ പേരുകൾ. പിന്നെ ത്വാരിഖ്, താരിഖ് ആൻഡ് ത്വാരിഖ്. താരിഖ് സിംഗുലർ, ത്വാരിഖ്. ഇതെന്താ? ഹിസ്റ്ററീസ്, ചരിത്രം. അതായത് റൈറ്റേഴ്സ് ഏരിയ ഇതാണ്. ഇൻ പേർഷ്യൻ, വിച്ച് ലാംഗ്വേജ് ഇറ്റ് ഇസ് റിട്ടൺ? ഇൻ പേർഷ്യൻ. അതൊക്കെ നിങ്ങൾ അറിയണം. പിന്നെ ഒരു മെയിൻ മിൻഹാജ് ഐ സിറാജ്, ദാറ്റ് ഇസ് എ ക്രോണിക്ലർ.
അയാൾ എന്താണ് റസിയനെ പറ്റിയിട്ട് എഴുതിയത്. അതായത് അവർ പ്രത്യേക ഈ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ബർത്ത് റൈറ്റ് ആൻഡ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ അതിനെ പറ്റിയിട്ട്. ബർത്ത് റൈറ്റ് അതായത് ജെൻഡർ എന്ന് പറയുന്നത് എപ്പോഴും അവർ പറയുന്നത് പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ സബോർഡിനേറ്റ് ആയിട്ടാണ്. അപ്പം പുരുഷന്മാർക്കാണ് അതിൻ്റെ റൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അത് എഴുതിയത് എന്തിനെ പറ്റിയിട്ട് ബൈ ദ റൈറ്റേഴ്സ് ഹാവ് റിട്ടൺ അബൌട്ട് ദ റൂളേഴ്സ് ആൻഡ് ഓൾ. അവർക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് എഴുതിയത്. പിന്നെ ഹിൻറ്റർലാൻഡ് ആൻഡ് ഗാരിസൺ ടൗൺ. ഗാരിസൺ ടൗൺ എന്ന് പറഞ്ഞാൽ കോട്ട ചുറ്റും കോട്ടയായിട്ട് ആ കിങ്ഡമിനാണ് ഗാരിസൺ ടൗൺ. അതിൻ്റെ എഡ്ജസൻ്റ് ഉള്ള സ്ഥലത്തിനാണ് ഹിൻറ്റർലാൻഡ് എന്നാണ് ഗുഡ്സ് ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കും. പിന്നെ വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് അണ്ടർ ദ ഡൽഹി സുൽത്താൻ. അതായത് ഗ്യാസുദ്ദീൻ ബാൽബൻ, അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്, ഫേമസ് റൂളേഴ്സ്. അത്ര തന്നെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്റ്റേണൽ ഫ്രോണ്ടിയർ ആൻഡ് ഇന്റേണൽ ഫ്രോണ്ടിയർ അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ മസ്ജിദ്, പിന്നെ കോൺഗ്രിഗേഷണൽ മോസ്ക് കണ്ടോ, അവിടെ എന്തൊക്കെയാണ് ജമാ മസ്ജിദ്, പിന്നെ നമാസ് ആ പ്രേയസിന് ഇമാം കണ്ടോ ഒരു മെയിൻ ലീഡർ, ആൻഡ് ആ സെർമോൺ ദാറ്റ്സ് ഖുത്ബ. പിന്നെ ദേ ഫേസ് ടു ദ വെസ്റ്റ്, അതുകൊണ്ട് കിബ്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയണം. പിന്നെ അടുത്തതാണ് ബന്ധകൻ. അത് ബന്ധകൻ എന്ന് പറയുന്ന ആരാണ്? ഈ സ്ലേവ്സിനെയാണ് ബന്ധകൻ എന്ന് പറയുന്നത്. അവരെയാണ് ഹൈ പൊസിഷനിലേക്ക് എത്തിച്ചത് ഡൽഹി സുൽത്താനെ. അപ്പോൾ സമന്ത. പിന്നെ ടാക്സ്, കാരജ് ഒരു ടാക്സ് ആണ് ഓൺ കൾട്ടിവേഷൻ. പിന്നെ അത് കൂടാതെ കാറ്റിലിന്റെ മേലെ നിന്നും ടാക്സ് എടുത്തിട്ടുണ്ട്, ഹൗസസും. പിന്നെ മുക്തീസ്, ഇക്താസ്, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഇക്തദാ, മുക്തീസ്, അതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. പിന്നെ അടുത്തതാണ് ഇത് വരുന്നത് മുഗൾ എംപയർ. നെക്സ്റ്റ് ലെസൺ ഇസ് മുഗൾ എംപയർ. Who were the Mughals? അവർ പറയുന്നത് 2 ഡിസെൻഡന്റിൽ നിന്നാണ് മുഗൾസ് വന്നത്. ഒന്ന് അമ്മേൻ്റെ സൈഡ് മംഗോൾസ്, പിന്നെ അച്ഛൻ്റെ സൈഡാണ് തിമൂർ. അപ്പോൾ അതാണ് അവർക്ക് ഇഷ്ടം തിമൂർ ഡിനസ്റ്റി അല്ലേ. എന്തുകൊണ്ടാണ് അവർ ഡൽഹി ക്യാപ്ചർ ചെയ്തുകൊണ്ട്. മറ്റേ മംഗോൾസ് എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഭീഷണിയായിരുന്നു, അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഹൂ വാസ് ദ ഫസ്റ്റ് മുഗൾ എംപറർ? ബേബർ. അതൊക്കെ അറിയണം. പിന്നെ ഇവിടെ കുറച്ച് എംപറേഴ്സിനെ പറ്റിയിട്ട് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഷാജഹാൻ, ഔറംഗസേബ്, അക്ബർ, ഹുമയൂൺ ഒക്കെ. പിന്നെ ട്രഡീഷൻ ഓഫ് സക്സഷൻ എങ്ങനെയാണ് വന്നത്? അതായത് 2 തരത്തിൽ, പ്രിമോജെനിറ്റർ ആൻഡ് കോപ്പസീനറി. പ്രിമോജെനിറ്റർ എന്ന് പറഞ്ഞാൽ മൂത്ത മകനാണ് അധികാരം. കോപ്പസീനറി എന്ന് പറയുന്നത് ഇപ്പം 4 മക്കളാണെങ്കിൽ 4 മക്കൾക്ക് തുല്യാവകാശം. അതാണ്, അതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. പിന്നെ മൻസബ്ദാർ ആൻഡ് ജാഗീർദാസ്. ഈ മൻസബ്ദാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷനാണ്, ഒരു റാങ്കാണ്. അപ്പോൾ അതാണ്. പിന്നെ ഈ റാങ്കിനെയും പിന്നെ സാലറീനെയും ഒന്നിച്ചിട്ടൊരു ന്യൂമറിക്കൽ വാല്യൂ സത്ത്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. മൻസബ്ദാർ, ജാഗീർസ്. പിന്നെ സബ്ത് ആൻഡ് ജമീന്ദാർ കണ്ടോ, ദ ചീഫ് ലോക്കൽ ഹെഡ്മാൻ ജമീന്ദാർ. പിന്നെ ആ റവന്യൂ സിസ്റ്റം, അന്നത്തെ കാലം ടോഡാർമാൽ അക്ബറിന്റെ കീഴിൽ ഒരു റവന്യൂ സിസ്റ്റം കൊണ്ടുവന്നു. അതായത് 10 വർഷത്തിന്റെ ഇത്ര ഈ കൃഷിയാണ് ചെയ്യേണ്ടത്, അത് എത്ര, അങ്ങനെയൊക്കെ ആ ഒരു ടൈം ടേബിൾ, അതാണ് ജപ്ത്. ഈ റവന്യൂ സിസ്റ്റമാണ് ജപ്ത് എന്ന് പറയുന്നത്. പിന്നെ 3 വോള്യൂംസ് അബുൽ ഫാസൽ എഴുതിയത് അല്ലേ. അതായത് ഒന്ന് അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിനെ പറ്റി, പിന്നെ റെയിൻ, പിന്നെ അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ, അക്ബർനാമ, ഏനായി, അക്ബറി. പിന്നെ അതിനകത്ത് എന്തൊക്കെയാ എഴുതിയ? സുബാസ് കണ്ട, ദീവാൻ, ആരാണ് ദീവാൻ? കോട്ട്വാൾ, പിന്നെ ഫൗജ്ദാർ, ബക്ഷി, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഇബാദത്ത് ഖാന, ആ ഒരു ഹാള് ചർച്ച ചെയ്തത് അല്ലേ. എന്നിട്ട് എല്ലാ റിലീജിയസും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് എന്താണ്? യൂണിവേഴ്സൽ പീസ്, ദാറ്റ് ഇസ് സുല്ലൈ കൂൽ. അപ്പം അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ എക്സസൈസ് അറ്റ് ദ ബാക്ക്, മാച്ച് ദ ഫോളോയിങ്, അതൊക്കെ ഞാൻ തന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ചിലത് ഞാൻ തന്നിട്ടില്ല, അത് നിങ്ങൾ പഠിക്കും വേണ്ട. പിന്നെ അടുത്തതാണ് ദിസ് ഈസ് പൊളിറ്റിക്കൽ ലൈഫ്. അതേമാതിരി 2 ലെസൺസാണ് നിങ്ങൾക്കുള്ളത്. ദറ്റ് ഈസ് ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൻഡ് ദ അതർ വൺ ഈസ് ഹൗ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക്സ്.
അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ district is divided into no, one state is divided constituency അല്ലേ? ആ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഒരു MLA വരും. അപ്പം അങ്ങനെ മെജോറിറ്റി, വാട്ട് ഇസ് മെജോറിറ്റി, വാട്ട് ഇസ് ഓപ്പോസിഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മെജോറിറ്റി, ഓപ്പോസിഷൻ, പിന്നെ വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ എന്താണ് ഡിബേറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടാവുക? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്നും അതായത് MLA വന്നിട്ട് അവിടെ ഒരു അസംബ്ലി ഫോം ചെയ്തിട്ട് അവരെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുള്ളത്, അതൊക്കെ ആ അസംബ്ലിയിൽ പറയും. പിന്നെ അസംബ്ലി കഴിഞ്ഞാൽ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. ഹെൽത്ത് മിനിസ്റ്റർ വക ഒരു ഹെൽത്ത് പ്രസ് കോൺഫറൻസ്, അതൊക്കെയാണ്. പിന്നെ വാൾപേപ്പർ പ്രോജക്റ്റ് ഐ ഡിഡ് എക്സ്പ്ലെയിൻ ടു യു ആൾ. പിന്നെ ഈ എക്സസൈസ് ഒന്ന് നിങ്ങൾ പഠിക്കുക, എക്സസൈസ് ഒന്ന് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത ലെസനാണ് ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ദെൻ സാമുവ ഇൻ 1920 എന്താ സംഭവിച്ച ഐലൻഡിൽ. പിന്നെ മധ്യപ്രദേശ് 1960 ഇതിലെ 5th സ്റ്റാൻഡേർഡ് മേലോട്ടേക്ക് അങ്ങോട്ടേക്ക് ബോയ്സ് ആൻഡ് ഗേൾസ് ആറ്റ് സെപ്പറേറ്റ് സ്കൂൾസ്. പിന്നെ വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടമ്മമാർ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ. പിന്നെ വിമൻസ് ഈക്വാളിറ്റി, അത് ഈ തുല്യ അവകാശം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ തുടങ്ങിയത്? അംഗൻവാടീസ്, ക്രഷൊക്കെ, അതായത് ഒരു അവസരം സ്ത്രീകൾക്ക് പുറത്തും, അതിനാണ്. സോ 2 lessons in political life. And next is your geography. Geography also you all are having 2 lessons, isn't it? The first one is what? That is our changing earth. That is endogenic and exogenic forces that you all have to learn. Then earthquake. Now epicenter, അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ വർക്ക് ഓഫ് ദ റിവർ, മിയാൻഡർ, ഫ്ലഡ് പ്ലെയിൻ, ലിവീസ്. പിന്നെ വർക്ക് ഓഫ് സീ വേവ്സ്, സീ കേവ്സ്, ആർച്ച് സ്റ്റാക്സ് എന്താണെന്നും അതറിയണം നിങ്ങൾ. വർക്ക് ഓഫ് ഐസ്, ഗ്ലേഷ്യൽ മൊറൈൻസ്. പിന്നെ വർക്ക് ഓഫ് വിൻഡ്, അതും നിങ്ങൾ അറിയണം. മഷ്റൂം റോക്ക്, സാൻഡ് ഡ്യൂൺസ്, ലോയ്സ്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. പിന്നെ ഈ തന്ന എക്സസൈസ് ഒക്കെ ഒന്ന് യു ഗോ ത്രൂ. ദെൻ ദിസ് പസിൽ ഓൾസോ, ദിസ് ആസ് 1 word ആൻസർ ഐ മേ ആസ്ക്. അപ്പോൾ അതൊന്ന് പഠിക്കണം നിങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഇസ് വാട്ട്? എയർ. എയറിൻ്റെ അകത്താണ് അറ്റ്മോസ്ഫിയർ, കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ, അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അതൊക്കെ. പിന്നെ വെദർ, വാട്ട് ഇസ് വെദർ, വാട്ട് ഇസ് ക്ലൈമറ്റ്, ദെൻ വാട്ട് ഇസ് ടെമ്പറേച്ചർ, ഇൻസൊലേഷൻ. ഇൻസൊലേഷൻ കൂടുന്നോളം പ്രഷറും കൂടും, അതായത് ഹീറ്റ് പ്രഷർ കുറയും, ലോ പ്രഷർ ആവും. പിന്നെ എയർ പ്രഷർ, വിൻഡ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൻഡ്, പെർമനൻറ്റ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്. പിന്നെ ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്തത് ഒഡീസ, ദാറ്റ് ഇസ് 29th October 1999. ദെൻ ദ ഡയഗ്രാം, ഞാൻ ചോദിക്കാൻ പോകുന്ന ഡയഗ്രാമാണ് ഇത്. അതായത് മേജർ പ്രഷർ ബെൽറ്റ് ആൻഡ് wind system. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ദറ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് ഫോർ ദ എക്സാമിനേഷൻ. അത് കൂടാതെ ഞാൻ തന്ന ഈ എക്സസൈസും അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. പിന്നെ ഈ പേജത്തെ പസിൽ ഓൾസോ, ഇത് 1 word ആൻസർ ആയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇത് ഞാനൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കും വേണ്ട. അപ്പോൾ ഈ പസിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. സോ ദിസ് ഇസ് മച്ച്. സോ ഓൾ ദ ബെസ്റ്റ് ചിൽഡ്രൻ. ഡു വെൽ ഫോർ ദ എക്സാമിനേഷൻ. താങ്ക് യു ചിൽഡ്രൻ. Hi children, welcome all of you. Today I will take a revision. Monday മുതൽ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് എടുക്കുക. മിസ് പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ തന്നെ എഴുതിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങളാണ്, അപ്പോൾ മിസ് ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുന്നതിന് കൂടെ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ചെയ്യുക. ഫസ്റ്റ് വൺ, underline the action words. Underline the action words. Action words നമ്മൾ ഒരുപാട് പഠിച്ചാണ്. എന്ത് ആക്ഷൻ ആണോ ആ സെൻറ്റൻസിലുള്ളത് ആ ആക്ഷനാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ്, സ്ക്യൂരൽസ് ഈറ്റ് നട്ട്സ്. Squirrels eat nuts. Which is the action word in the sentence? You write the sentence and identify the action word. Okay. All of you write the answer. ഏതാണ് ഇതിലെ ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്? ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്നത്, ഡൂയിങ്, എന്ത് ആക്ഷനാണ്, എന്ത് പ്രവൃത്തിയാണോ അവിടെ ചെയ്യുന്നത് അതാണ് അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇവിടെ സ്ക്യൂരൽ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഈറ്റ്. ഓക്കെ,
Then ഇതാണോ എല്ലാവരും എഴുതിയ ആൻസർ? ഓക്കെ, വെരി ഗുഡ്. Then second sentence, birds fly in the sky. Birds fly in the sky. Which is the action word in this sentence? Okay, you write the answer. Which is the action word? Fly. Action word ഏതാണ്? Fly. ഇതിൽ ആക്ഷൻ എന്ന് പറയുന്നത് ഫ്ലൈ ആണ്. ഇതുപോലെയുള്ള ഒരുപാട് ആക്ഷൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. റീഡ്, ക്രൈ, അങ്ങനെ ഒരുപാട് നമ്മൾ ആക്ഷൻ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആക്ഷൻ വേർഡുകളൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ സെൻറ്റൻസിൽ വരുന്നത് ആക്ഷൻ വേർഡ് ഏതാണോ അതിനെയാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, റീഡ് ദ നെയിംസ്, സർക്കിൾ ദ ആക്ഷൻ ദാറ്റ് ഈച്ച് ക്യാൻ ഡു. റീഡ് ദ നെയിം, ഇതിൽ തന്നിട്ടുള്ള നെയിം റീഡ് ചെയ്യുക, അതിൻ്റെ തന്നിട്ടുള്ള ആക്ഷൻസ് അത് ഏതൊക്കെയാണെന്ന് റീഡ് ചെയ്തിട്ട് അതിലെ ആക്ഷൻ, ആ നെയിം അത് തന്നിട്ടുള്ളത് ആക്ഷൻ ഏതാണോ അതാണ് നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ബേബീസ്. ബേബി എന്നുള്ളതിൽ ബേബി ചെയ്യുന്ന ആക്ഷൻ ഏതാണ്? ക്രൈ, ഫ്ലൈ, ക്രൗ. വിച്ച് ഈസ് ദ ആക്ഷൻ? സർക്കിൾ ദ ആക്ഷൻ ദാറ്റ് ഈച്ച് ക്യാൻ ഡു. അത് ചെയ്യുന്ന ആക്ഷൻ എന്താണോ അതാണ് സർക്കിൾ ചെയ്യേണ്ടത്. ക്രൈ ആൻഡ് ക്രൗ. You circle the word cry and crowd. Okay, then second name is dogs. Then bark, write, dig. ഇതിൻ്റെ ആക്ഷൻ എന്താണ്? ഡോഗിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്? 2 ആക്ഷൻ തന്നിട്ടുണ്ടാവും, അതിൽ 2 നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത്. ബാർക്ക് ആൻഡ് ഡിഗ്. ബാർക്ക് ആൻഡ് ഡിഗ്. യു സർക്കിൾ ദ വേർഡ് ബാർക്ക് ആൻഡ് ഡിഗ്. ഓക്കെ, then next one is circle the correct words in the bracket. Circle the correct words in the bracket. I will read the name. A duck. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, ഇതിൻ്റെ സൗണ്ട്സ് ആണ് ഇതിൽ തരുന്ന ബ്രാക്കറ്റിൽ തരുന്ന വേർഡ്സ്. എ ഡക്ക്, ബ്രേസ്, ബ്ലീഡ്സ്, ക്വാക്സ്. വിച്ച് സൗണ്ട് ഓഫ് ഡക്ക്? ഡക്കിൻ്റെ സൗണ്ട് എന്താണ്? ക്വാക്ക്. നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ക്വാക്സ്. അങ്ങനെ ഒരുപാട് എന്തിൻ്റെ സൗണ്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. എ ബി, സെക്കൻഡ് വൺ ഈസ് എ ബി. ഇൻ ദ ബ്രാക്കറ്റ് ബസസ്, മൂസ്, ക്രോക്സ്. വിച്ച് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബീൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബസസ്. യു സർക്കിൾ ദ വേർഡ് ബസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആഡ് ing ടു മേക്ക് ന്യൂ വേർഡ്. ആഡ് ing ടു മേക്ക് ന്യൂ വേർഡ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമറാണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ്. ഇത് തന്നിട്ടുള്ള വേർഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ing ചേർക്കുക, എന്നിട്ട് ന്യൂ വേർഡ് നിങ്ങൾ എഴുതണം. അപ്പോൾ ഈറ്റ് പ്ലസ് ഇവിടെ എന്ത് എഴുതണം? ing. ഈറ്റ് പ്ലസ് ing, ദെൻ ഈറ്റിംഗ്. നമുക്ക് കിട്ടുന്ന ന്യൂ വേർഡ് ഏതാണ്? ഈറ്റിംഗ്. അപ്പോൾ ഈറ്റ് പ്ലസ് ഇവിടെ ing എഴുതുക, അത് രണ്ടും കൂടി ചേർത്ത് ഈറ്റിംഗ് എന്ന് ആൻസർ എഴുതാം. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സിങ്. സിങ് പ്ലസ് ing, ദെൻ സിംഗിങ്. ദെൻ ഗോ പ്ലസ് ഇവിടെ എന്ത് എഴുതണം? ing. വെരി ഗുഡ്. ing. ന്യൂ വേർഡ് ഈസ് ഗോയിങ്. ഓക്കെ, അപ്പോൾ ing ചേർത്ത് എഴുതാനുള്ളതാണിത്. ing ചേർത്ത് നിങ്ങൾ ന്യൂ വേർഡ് എഴുതാം. ദെൻ fill in the blanks. You can choose the right word from the bracket. There are 4 words here: skipping, reading, singing, kicking. I will read the sentence. Joes is dash a ball. Which is the right word? Skipping, reading, singing, kicking. Ball എന്താ ചെയ്യുക? കിക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ answer is kicking. Joes is kicking a ball. Then Vijaya is dash newspaper. Newspaper എന്താ ചെയ്യുക? Reading. Newspaper reading. Vijaya is reading newspaper. Then Suman is singing. Suman is singing. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് തന്നെയാണ്. നിങ്ങൾ ഗ്രാമർ സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാമറിൽ എന്തൊക്കെയാണ് ആക്ഷൻ വേർഡ്സ്? ആക്ഷൻ വേർഡ്സ് നോക്കാം. സ്ക്വിറൽസ്, ഈറ്റ്, നട്ട്സ്, ബേർഡ്സ്, ഫ്ലൈ, ഇൻ ദ സ്കൈ. ഇതിൽ ആക്ഷൻ വേർഡ് ഈറ്റ് ആൻഡ് ഫ്ലൈ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലും ആക്ഷൻ വേർഡ്സ് നോക്കുക. ബേബീസ്, ബേബി എന്നുള്ളതിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്? ക്രൈ ആൻഡ് ക്രൗഡ്, ഡോഗ്, ബാർക്ക് ആൻഡ് ഡിഗ്, ദെൻ
സർക്കിൾ ദ കറക്റ്റ് വേർഡ്സ്. ഇത് സൗണ്ടാണ്. നിങ്ങൾ ഓരോ ആനിമലിൻ്റെയും സൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സൗണ്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ing, add ing to make new word. Then answer the question, who loves to cook? Who loves to cook? Mona's father loves to cook. Who loves to cook? All of you tell. Mona's father loves to cook. Then what can Minnie not to do? What can Minnie not to do? Minnie cannot read. What can Minnie not to do? Minnie cannot read. Then who is helping Jeet? Who is helping Jeet? Jojo. Jojo is helping Jeet. Then where are Raja and Neha? Where are Raja and Neha? Raja and Neha are at home. Raja and Neha are at home. Then all of you take your textbook, page number 34. Help Mona write about Mona's family. മോണയുടെ ഫാമിലിനെ കുറിച്ച് എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം. മൈ ഡാഷ് ടെൽസ് മീ സ്റ്റോറീസ്. ഹു ടെൽസ് സ്റ്റോറീസ് ടു മോണ? മൈ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ ടെൽസ് സ്റ്റോറീസ് ടു മോണ. ദെൻ മൈ ഡാഷ് ടേക്സ് മീ ടു ദ പാർക്ക്. ആരാണ് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത്? ഗ്രാൻഡ് ഫാദർ. മോണാസ് ഗ്രാൻഡ് ഫാദർ ടേക്സ് to the park. Then Mona's dash is a doctor. Who is a doctor of Mona? മോണയുടെ ആരാണ് ഡോക്ടർ ആയിട്ടുള്ളത്? മൈ മദർ. Then my dash ask a lot of question. ആരാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? മൈ സിസ്റ്റർ. മൈ സിസ്റ്റർ ask lot of question. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക, ആക്ഷൻ വേർഡ്സ് പഠിക്കുക, കൂടുതലും ഗ്രാമർ സെക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ children, നന്നായിട്ട് പഠിക്കുക. ഓക്കെ children, bye. Good morning my dear children, how are you? All are fine, no? Yeah, our exam starts on Monday onwards. That's why I am giving you the model questions and revision we are doing. Okay, can we do that? Yeah, all of you look onto the board. That is a model questions and revision we are doing. That is in this way the question will come. Okay my dear children, that is the first is Roman number 1. Fill in the blanks as it is in the textbook. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. മനസ്സിലായോ? Fill in the blanks as it is in the textbook. First one, the poem Little Raindrops and White Hen was written by. അപ്പോൾ നമ്മൾ 2 പോയം പഠിച്ചിട്ടുണ്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിന് വേണ്ടിയിട്ട്? ലിറ്റിൽ റെയിൻ ഡ്രോപ്സും ടബി ദ ഫാറ്റ് കാറ്റും എ വൈറ്റ് ഹെന്നും അല്ലേ? അപ്പോൾ ആ പോയം എഴുതിയത് ആരാണ്? 2 പോയമും. ദ പോയം ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് ആൻഡ് എ വൈറ്റ് ഹെൻ വാസ് റിട്ടൺ ബൈ. അപ്പോൾ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് എഴുതിയത് ആരാണ്? ആൻ ഹോക്ഷോ. അപ്പോൾ നിങ്ങളിവിടെ എന്ത് എഴുതണം? ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് വാസ് റിട്ടൺ ബൈ ആൻ ഓക്ഷോ. നെക്സ്റ്റ് എ വൈറ്റ് ഹെൻ വാസ് റിട്ടൺ ബൈ ഹൂം? ദാറ്റ് ഈസ് ക്രിസ്റ്റീന റോസിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഗ്യാപ്പ് പോർഷൻസിൽ നിങ്ങൾ അതാണ് എഴുതേണ്ടത്. മനസ്സിലായോ? പോയം ആരാണ് എഴുതിയതെന്ന്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് ഡസ് നോട്ട് ലെറ്റ് ദ ചൈൽഡ് ഡാഷ്. ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് ഡസ് നോട്ട് ലെറ്റ് ദ ചൈൽഡ് ഡാഷ്. എന്താണ്? മഴ ഇങ്ങനെ ശക്തിയിൽ പെയ്യുമ്പോൾ അത് കുട്ടീനെ പുറത്ത് പോയിട്ട് കളിക്കാൻ അനുവദിക്കുമോ മഴ? ഇല്ല. അപ്പോൾ ദ റെയിൻ ഡ്രോപ്സ് ഡസ് നോട്ട് ലെറ്റ് ദ ചൈൽഡ് ഡാഷ്. എന്താണ് ഇവിടെ എഴുതേണ്ടത്? പ്ലേ. എന്താണ്? പ്ലേ. എന്താ എഴുതണം? പ്ലേ. നെക്സ്റ്റ്, മൈ ബുക്സ് ഫെൽ വിത്ത് എ ലൗഡ് ഡാഷ്. ബുക്ക് താഴെ വീഴുന്ന ഒച്ചയാണ്. ദാറ്റ് ഇസ് സൗണ്ട്. യു സ്റ്റഡീഡ് ഇൻ ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. വാട്ട് ആർ ദ സൗണ്ട്സ്? ദ റെയിൻ ഡ്രോപ്സ് മേക്സ് ദ സൗണ്ട് വാട്ട്? പിറ്റർ പാറ്റർ. റെയിൻ ഡ്രോപ്സ് താഴെ വീഴുമ്പോൾ എന്താ സൗണ്ട് ഉണ്ടാവുക? പിറ്റർ പാറ്റർ. അതുപോലെ ബുക്ക് താഴെ വീഴുമ്പോൾ ഉള്ള സൗണ്ടിന് എന്താ പറയുക? thumb. THUMP. അതാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഡാഷ് എന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് എഴുതണം? THUMP, thumb. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡാഷ് ഡിഡ് നോട്ട് ഗോ സ്ലീപ്പ് ഓൺ ടൈം. ഡാഷ് ഡിഡ് നോട്ട് ഗോ ടു സ്ലീപ്പ് ഓൺ ടൈം. ആരാണ് നേരത്തെ പോയി ഉറങ്ങാൻ ഉള്ള മടി കാണിക്കുന്ന? ആരാണ് ഇത്? ആൻറ്റി. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? വാട്ട് യു ഷുഡ് ഹാവ് ടു റൈറ്റ് ഹിയർ? ആൻറ്റി. ANDY. ഇവിടെ എന്ത് എഴുതണം? ആൻറ്റി. ANDY. വാട്ട് യു ഷുഡ് ഹാവ് ടു റൈറ്റ് ഇൻ ദ തേർഡ് വൺ?
THUMP. Here what you should have to write in the first ആൻ ഓക്ഷോ എന്ന് എഴുതണം. നെക്സ്റ്റ് ക്രിസ്റ്റീന റോസിറ്റി. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ നിന്ന് അത് ശരിക്കും പഠിക്കണം. പഠിക്കാണ്ട് നമുക്ക് പറ്റില്ല, സ്കൂളത്തെ പോലെയല്ല അത്. അപ്പോൾ നല്ലവണ്ണം ഇരുന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, അപ്പോൾ റോമൻ നമ്പർ 1 നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് ഇറ്റ് ഈസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് 5 എണ്ണം ഉണ്ടാവും. അതാണ് മോഡൽ മിസ് തന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് റോമൻ നമ്പർ 2. റോമൻ നമ്പർ 2 നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഈ drop the e from these words and add ing to the given words below or add only ing to the words. നമ്മൾ ing വെച്ചിട്ട് എഴുതാനുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗ്രാമറിൽ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. SNORE സ്നോർ ആണ്. ഇവിടെ ലാസ്റ്റിൽ എന്തുണ്ട്? ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ അവിടെ നിന്ന് പോക്കിയിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ing ഫോം വെച്ചിട്ട് എഴുതാനാണ്. അപ്പോൾ SNORE സ്നോർ. സ്നോർ എന്നുള്ളത് ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എഴുതാം? SNORING സ്നോറിങ്. എന്താണ്? SNORING സ്നോറിങ്. ഈ അവിടെ കട്ട് ചെയ്തിട്ട് ing ഫോം വെച്ചിട്ട് എഴുതി. മനസ്സിലായോ? അങ്ങനെ. നെക്സ്റ്റ് ഹൈഡ്, HIDE ഹൈഡ്. ഹൈഡിങ്, HIDING. നെക്സ്റ്റ് തേർഡ് വൺ റൈഡ്, RIDE റൈഡ്. റൈഡിങ്, RIDING. ഫോർത്ത് വൺ പ്ലേ, PLAY പ്ലേ. പ്ലേയിങ്. അവിടെ എന്താണ്? ലാസ്റ്റിൽ ഈ ഉണ്ടോ? ഡ്രോപ്പ് ചെയ്യാണ്. ഈ ഇല്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ing ഫോം വെച്ചിട്ട് എഴുതണം. എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത്? ഈ കട്ട് ചെയ്തിട്ട് ing ഫോം വെച്ച് എഴുതാൻ. ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? അവിടെ ഈ ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? ing മാത്രം വെച്ചിട്ട് എഴുതാൻ. അപ്പം എന്താ? പ്ലേ, PLAY പ്ലേ. പ്ലേയിങ്, PLAYING. നെക്സ്റ്റ് സ്ലീപ്പ്, SLEEP സ്ലീപ്ന. അവിടെ ലാസ്റ്റ് ലെറ്റർ ഇ ഉണ്ടോ? ഡ്രോപ്പ് ചെയ്യാൻ ഇല്ല. അപ്പം എന്ത് ചെയ്യണം? SLEEPING സ്ലീപ്പിംഗ്. SLEEPING. മനസ്സിലായോ? സ്ലീപ്പിംഗ്. ഇങ്ങനെയാണ് എക്സാമിന് ഇതുപോലത്തെ മോഡലാണ് വരിക. അപ്പോൾ അതുപോലെ നിങ്ങൾ എഴുതണം. അപ്പോൾ നമ്മൾ റോമൻ നമ്പർ 1 കഴിഞ്ഞ്, റോമൻ നമ്പർ 2 കഴിഞ്ഞ്. നെക്സ്റ്റ് ഈസ് റോമൻ നമ്പർ 3. റോമൻ നമ്പർ 3യിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ അതേപോലെ അതും എന്താണ്? ഡബിൾ ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദീസ് വേർഡ്സ് ആൻഡ് ആഡ് ing ടു ദം. ഡബിൾ ദ ലാസ്റ്റ് ലെറ്റർ. ഡബിൾ ദ ലാസ്റ്റ് ലെറ്റർ ഏതാ നോക്കുക, അത് ഡബിൾ ചെയ്യുക, എന്നിട്ട് ing ഫോം വെച്ചിട്ട് എഴുതാൻ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സിറ്റ്, SIT സിറ്റ്. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ ഏതാ അതിലുള്ളത്? T. ഏതാണുള്ളത്? ലാസ്റ്റ് ലെറ്റർ T, SIT സിറ്റ്. അപ്പോൾ നമ്മൾ അത് ഡബിൾ ചെയ്യണം, അത് ഒന്നും കൂടി എഴുതണം. അപ്പോൾ എന്താണ് എഴുതുക? SITTING. നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തറോ ആക്കണം. എന്താണോ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ ആൻസർ ഷീറ്റിൽ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ തറോ ആയാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ദ ക്വസ്റ്റ്യൻ യു കാണ്ട് ആൻസർ. Understood, my dear children? Okay. So sit, SIT sit. Sitting, SITTING doubling. The last letter T double. One more time. Then you should have to write ing to them. Okay. So sit, sitting. Bat, BAT bat. What is it? BAT bat. Last letter is T. So T you should have to write one more time. So BATTING batting. Next I wrote one more. That is a shop, SHOP. P is the last letter there. So doubling one more time that letter, SHOPPING, shopping. In that way it comes. Okay. Next is Roman number 4. Roman number 4. Roman number 4 is write 5 sentences about what all things you would like to do on a rainy day. നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്ത് പോയി ചെയ്യാൻ ഇഷ്ടമുണ്ടാവുക? What all things you would like to play on a rainy day? So many children like to go out and play. No? Yeah. That is like that. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വിഷ് എന്താണോ, ലൈക്ക് ദാറ്റ് യു ക്യാൻ റൈറ്റ്. അത് 5 സെൻറ്റൻസ് എഴുതണം എന്നാണ് മിസ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? ഓൺ എ റെയിനി ഡേ യു വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. ഓൺ എ റെയിനി ഡേ യു വുഡ് ലൈക്ക് ടു ഫ്ലോട്ട് പേപ്പർ ബോട്ട്സ്. അങ്ങനെയുണ്ട്. അതിൽ നിങ്ങൾ എന്താണ് 5 എണ്ണം ചെറിയ ചെറിയ നിങ്ങൾക്ക് ഷോർട്ടനുള്ള ചെറിയ വേർഡ്സ് പഠിച്ചു വെക്കുക. മനസ്സിലായോ? അതാണ് മിസ് അടുത്ത ക്വസ്റ്റ്യൻസ് തന്നത്. റൈറ്റ് 5 sentences about what all things you would like to do on a rainy day or
write 5 sentences about Tubby. Tubby the fat cat പഠിച്ചിട്ടില്ലേ? അത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ ടബി ദ ഫാറ്റ് കാറ്റിനെ പറ്റി 5 സെൻറ്റൻസ് എഴുതാൻ അറിയണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാറിയില്ലേ? what all things you can write in that? Tubby was a fat cat. Tubby likes to have milk, like that we have studied in our textbook now. What all things that is Tubby is a brown cat. He likes to eat bread soaked in milk. His favorite place to sleep is on sofa, is the sofa. He loves playing with butterflies. അതിൽ 5 സെൻറ്റൻസസ് എഴുതാനാണ്. അപ്പോൾ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് റോമൻ നമ്പർ 4 കഴിഞ്ഞ് റോമൻ നമ്പർ 5 ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ഷോർട്ടൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചതേ ഉണ്ടാവുള്ളൂ, അത് പഠിക്കണം. അതിൻ്റെ മോഡൽ മിസ് തന്നിട്ട് എന്താ? വാട്ട് ഡിഡ് ആൻറ്റീസ് പാരൻസ് വാണ്ട് ഹിം ടു ഡു? What did Andy's parents want him to do? Andy's parents want him to sleep in time. അച്ഛനും അമ്മയ്ക്കും അവൻ സമയത്തിന് ഉറങ്ങണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അതെ. നെക്സ്റ്റ്, വിച്ച് ആനിമൽസ് ആർ ദി എനിമീസ് ഓഫ് ലിറ്റിൽ ചിക്സ്? ഏതൊക്കെയാണ് ലിറ്റിൽ ചിക്സിൻ്റെ എനിമീസ്? വിച്ച് ആർ ദ എനിമീസ് ഓഫ് ലിറ്റിൽ ചിക്സ്? എനിമീസ് ഓഫ് ലിറ്റിൽ ചിക്സ്, ഈഗിൾ, then eagle, fox, fox, cat, that is in the textbook it is given the owl, bat, hawk. So any 5 you can write as your choice. You can write any 5. Okay, up to the like this the question paper model is. So study well, write the exam in the very good way. So best of luck for all the children. Okay, thank you my dear children. Welcome children. Now I am going to take revision for you. So which are our chapters? Chapter 3 and chapter 4. Chapter 3 is I love my India, and chapter 4 our beautiful country. Okay, so I love my India, that chapter, one of the important point is that, which one is that? Dash is the populated country in the world. First populated, that means first position in which country? That populated means ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏതാണ്? That is in China. Okay, so which one is the second populated country in the world? ഈ വേൾഡിൽ വെച്ചിട്ട് ഏതാണ് second largest populated country? That is India. Okay, so China is the most populated country in the world, and second largest and populated country is our India. Okay, and India shares some boundaries also. Which are they? India shares 7 neighboring countries, or share some boundaries, that is Pakistan, Afghanistan, Nepal, Bhutan, China, Bangladesh and Myanmar. Okay, these are the boundaries to share in our country. And in your textbook the question is that you want to writing neighboring countries, any 5 neighboring countries name you want to write. You can choose any 5. Okay, and 3 water bodies also we have, that is which are they? Indian Ocean, Bay of Bengal and Arabian Sea. So from where this, which side, which direction, ഏത് സൈഡിൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഓഷ്യൻസ് എല്ലാം ഉള്ളത്? സോ ദാറ്റ് ഈസ് ദ ബേ ഓഫ് ബംഗാൾ ഇൻ ഈസ്റ്റ്, ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ഇൻ which side? South, and the last, the Arabian Sea is west. Okay, Indian Ocean in south, then Arabian Sea is west, Bay of Bengal is east. Okay, these are the water bodies, and our India is divided into smaller parts. India divided into smaller parts is called state. India ചെറിയ എല്ലാ ഭാഗങ്ങളെയും ചെറിയ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. It's called state. So how many states in India? That is 28 states in India. So tell me. And also there are 2 types of government in our country. 2 തരത്തിലുള്ള government ഉണ്ട്. Which are they? That is central government and state government. State government to elect
in our state. ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. സോ 28 states we have. So 28 state government also, and we have only one central government. Okay, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസ് എല്ലാം കൂടെ നോക്കുന്ന മെയിൻ സെൻട്രലാണ് എന്ത് സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ ചിൽഡ്രൻ, ആൻഡ് സോ ഫോർ വാട്ട് one of the question, why is our country divided into state? എന്തിനാണ് സ്റ്റേറ്റ് നമ്മുടെ കൺട്രി എല്ലാം രാജ്യം 28 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ്? യെസ്, ദ ആൻസർ ഇസ് വാട്ട്? ഫോർ ഈസിലി റൂളിംഗ് ഓഫ് ദ സ്റ്റേറ്റ്. ഫോർ ഈസിലി റൂളിംഗ് ഓഫ് ദ സ്റ്റേറ്റ്. ഈസി ആയിട്ട് എന്ത് ചെയ്യണം? ഭരിക്കാൻ വേണ്ടിയിട്ട്. ഈസിലി റൂളിംഗ് ഓർ ഈസിലി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. എല്ലാ ഡ്യൂട്ടികളും which are the duties? That is to ensure the safety and welfare of the people. To ensure safety and welfare of the people. ജനങ്ങളുടെ സേഫ്റ്റിയും അവരുടെ പുരോഗതിക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും that we called administration. ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. So this administrative section want to do easily purpose-ന് വേണ്ടിയിട്ടാണ് we are dividing to state government ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് India become independence. So when India become independence, so that is 15th August 1947. 15th August 1947, and the capital. Tell me the capital of Jharkhand. Which is the capital of Jharkhand? Jharkhand, the capital name is Ranchi. And our Kerala capital name is Thiruvananthapuram. Everybody has to know. And Itanagar is the capital of Itanagar. Indinte capital aanu Itanagar. That is Arunachal Pradesh. Arunachal Pradesh inde capital aanu endu Itanagar. And which is the largest state in India? Indiaile ഏറ്റവും വലിയ largest state, ഏറ്റവും വലിയ state ആണ് Rajasthan. Rajasthan is the largest state in India. So which one is the smallest state? അപ്പോൾ ചെറിയ smallest state ഏതാണ്? That is in Goa. Okay, that is in Goa. And state government, it is difficult to the central government to solve the problem. For what purpose to make state government ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ? To solve the problem. It is difficult for the central government to solve the problems എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്തായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. And how many union territories we have? Which are the union territories? That is in your textbook we can see 9 names are there. The one of the column also you want to study must. This is the important question. That is Andaman Nicobar Island, the capital is Port Blair. Chandigarh, Dadra and Nagar Haveli, then Daman Diu, Jammu and Kashmir, Ladakh, Lakshadweep, Puducherry, and National Capital Territory of Delhi. So these are the union territories. Okay, this is the important one is that. And there are some parts of India which are not included in 28 states. That states we call central government, or it's called union territories. Why we are calling union territories? ഏതിനൊക്കെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് വിളിക്കുന്നത്? 28 സ്റ്റേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളോട് ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് പാർട്ടായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. So that we called union territory. So there are some parts of India which are not included in the 28 states. 28 പെടാത്ത ഭാഗങ്ങളെ നമ്മൾ എന്തായി വിളിക്കുന്നു? യൂണിയൻ ടെറിട്ടറി. So these are the union territories. And you know your India. So that is the page number 163. You can see our national animal is tiger. The national fruit is mango. National bird name is peacock. National tree is banyan tree. National flower is lotus. Banyan tree means almaram. So that is our national tree. Okay, this is also important. And some of the important things
some important or correct answers in your textbook. The questions are the country which is the second largest population in the world is India. That is second largest population. Okay, that is in India. India is surrounded by three, which are the three water bodies. India surrounded by three water bodies, and the capital of India is New Delhi. The Chief Minister of Uttar Pradesh lives and works in evideyana Chief Ministers of Uttar Pradesh work cheyyunnadum live cheyyunnadum okke evideyana, that is Lucknow. The Union Territories are governed by Union Territories govern cheyyunnathu, it's a central government. Okay, so these are the important points in the chapter 3. Okay, and the chapter 4, our beautiful country also. Landforms, that introduce landforms. Which are the landforms? Plains, plateau, hills, mountain, desert, island. These are the landforms. So important thing is that what is hills and what is mountain? That is a high land with a round top is called hills, and what is mountain? Very high hills with steep side, it's called mountain. Understood the two difference between hills and mountains. Okay, and which is the highest peak in Himalaya? Which is the highest peak in Himalaya? That is Mount Everest. Okay, that is also important. And some rivers also originate in this region, in this Himalaya, that is Ganga, Yamuna, Brahmaputra, Satluj. These rivers are originate in Himalaya. And what is plain? The flat and level land is called plains. And what is plateaus? A high land with steep side and a flat top, that is we called plateaus. And that plains also divided into, that is eastern coastal plains, the western coastal plains. So these two plains meet at dash. These two plains meet at dash. Where is these two plains are meet? That is in Kanyakumari. Kanyakumari, these two plains meet at Kanyakumari. Okay, children. Then what is desert? What is desert? A large area of land covered with desert. So that area we called desert. And what is peninsula? That is important point is that what is peninsula? Peninsula means the southern part of India is surrounded by water bodies on three sides. The southern part, the water bodies covered with three sides. It's called peninsula. മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗത്തെ what we called? That we called peninsula. And in Mount Everest lying in India, is it true or false, children? That is Mount Everest lies in India. It's true or false? It's false. Okay. And the Great Plains lie to the south of Himalaya. That is true or false? That is true. Then tell me two groups of island in our country. The two island names Andaman Nicobar Island and Lakshadweep. Andaman Nicobar Island and Lakshadweep. Then one of the important question is that what kind of climate will you find in the mountains and in the plains? That means the mountain is covered with snow, so the region is cold, and the plain sometimes it's hot, neither cold. Okay, children, these are the important things are in these two chapters. So read your textbook proper, study this all question answers. All the best, children. Thank you. Welcome, children. I am going to take revision for you chapter 3, 4 and 5. Okay, so which is the third lesson? The northern and coastal plains. So what are the important points are in northern plains? The northern plains and coastal plains. The important first point is in which river is in Bakra Dam? So that is in Satluj river. So which river in Bakra Dam? That is in Satluj river. And what is alluvium soil? What is alluvium soil? The fine silt deposit by the rivers. It's called alluvium soil. Okay, and this also the plains in plains of India it's dividing to, that is northern plains and coastal plains. Okay,
And some of the rivers also originate in Himalaya. Which are the rivers are originate in Himalaya? That is Ganga, Yamuna, Satluj, Brahmaputra. These are the rivers are originate in Himalaya. And also Bakra Dam is in Satluj river basin, and which is the one of the branch river also in Bangladesh. It's called Padma. Okay, that's tributary river in Bangladesh, that is in Padma. And which one is Brahmaputra river basin. It's the river Brahmaputra originate in Tibet. So that Brahmaputra river originate in Tibet, and where it's called Sangpo. The another name it's called Sangpo. Okay, children. And Punjab. In Punjab, many tourists visit Golden Temple in Amritsar. So Amritsar, in which state? Amritsar Golden Temple in Punjab state. Okay. And one of the many what is that monuments, some of the monuments in Delhi, which are they? That is Red Fort, Qutub Minar, India Gate, Humayun Tomb, Jama Masjid, Lotus Temple and Akshardhan Temple. These are the important point is that everybody want to write and study. Which are the important monuments? Okay, these are the important monuments. And Uttar Pradesh is famous for embroidery work. Okay, Chikari embroidery work is famous for Uttar Pradesh. Then in Bihar, the popular their important festival is Chhat festival. Which festival is the popular festival? That is important festival is Chhat festival. And in West Bengal their popular festival is Durga Puja. So Durga Puja is in West Bengal, Chhat festival in Bihar, and in Assam, Bihu dances, they are Assam people, and also the people are speak Assamese and they celebrate Bihu. Okay, the Assam peoples are celebrate Bihu. And so checkpoint is in your textbook, page number 182, you can see the checkpoint. That is also important. Questions are, a dash is a flat and level land, it's called plain. And then the main tributary of river Satluj, the main tributary of river Satluj, it's called Bees. The river Brahmaputra is called Sangpo. In Tibet, then Amritsar, it's a golden temple. It's famous for golden temple. Which one? The people of Bihar people celebrate which festival? That is Chhat festival. Okay, and the coastal plains is dividing two, that is western coastal plain and eastern coastal plains. Okay, and the western coastal plains, one of the important questions also is there, that is into how many parts of the western coastal plains divided. So the western coastal plains is divided in three: the Gujarat coast towards the north, the Konkan coast in middle, the last one the Malabar coast in the south. Okay, these are the three important coasts are in western coastal plains. Okay, this is also important. And what is lagoon, children? Lagoons, that is a lake separated from the sea. So what is lagoons? That is lagoons are separated from the sea. Sea നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ലേക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലഗൂൺസ് എന്ന് വിളിക്കുക. Okay, that is also important point. And the eastern coastal plains also dividing to, the northern part is called northern circus, the southern part is called Coromandel coast. Okay, and the life of the region is that part. So many states also introduce your textbook: Gujarat, Goa, Kerala, Tamil Nadu, Andhra Pradesh, Odisha. This everything you want to read proper. And one of the important point is dash is the popular festival. So dash is the popular festival in Odisha, that is in Ratha Yatra. Ratha Yatra is the popular festival in Odisha. Okay, then one of the important lake also in Odisha, that is Chilka Lake. Chilka Lake also is the important in Odisha. And what is silt?
fine sand and mud carried by a river is called silt. Okay, and lagoons we are already explained what is lagoon. A lake that is separated from the sea is called lagoons. Okay, these are the important and some of the important questions also in the textbook. How do the rivers of the northern plains make the land fertile? Because the Himalaya originates so many rivers. These rivers are throughout the year carry the water and bring the sand, rock, silt and everything. So this all deposit bank of the rivers. Okay, and this is the answer. The second fourth lesson is the western desert. Western desert, the important is Thar desert. So from was this Thar desert in Rajasthan. Okay, so in Rajasthan it stretched from Ran of Kutch in Gujarat through Rajasthan to the border of Haryana. It's full of stretch, this Thar desert. And important is climate. What is the climate of Thar desert and what is the natural vegetation of this? So everything you want to study and read your textbook proper. And important point is that pink city. Pink city. Which city we called pink city? That is in, we called pink city we called Jaipur. Jaipur we called pink city. Why we called pink city? Because the stones are in pink color. The city is also called pink city because all buildings in the old city are built of pink stones. That's why we called pink city. Okay children, and some fill in the blanks also in your textbook, that also very important. The dash are small hills of sand found in the desert. We call sand dunes. An area in a desert where trees grow around a water source is called oasis. A dash is an underground tank to store rainwater, that is we call tanka. Dash is a folk dance of Rajasthan, that is Kalbilia. And dash is called the pink city of Rajasthan, is called Jaipur. Okay, and one of the important question is that who are the Bancharas? Bancharas is called what? Whose are Bancharas? That Bancharas is some people also travel from one place to another place depending the food and everything. So these people are called Bancharas. So some people also travel from one place to another in search of food for themselves and their animals. So these people are called Bancharas. That is also important question. And everybody want to read the climate. What is the importance of climate in Thar desert? That's also want to study proper. Okay children. The next chapter is Emperor Akbar. So Emperor Akbar was born in 1542. So which year? 1542 born in Akbar, and Akbar defeated some rulers. Akbar defeated some rulers. Whose are the Hemu, Rani Durgavati, Maharana Pratap and Chand Bibi. See, so these are the rulers to defeated Akbar, and he ruled, that means Akbar ruled India from 1556 to 1605. These during our Akbar is ruled in our India. Okay, and Akbar tried to support Rajput king. How Akbar tried to support Rajput king? That is also important question. The first point, treated them with respect to give the permission to marry Rajput princess, and the third point is give to high post. Okay, give high post to Rajput king. So these are the important points. And Akbar suggests a religious path. Akbar suggests a religious path is called Dil Ilahi. Okay, and Akbar translate two epics. Akbar translate two epic, that name is Ramayana and Mahabharata in Persian language. Persian language like translate the രണ്ട് ഇതിഹാസങ്ങളാണ് Ramayana and Mahabharata. And Akbar held a grand court and important famous peoples also in the court. So ആരൊക്കെയായിരുന്നു famous courtiലുള്ള famous ആൾക്കാർ? That is Mian Tensen, Abul Fazl, Raja Birbal, Raja Toranmal and Raja Mansingh. In this, Mian Tensen was a singer, the famous singer in Akbar court. Then Abul Fazl wrote Akbar Nama.
So that is important question. Akbar Nama. What is Akbar Nama? That is the biography of Akbar. Who wrote that Akbar Nama? That is Abul Fazl. Abul Fazl wrote Akbar Nama. Okay, then Raja Birbal was Akbar advisor. Akbar's advisor ആയിരുന്നു ആര്? Raja Birbal. And one of the important city also built near the Agra, that is Fatehpur Sikri. Okay, so Fatehpur Sikri also built Akbar near Agra. Okay, children. And Akbar was the son of which Mughal emperor? ഏത് മുഗൾ എംപറർ ആണ്? ആരാണ് അക്ബറിന്റെ ഫാദർ? ദാറ്റ് ഈസ് ദ നെയിം ഈസ് ഹുമയൂൺ. സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഗിവൻ സം ക്വസ്റ്റ്യൻ, സം ഓപ്ഷൻസ്: ബാബർ, ജഹാംഗീർ, ഹുമയൂൺ, ഷാജഹാൻ. ദ ആൻസർ ഈസ് ഹുമയൂൺ. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. And match the columns also in the textbook, and important some questions also. What is Fatehpur Sikri? Where was it built? That is Fatehpur Sikri built Akbar near Agra. Okay, and Akbar got two epics translated in Persian, that is Ramayana and Mahabharata. Write the names of the rulers whom Akbar defeated. Tolpicha rulers defeated, that is Rani Durgavati, then Hemu, Maharana Pratap and Chand Bibi. These are the rulers to defeat Akbar. Okay, children, these are the three lessons for the exam. So read your textbook, study all question answers and important one word questions also. Okay, children, all the best. Thank you. Hi students, don't you remember me? I am your EVS teacher. How are you children? Are you fine? Okay, stop your playing and listen to the class. Okay, study your daily lessons. എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ട് പഠിക്കണം. Okay, try to get more marks. നല്ല മാർക്ക് വാങ്ങിയിട്ട് പഠിക്കണം. You must read your textbook daily. എല്ലാ ദിവസവും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുക. കൈ വെച്ചിട്ട് വായിക്കണം. ചിത്രത്തിൻ്റെ മേലെ, പിക്ചറിൻ്റെ മേലെ കൈ വെച്ച് വായിക്കണം. ഓക്കെ, I hope you will do that. നിങ്ങൾ എല്ലാവരും ചെയ്യില്ലേ അത്? റാണി മിസ് പറയുന്ന പോലെ കേൾക്കൂലേ? Are you all good children? നല്ല മക്കളാണോ? Say yes or no? Okay, very good. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിക്കാൻ പോവാം. Today we are going to revise the chapters. Okay, so listen carefully in the class. നല്ല കുട്ടികളായിട്ട് ക്ലാസ് കേട്ടിരിക്കണം. All of you look here children. Did you give the color? What is this? This is a tomato. What is this? This is a tomato. And what color is a tomato? Tomato is red in color. What color is a tomato? Tomato is red in color. Okay, what is this? This is a teddy bear. What color is this teddy bear? Teddy bear will be many colors. Blue color, black color, white color, orange color, red color, toys, isn't it? And this teddy bear is in blue color. This teddy bear is in blue color. You can see many teddy bear bag, isn't it? You can buy bags from the shop. Shop in the bag vaangan kittule ninge. There are in many colors. They are in many colors. Okay. Then what is this? Sun. What is this? Sun. What is the color of the sun? Yellow. Sun gives us light during the day. ഇപ്പോൾ ഡേ ടൈമിൽ ആരാ നമുക്ക് വെളിച്ചം തരുന്നത്? സൺ, isn't it? Then what is this? This is a tree. What is this? This is a tree. And tree is green in color. Tree is green in color. The leaves are green in color. The leaves are green in color. Okay, you must take your textbook and you must point out the picture and read. ഓരോ പിക്ചറും ഇങ്ങനെ കൈ വെച്ച് വായിക്കണം. ടൊമാറ്റോ, സൺ, ടെഡി ബെയർ, ട്രീ. ഓക്കെ, shall we move to the next page? Okay, circle the correct activity. What should I do? What should I do when I wake up in the morning?
What should I do when I wake up in the morning? As soon as you get up from your bed in the morning, what you should do? നിങ്ങൾ എന്താ ചെയ്യുക? രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താ ചെയ്യുക? ടേബിളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ രാവിലെ എഴുന്നേറ്റ ഉടനെ? നോ. ആസ് സൂൺ ആസ് യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാത്റൂം പോയിട്ട് യു മസ്റ്റ് ബ്രഷ് യുവർ ടീത്ത്, യു മസ്റ്റ് ക്ലീൻ യുവർ ടീത്ത്, isn't it? And you must wash your face. As soon as you get up, രാവിലെ എഴുന്നേറ്റ ഉടനെ what you must do? You must brush your teeth and you must wash your face. Understood? So, which picture you should circle? Which picture you should circle? Which is the correct picture? This one or this one? This girl is reading the book and this boy is brushing the teeth. This is the correct picture. When I wake up in the morning, what should I do? I should brush the teeth. So you circle this picture. You have done it, isn't it? Okay, you point out that picture and read. When I get ready for school, what should I do? I should take a bath. രാവിലെ സ്കൂൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുളിക്കും, isn't it? Before eating my food, I must, what should I do? Should I play? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കളിക്കുകയാണോ ചെയ്യുക? അല്ല കൈ കഴുകുകയാണോ ചെയ്യുക? What should I do before eating the food? I must wash the hands. You have to circle this. You have done it, isn't it? So this is a revision for you. So you have to study it. Understood? Okay, then children take the next page. How many head have you? One head, isn't it? How many head have you? One head. How many eyes have you? Two eyes. How many nose have you? One nose. How many fingers have you? 10 fingers, isn't it? Okay. Look at this picture, all of you. I have one mouth. I have one mouth. I have two eyes. I have two eyes. I have two eyes. I have two arms. I have two arms. I have two legs. I have two legs. Did you do this activity? Okay. Then we are going to study the chapter fruits. The chapter fruits. Okay. Don't you remember the fruits we studied in the last class? കുറേ ക്ലാസ്സിന് മുന്നേ നമ്മൾ ഫ്രൂട്ട്സ് പഠിച്ചാർന്നുണ്ടോ? ഡു യു ലൈക്ക് ഫ്രൂട്ട്സ്? നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഓക്കെ, യു മസ്റ്റ് ഈറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ എന്ത് ചെയ്യണം? കഴിക്കണം. ഫ്രൂട്ട്സ് ആർ വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ഫ്രൂട്ട്സ് ആർ വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, ദിസ് ഇസ് ആപ്പിൾ. നെയിം സം ഫ്രൂട്ട്സ്. ആപ്പിൾ, മാംഗോ, banana, orange, papaya, grapes. Apple, mango, banana, orange, papaya, grapes. Okay, what is the color of an apple? Apple is red in color. What is the color of an apple? Apple is red in color. Which is the king of fruits? Fruits ile rajavu aaranu miss പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. Don't you remember that? Which is the king of fruits? Mango. Mango is the king of fruits. Then orange. Orange, papaya, grapes. What is the color of grapes? Purple. This grapes is purple in color. This grapes is purple in color. There are two kinds of grapes. One is purple in color. Then the other grapes, what color? Green color. There are green color grapes also. The same way there are green color apple also. ആപ്പിളും ഗ്രീൻ കളറിലുള്ള ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സും ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് ഉണ്ട്. ഓക്കെ, യു ഹാവ് ടു പോയിന്റ് ഔട്ട് ദിസ് പിക്ചർ ആൻഡ് റീഡ്. ആപ്പിൾ, മാംഗോ, ബനാന, ഓറഞ്ച്, പപ്പായ, ഗ്രേപ്സ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്, യു ഹാവ് ടു പോയിന്റ് ഔട്ട് ദ പിക്ചർ.
Okay, and you have to study the colors also. You have to study the colors. What is the color of an apple? Red. What is the color of this mango? Yellow. Ripe mango is yellow in color. Then raw mango is green in color. Raw mango. What is raw mango? Pacha manga. Pacha manga is the color green color. Ripe mango. What is ripe mango? Palutha manga. Ripe mango is very sweet to taste. Very tasty. Ripe mango is very tasty. It is yellow in color. Okay. Then banana. Banana. Then orange. Papaya. Grapes. You must eat all kinds of fruits. എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ എന്ത് ചെയ്യണം? കഴിക്കണം. Whatever your mama gives, you must eat. All kinds of fruits, vegetables. ഓക്കെ, എല്ലാ ഭക്ഷണവും നിങ്ങൾ കഴിക്കണം. ആൻഡ് യു മസ്റ്റ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നല്ല കുട്ടികളായിട്ട് കുറേ വെള്ളം കുടിക്കണം. അണ്ടർസ്റ്റുഡ്? ഡോണ്ട് ടേക്ക് ടു മച്ച് ഷുഗർ വിത്ത് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കുറേ ഷുഗർ കൂട്ടാൻ പാടില്ല, പഞ്ചസാര. ടേക്ക് ഉള്ളി കറി. കറി കൂട്ടിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഓക്കെ, യു മസ്റ്റ് സ്റ്റഡി ദിസ് വെൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ ചിൽഡ്രൻ, ബൈ. ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഒരു റിവിഷൻ വർക്ക്ഷീറ്റ് പോലെ മലയാളം ചെയ്യുകയാണ്. മലയാളത്തിൻ്റെ എക്സാം അടുക്കാറായി, നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ മിഡ് ടേം ടെസ്റ്റ് അടുക്കാറായി. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ എക്സാമിനുള്ള പോർഷൻസിനെ ഒന്ന് വീണ്ടും അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ എക്സാമിനായിട്ട് 4, 5, 6 ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. ഏതെല്ലാമാണവ? കടലോരത്തെ കാഴ്ചകൾ, അണ്ണാറക്കണ്ണൻ, അന്ധന്മാർ കണ്ട ആന. ഈ 3 ചാപ്റ്ററുകളാണ് എക്സാമിനായിട്ട് വരുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നതെല്ലാം മിസ് ഇന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ പദം പരിചയപ്പെടാം എന്ന പ്രവർത്തനം വരുന്നുണ്ട് ഈ 3 ചാപ്റ്ററുകളിലും. എല്ലാവരും എല്ലാ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും പഠിക്കണം. ഓക്കെ, ആകെ ഒരു 10-12 എണ്ണേ വരുന്നുള്ളൂ. അവ എല്ലാവരും തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് പുറമെ ഒരു 10 ചോദ്യോത്തരങ്ങൾ 3 ചാപ്റ്ററുകളിലായിട്ട് വരുന്നുണ്ട്. 10 ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് 3 ചാപ്റ്ററുകളിലായിട്ട്. അവയും നിർബന്ധമായും നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. ഏതെങ്കിലും 3ഓ 4ഓ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചോദിക്കുക. ആകെ 10 എണ്ണേ വരുന്നുള്ളൂ. അതിൽ ഒരു 4 ചോദ്യോത്തരങ്ങൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായി എഴുതി പഠിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, കടലോരത്തെ കാഴ്ചകൾ എന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ അർത്ഥത്തിനും ചോദ്യോത്തരങ്ങൾക്കും ശേഷം വരുന്നത് ചേർത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. ചേർത്തെഴുതുക എന്ന പ്രവർത്തനത്തിൽ എന്താണ്? ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കുക എന്ന പ്രവർത്തനമാണ് ആദ്യമായി വരുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സൂര്യൻ, ആകാശം, തോണി, തിരമാല, കടൽക്കാക്ക. ഇവ ഓരോന്നും അവയ്ക്ക് യോജിച്ചവയിലേക്ക് ചേർത്ത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. സൂര്യൻ എങ്ങനെയാണ്? ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീണു എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്. അതിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ആകാശം എന്താണ്? ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. തോണി എന്താണ്? തിരമാലകളിൽ ആടി ഉലയുന്നു തോണി. പിന്നെ എന്താണ്? പിന്നെ തിരമാല എന്താണ്? തീരത്തേക്ക് ഓടി വരുന്ന തിരമാലയാണ്. കടൽക്കാക്കകളാണെങ്കിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് കുട്ടികൾക്ക് വരച്ച് യോജിപ്പിക്കുക എന്ന പ്രവർത്തനമായിട്ടായിരിക്കും വരിക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അവൻ, അവർ, അത് എന്നീ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക. നിങ്ങളുടെ പാഠഭാഗത്തു നിന്നും എടുത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും അത് അവർ, അവൻ, അത് എന്ന പദങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് എഴുതി പഠിക്കുക. പാഠഭാഗത്ത് എന്താണ്? പാഠഭാഗത്ത് തന്നെയുള്ള സെൻറ്റൻസുകൾ ഇങ്ങോട്ട് ചേർത്ത് എഴുതിയാൽ മതി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി, അല്ലേ? അവൻ എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. ഇനിയോ നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി. അപ്പോൾ അവർ എന്ന് ചേർത്തുകൊണ്ട് പാഠഭാഗത്ത് നിന്ന് നമുക്കൊരു സെൻറ്റൻസ് കിട്ടി. ഇനി ഞെട്ടറ്റ് വീഴും പോലെ അതു കടലിൽ വീണ്. അത് എന്നതിന് എന്താണ്? നമുക്ക് സെൻറ്റൻസ് ആക്കി ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു എന്ന് എഴുതാം. തുടർന്ന് വരുന്നത് വാക്യം നിർമ്മിക്കാം. കടൽ, അല്ലേ? കടൽ എന്നും പരുന്ത്, തോണി, മീൻ, തിരമാല എന്ന് 4 പദങ്ങൾ വേറെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വാക്യങ്ങൾ നിർമ്മിക്കണം. ഇവിടെ നോക്കൂ, പരുന്ത് വട്ടമിട്ട് പറന്നു. പരുന്ത് വട്ടമിട്ട് പറന്നു. ഇനിയോ കടത്തുകാരൻ തോണി തുഴഞ്ഞു. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു.
കാറ്റടിച്ചപ്പോൾ തിരമാല ഉയർന്നു പൊങ്ങി എന്നും തോണി എന്നും പരുന്ത് എന്നും എല്ലാം ചേർത്തുകൊണ്ട് നിങ്ങൾ പാഠഭാഗത്തു നിന്നും അല്ലെങ്കിൽ അല്ലാതെയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യോത്തരങ്ങളും അർത്ഥങ്ങളും നന്നായി പഠിക്കുക. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് അത്യാവശ്യം പഠിക്കണം എന്നുള്ള ചേരുംപടി ചേർത്തെഴുതുകയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. തുടർന്ന് വരുന്നത് അണ്ണാറക്കണ്ണൻ എന്ന പാഠഭാഗമാണ്. അതിലും ഞാൻ ആദ്യമേ പറഞ്ഞു അർത്ഥം ആരും കളയരുത്. അർത്ഥം ഒരു 4 മാർക്കിനെങ്കിലും എന്തായാലും ചോദിക്കും. അതുകൊണ്ട് ആകെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു 12 അർത്ഥങ്ങളെ വരുന്നുള്ളൂ. എല്ലാവരും അർത്ഥങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ചോദ്യോത്തരങ്ങളും ഇതിൽ 3 ചോദ്യോത്തരങ്ങളാണ് വരുന്നത്. എല്ലാവരും നന്നായി ആ 3 ചോദ്യോത്തരങ്ങളും പഠിക്കാം. അടുത്തത് വരുന്നത് ചേരുംപടി വരച്ചു ചേർക്കുക. ചേരുംപടി വരച്ചു ചേർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഏതെല്ലാമാണ് തന്നിരിക്കുന്നത്? മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു. ഇവിടെ നോക്കൂ എല്ലാവരും. മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു, തന്നാലാവത് ചെയ്യുന്നോർക്ക് ചിറകെട്ടാൻ കഴിവത് ചെയ്തു, കൊമ്പിൽ ചാടി ചാടി നടന്നാൽ. ഇത്രയാണ് വരുന്നത്. ഇതിന് യോജിച്ചത് നിങ്ങൾ എന്താക്കണം? വരച്ച് യോജിപ്പിക്കണം. ഓക്കെ, ആദ്യത്തെ നോക്കൂ. മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു, ഇതിനേതാണ് ഇവിടെ യോജിച്ചത് എന്ന് നോക്കുക. വർണ്ണം ചൊരിയും വര നേടി എന്നതാണോ, അമ്പട വീഴുകയില്ലെന്നോ എന്നാണോ, മാങ്കനി ഒന്നു പറിച്ചു തരില്ലേ എന്നതാണോ, നന്മകളെന്നും വന്നിടും. ഏതാണ് ഇതിന് യോജിച്ചത്? ഏതാണ്? മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു അല്ലേ, മാങ്കനി ഒന്നു പറിച്ചു തരില്ലേ, മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്നും ഇങ്ങോട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് നോക്കൂ. തന്നാലാവത് ചെയ്യുന്നോർക്ക്, നമ്മൾ എന്താണ് പദ്യത്തിൽ പഠിച്ചത്? തന്നാലാവത് ചെയ്യുന്നോർക്ക് നന്മകളെന്നും വന്നിടും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കാം. ഇനി ചിറകെട്ടാൻ കഴിവത് ചെയ്തത് കൊണ്ട് എന്താണ്? അണ്ണാറക്കണ്ണൻ എന്ത് കിട്ടി? വർണ്ണം ചൊരിയും വര നേടി. അപ്പോൾ അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഇനി അടുത്ത നോക്കൂ. കൊമ്പിൽ ചാടി ചാടി നടന്നാൽ അമ്പട വീഴുകയില്ലെന്നോ. അപ്പം ഇതുപോലെ വരയിട്ടുകൊണ്ട് ഈ ചേരുംപടി ചേർക്കുക എന്ന പ്രവർത്തനം എല്ലാവരും ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇത് നന്നായി പഠിക്കണം കേട്ടോ. അടുത്ത് വരുന്നത് വരികൾ കണ്ടെത്തി എഴുതുക എന്ന പ്രവർത്തനമാണ്. അതൊന്നും എക്സാമിന് ചോദിക്കുകയില്ല, അപ്പോൾ അത് നമുക്ക് വിട്ടുകളയാം. അടുത്തത് നോക്കൂ. കണ്ടെത്തി എഴുതുക. അണ്ണാറക്കണ്ണൻ മാവിൽ കയറി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തെല്ലാം കാര്യങ്ങളാണ് അണ്ണാറക്കണ്ണൻ ചെയ്യാറ്? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? കൊമ്പിൽ ചാടി ചാടി നടക്കുന്നു, പാല് കുലുക്കുന്നു, പിന്നെന്താ ചിലു ചിലു എന്ന് താളം പൊട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് അണ്ണാറക്കണ്ണൻ ചെയ്യുന്നത്. എല്ലാവരും പഠിക്കുക. അടുത്തത് നോക്കൂ. പൂരിപ്പിക്കുക. പൂരിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ അവിടെ തന്നിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. മാഞ്ചോട്ടിൽ, അപ്പം മാവിൻ്റെ ചുവട്ടിൽ അല്ലേ, മാവിൻ്റെ ചോട്ടിൽ. അടുത്തത് മാങ്കൊമ്പ്, മാവിൻ്റെ കൊമ്പ് അല്ലേ, എൻ്റെ എന്ന് ചേർത്തിട്ടാണ് എഴുതേണ്ടത്. മാങ്കനി എന്താണ്? മാവിൻ്റെ കനി. മാഞ്ചോട്ടിൽ, മാവിൻ്റെ ചോട്ടിൽ. മാങ്കൊമ്പ്, മാവിൻ്റെ കൊമ്പ്. മാങ്കനി, മാവിൻ്റെ കനി. അപ്പം എല്ലാവരും ഇത് ചേർത്ത് എന്ന പദം ചേർത്തുകൊണ്ട് എന്താണ്? പൂരിപ്പിക്കുക. ഇതോടുകൂടി നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഇതിൽ ചേരുംപടി ചേർക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. കൂടെ ചോദ്യോത്തരങ്ങളും പഠിക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് അന്ധന്മാർ കണ്ട ആന എന്നതാണ്. 6ാമത്തെ പാഠഭാഗം, അവസാനത്തെ നമ്മുടെ പോർഷൻ അല്ലേ, അതാണ് അന്ധന്മാർ കണ്ട ആന. ഇതിലും നിങ്ങൾ അർത്ഥങ്ങൾ നന്നായി പഠിക്കുക, ചോദ്യോത്തരങ്ങളും നന്നായി പഠിക്കുക. അതിനുശേഷം വരുന്നത് വരച്ചു ചേർക്കുക എന്ന പ്രവർത്തനമാണ്. ചേരുംപടി പോലെ തന്നെ വരച്ചു ചേർക്കുക എന്നൊരു പ്രവർത്തനം വരുന്നുണ്ട്. മുത്തച്ഛൻ, ഒന്നാമൻ, ആനന്ദ്, നാലാമൻ. അപ്പം ഇവ ഓരോന്നും അവയുടെ